എല്ലാവർക്കും നമസ്തേ. ബാബാജി വേദിയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ശ്രീചക്ര നവാവരണ പൂജ യതീഷ് അവതരിപ്പിക്കുന്ന ഈയൊരു വിപ്ലവാത്മകമായ ഈയൊരു പാഠ്യപദ്ധതി, യതീഷ് ഈ പാഠ്യപദ്ധതി പ്രഖ്യാപിച്ച സമയം മുതൽ ധാരാളം ആൾക്കാർക്ക് ധാരാളം സംശയം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ശ്രീവിദ്യാ പാരമ്പര്യത്തിൽ മാത്രം ലഭ്യമായ ഈ ഒരു ശ്രീചക്ര നവാവരണ പൂജ എങ്ങനെയാണ് ശ്രീവിദ്യാ പാരമ്പര്യത്തിലല്ലാതെ, അല്ലെങ്കിൽ ശ്രീവിദ്യാ പാരമ്പര്യത്തിന് പുറത്തു നിന്നുകൊണ്ട് സാധാരണക്കാരെ എന്തിനിത് പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ഔചിത്യം, ഇതിന് ശാസ്ത്രം പിൻബലം തരുന്നുണ്ടോ എന്ന് ഇങ്ങനെയുള്ള 1000 ആശങ്കകൾ നമ്മെ തേടി വന്നിട്ടുണ്ട്. പലരും ഇതൊക്കെ അധാർമികമാണെന്നും പോലും പറഞ്ഞു വെക്കുകയുണ്ടായി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തില് വിദ്യ എന്നുള്ളത് ഒരിക്കലും ഒരാൾക്കും നിഷേധിക്കാൻ പാടുള്ളതല്ല. നമ്മുടെ ഋഷീശ്വരന്മാര് യഥാർത്ഥത്തില് ഈ വിദ്യയൊക്കെ ലോകത്തിന് പകരാൻ വേണ്ടിയിട്ടാണ് അവര് പകർന്നു നൽകിയിട്ടുള്ളത്. വിശ്വസാഹിത്യത്തിൽ തന്നെ മാനവരാശിയുടെ ആദ്യത്തെ സാഹിത്യമായ ഋഗ്വേദം പോലും ഉദ്ഘോഷിക്കുന്നത് പ്രപഞ്ച സത്യങ്ങളിലേക്കുള്ള വെളിച്ചം. ഈ പ്രപഞ്ച സത്യം ആധുനിക അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ടില് നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന സ്വാമി വിവേകാനന്ദൻ പറയുകയുണ്ടായി, ഋഷീശ്വരന്മാർ നമ്മൾക്ക് പകർന്നു നൽകിയ ആ വേദമാകുന്ന, അല്ലെങ്കിൽ വേദത്തിന്റെ അറിവാകുന്ന, അല്ലെങ്കിൽ വേദാന്തമാകുന്ന ഈ ശ്രുതികളും സ്മൃതികളും ഒക്കെ മുഴുവൻ ഭാരതത്തിലും അല്ലെങ്കിൽ മുഴുവൻ വിശ്വത്തിലും വാരി വിതരണം, അത് അനുയോജ്യമായ മനുഷ്യ മനസ്സുകളിൽ ആ ബീജം വളർന്ന് പടർന്ന് പന്തലിച്ച് അത് ലോകത്തിന് തന്നെ വെളിച്ചം കാട്ടും. നിർഭാഗ്യവശാല് ആ സമയം ഭാരതം ഭരിച്ചുകൊണ്ടിരുന്നതോ, അല്ലെങ്കിൽ ഭാരതം വിദേശ അധിനിവേശത്തിന്റെ യാതനകൾ അനുഭവിച്ചു തുടങ്ങുന്ന കാലഘട്ടമായിരുന്നു. ആയതിനാൽ തന്നെ ഇവിടേക്ക് വന്ന വിദേശ ഭരണാധികാരികൾ അല്ലെങ്കിൽ വിദേശീയർ തന്നെ അവർക്ക് കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം ധർമ്മത്തിൽ അധിഷ്ഠിതമായി വേദങ്ങളും സ്മൃതികളും തന്ത്രങ്ങളും മനുഷ്യരാശിക്ക് പകർന്നു നൽകിയ വിദ്യകൾ അഭ്യസിച്ച് ലോകത്തിന് തന്നെ ഗുരുവായി തീർന്ന, ആ കാലഘട്ടത്തിൽ തന്നെ ഗുരുവായി തീർന്ന ഭാരതത്തിലേക്ക് ധാരാളം ആളുകൾ അതിന്റെ കീർത്തിയും പ്രശസ്തിയും തേടി വരികയാണ് ഉണ്ടായത്. അങ്ങനെ വന്ന വിദേശീയർക്ക് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഈ നാടിന്റെ സമൃദ്ധിയെ കൊള്ളയടിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ നട്ടെല്ലായ കാര്യം എന്താണെന്ന് അവർ അന്വേഷിച്ച് കണ്ടെത്തുകയും അതിനെ എത്രയും പെട്ടെന്ന് ഈ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ ഈ മാനവികതയുടെ മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റണം എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് ലോർഡ് മെക്കോളയെ പോലെയുള്ള ആളുകൾ ഇവിടെ ആ കാലഘട്ടം വരെ നിലനിന്നിരുന്ന ഗുരുകുല സമ്പ്രദായത്തെ തച്ചുടച്ച് ആധുനിക വിദ്യാഭ്യാസം എന്ന പേരിൽ ബ്രിട്ടീഷ് വിദ്യാഭ്യാസ പദ്ധതി നടപ്പിൽ വരുത്തിയത്. അതിന്റെ പരിണിത ഫലമാണ് നമ്മൾ അടങ്ങുന്ന ഇന്നത്തെ ആധുനിക ഭാരതീയ സമൂഹം അതിന്റെ നമ്മുടേത് തന്നെയായ ആ പൗരാണിക അല്ലെങ്കിൽ പ്രാചീനമായ ഈശ്വരീയമായ പാരമ്പര്യത്തിൽ നിന്ന് വഴിമാറി നടക്കുകയും ആധുനിക വിദ്യാഭ്യാസമാണ് ആധുനിക ലോകത്തിന്റെ വഴികാട്ടി എന്ന് വിശ്വസിച്ച് നമ്മൾ ഏവരും ആ വിദ്യാഭ്യാസത്തെ പുൽകുകയും കാലം ഇത്രയും കടന്നു വന്നപ്പോൾ നമ്മൾ ഇന്ന് തിരിച്ചറിയുന്നു, ആധുനിക വിദ്യാഭ്യാസം കൊണ്ട് മാനവരാശിക്ക് വൈദിക വിദ്യാഭ്യാസത്തിനോളം ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇതൊക്കെ പറഞ്ഞു വരുന്നത് ഈ ശ്രീവിദ്യ അല്ലെങ്കിൽ ശ്രീചക്രം, അതുപോലെ തന്നെ ഋഷീശ്വരന്മാർ നമ്മൾക്ക് നൽകിയ പല വിദ്യകളും പൗരോഹിത്യത്തിന്റെയും ഗുരുപാരമ്പര്യത്തിന്റെയും പേരുകൾ പറഞ്ഞ് ഇത് സാമാന്യ ജനത്തിന് പ്രാപ്യമാകുന്നതിൽ നിന്ന് എന്തുകൊണ്ടോ ഇന്നും ഒരു പറ്റം ആളുകൾ ഇതിന് തടയിടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം അതിന്റെ പരിണിത ഫലം ഇന്നത്തെ ആധ്യാത്മിക സമൂഹത്തിൽ നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ എല്ലാവരും കേവലം ക്ഷേത്ര ഭക്തന്മാർ, ക്ഷേത്ര സന്ദർശകന്മാർ മാത്രമായി അധപ്പതിച്ചിരിക്കുക. പ്രാചീന ഭാരതത്തിൽ അല്ലെങ്കിൽ പുരാതന ഭാരതത്തില് എല്ലാവരും ഉപാസകരായിരുന്ന കാലത്ത് നമ്മൾ കൈവരിച്ച ആ മാനസികമായ അത്യുന്നത പദവി ഇന്ന് നമ്മൾക്ക്
ഓരോ മനുഷ്യ ഹൃദയത്തിനും നഷ്ടമായിരിക്കുകയാണ്. ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് നമ്മളിൽ നിന്ന് ഒരു പരിധിവരെ വിദേശീയർ എടുത്തു മാറ്റി, എന്നാൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തില് ഇത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ മുഖ്യമായും പൗരാണിക അല്ലെങ്കിൽ പൗരോഹിത്യ സമൂഹം ചെറുത്തു നിന്നു എന്നത് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ 21ാം നൂറ്റാണ്ടിലും നമ്മൾ ഇനിയും പൗരോഹിത്യത്തിന്റെയോ ബ്രാഹ്മണ്യത്തിന്റെയോ അല്ലെങ്കിൽ ഗുരു പാരമ്പര്യത്തിന്റെയോ അവകാശങ്ങളും അവകാശ തർക്കങ്ങളും ഒക്കെ ഉന്നയിച്ച് സാധാരണക്കാരനിൽ നിന്ന് ഈ പവിത്ര വിദ്യ മറച്ചു പിടിച്ചാൽ ലോകത്തിന് ഈ വിദ്യ നൽകാൻ പിന്നെ ആരുണ്ടാവും? ലോകത്തിന് എന്നും ആത്മീയത പകർന്ന് ഗുരുവായി നിലനിന്നിരുന്ന നാടാണ് നമ്മുടെ നാടായ ഭാരതം. അതുകൊണ്ട് തന്നെ യതീഷ എന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ലക്ഷ്യം തന്നെ ഇങ്ങനെ മൺമറഞ്ഞു പോയ അല്ലെങ്കിൽ നിഗൂഢമായി മറച്ചു പിടിച്ചിരിക്കുന്ന ഇത്തരം അത്യുജ്വലമായ വിദ്യകൾ സാധാരണക്കാരനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് പലതരം കോഴ്സുകൾ ഇതിനോടകം തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നടപ്പിൽ വരുത്തിയിട്ടുണ്ട്. അതിലേറ്റവും ആദ്യമായി നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത് നവദുർഗ ഉപാസനയാണ്. നവദുർഗ ഉപാസന പദ്ധതിയായിരുന്നു. വളരെ നല്ല പ്രതികരണം ലഭിച്ച ആ കോഴ്സിനെ തുടർന്ന് ലളിതാ സഹസ്രനാമ ഉപാസന പദ്ധതി അവതരിപ്പിക്കുകയുണ്ടായി. നമ്മൾ പോലും വിചാരിച്ചതിൽ നിന്ന് അപ്പുറത്തേക്ക് ദേവി അതിനെ വളർത്തി ലോകമെമ്പാടുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ആ കോഴ്സിന്റെ ഭാഗമാവുകയും ഇന്ന് അവര് ആദ്യത്തെ ബാച്ച് പഠിച്ച് എന്താണ് ഈശ്വരീയത, എന്താണ് ആത്മീയത എന്ന് സ്വന്തം ജീവിതത്തിൽ, ദൈനംദിന ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അനുഭവത്തിൽ വരുത്തി ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് നാന്ദി കുറിച്ചിരിക്കുകയാണ്. അതിനെ തുടർന്ന് ലളിതാ സഹസ്രനാമം പഠിച്ചു കഴിഞ്ഞ് പുറത്തേക്ക് വന്ന ഈ ആളുകൾക്ക് ലക്ഷ്യമാക്കിയിട്ടും പ്രാധാന്യമായിട്ടും അതുപോലെ തന്നെ ശ്രീചക്രം എന്ന ഈശ്വരീയമായ അല്ലെങ്കിൽ ദേവി ഉപാസനയിലെ അത്യുജ്വലമായ ഉപാസനാ പദ്ധതി, അല്ലെങ്കിൽ ദേവിയുടെ തന്നെ വാസസ്ഥലമാണ് എന്ന് നമ്മൾ പറയുന്ന ശ്രീചക്രം. ആ ശ്രീചക്രം സാമാന്യ ജനം എപ്പോഴും ഈ പറയുന്ന ടിവിയുടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ഒക്കെ അവര് ഈ ശ്രീചക്രത്തെ സ്വന്തമാക്കിയിട്ടുണ്ട്. കാരണം ഇത് ഒരു വിൽപ്പന ചരക്കാക്കി, ഇത് വീട്ടിൽ വെച്ചാൽ നമുക്ക് ഒരുപാട് ഐശ്വര്യം ഉണ്ടാവും, ജീവിതം മാറി മറിയും എന്നൊക്കെ അവരെ തെറ്റായ രീതിയിൽ ധരിപ്പിച്ചിട്ട്. അതൊരു സത്യമാണ്. ശ്രീചക്ര ഉപാസന ചെയ്താൽ ജീവിതത്തിൽ സമൂലമായ മാറ്റം ഉണ്ടാകും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ ഒരു യന്ത്രം വിൽപ്പന ചെയ്യുക എന്ന ഉദ്ദേശം മാത്രം ലക്ഷ്യമാക്കി ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് ധാരാളം ആളുകൾ ഇത് സ്വന്തമാക്കുകയും പിന്നീട് പല ചർച്ചകളിലും പല വേദികളിലും ഇതൊന്നും അത്ര നല്ലതല്ല, വെറുതെ വീട്ടിൽ വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടപ്പോ ഇതിനെ ഭയന്നുകൊണ്ട് എങ്ങനെയാണോ ഒരു ആറ്റം ബോംബ് വീട്ടിൽ സൂക്ഷിക്കുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ മാനസിക അവസ്ഥയിലാണ് പലരും ഇന്ന് ശ്രീചക്രത്തെ വീട്ടിൽ വെച്ച് പൂജിക്കുന്നത്. യതീഷയുടെ കാഴ്ചപ്പാട് ഇത് തീർച്ചയായും ജനങ്ങളുടെ മനസ്സിലുള്ള ഭീതിയെ അകറ്റുക. ഈശ്വരീയത എന്നാൽ സെമിറ്റിക് മതങ്ങൾ പറയുന്നത് പോലെ മേഘങ്ങൾക്കപ്പുറത്തോ അല്ലെങ്കിൽ വിദൂരതയിലോ വസിക്കുന്ന ഒരു ദേവതയോ ദേവിയോ ദേവനോ നമ്മുടെ ചെയ്തികളുടെ കണക്കെടുത്ത് അതിന് ശിക്ഷ വിധിക്കാൻ ഇരിക്കുന്ന ഒരു അസ്തിത്വമായി ഭാരതത്തിലെ ഋഷീശ്വരന്മാർ ഒരിക്കലും ആത്മീയതയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവർ ലോകത്തിലേക്ക് പകർന്ന ആത്മീയത തന്നിലേക്ക് നോക്കി താൻ തന്നെയാണ് ഈശ്വരൻ. ഉപനിഷത് വാക്യങ്ങൾ ഉദ്ഘോഷിക്കുന്ന മഹാവാക്യങ്ങൾ തത്വമസി, അഹം ബ്രഹ്മാസ്മി, സർവം കൽവിതം ബ്രഹ്മ എന്നിങ്ങനെയുള്ള മഹാവാക്യങ്ങളിലൂടെ യഥാർത്ഥത്തില് ഈശ്വരൻ പരിണമിച്ച് 36 തത്വങ്ങളിലൂടെ മനുഷ്യനായി തീർന്നതാണ് എന്ന തന്ത്രത്തിന്റെ ദർശനം അത് സാമാന്യ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ശ്രീചക്രം എന്ന ആ ദിവ്യമായ യന്ത്രം എങ്ങനെ നമ്മുടെ വീടുകളിൽ പൂജാമുറികളിൽ നമുക്ക് സാമാന്യേന ശ്രീവിദ്യാ പാരമ്പര്യത്തിലൂടെ വിശദമായ നവാവരണ പൂജ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും സാമാന്യേന ഈ പറഞ്ഞ ഒന്നും അറിയാതെയോ അല്ലെങ്കിൽ ജീവിതം സമൂലമായ മാറ്റം ഉണ്ടാവണം എന്ന് ധരിച്ച് വാങ്ങിവെച്ച ആളുകൾക്കോ ഇത് ഉപയോഗശൂന്യമായ പൊട്ടാത്ത ഒരു ആറ്റം ബോംബ് ആയിട്ടല്ല നമ്മുടെ പൂജാമുറിയിൽ ഇരിക്കേണ്ടത്, ഭയത്തോടെയല്ല അതിനെ നോക്കി കാണേണ്ടത്. പകരം ഈശ്വരീയമായ ഒരു വാസസ്ഥലമാണ് ആ ശ്രീചക്രം. അതിനെക്കുറിച്ച്, അതിന്റെ 9 ആവരണങ്ങളെ കുറിച്ച് അറിഞ്ഞ്
അതിലുള്ള ദേവതാ സാന്നിധ്യങ്ങളെ കുറിച്ച് അറിഞ്ഞ് അവയെ എങ്ങനെ അർച്ചന ചെയ്യാം സാമാന്യ ജനത്തിന്, ഒരു സാധാരണ വീട്ടുടമസ്ഥനോ അല്ലെങ്കിൽ ഗൃഹസ്ഥനോ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമിയോ ആയ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയ്ക്കോ എങ്ങനെയാണ് ആ ഒരു ശ്രീചക്രം സാമാന്യേന ഉപാസിക്കാൻ അല്ലെങ്കിൽ ആരാധന ചെയ്യാൻ സാധിക്കുക എന്നുള്ള ക്രമം സാക്ഷാൽ ആദിമാർഗി ശ്രീ ചണ്ടാള ബാബാജിയുടെ കാർമ്മികത്വത്തിൽ അല്ലെങ്കിൽ നേതൃത്വത്തിൽ അദ്ദേഹം അതിന് ഒരു ക്രമം ഉണ്ടാക്കുകയും അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും. കാരണം അദ്ദേഹം ഒരു തന്ത്രിവര്യനാണ്. ധാരാളം ആളുകൾക്ക് ക്ഷേത്ര പൂജാ സംവിധാനങ്ങളും താന്ത്രികമായതും മലബാര സമ്പ്രദായത്തിന്റെ ഒക്കെ കൗളമാർഗത്തിൻ്റെതും ഒക്കെ ആയ ഒരുപാട് ക്രിയാപദ്ധതികൾ, അതുപോലെ ക്ഷേത്ര സംബന്ധിയായ വിഷയങ്ങൾ ഒക്കെ പ്രാവീണ്യം നേടി പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം രൂപകൽപ്പന ചെയ്ത ഈ ഒരു ശ്രീവിദ്യ ഉപാസന പദ്ധതിയിലേക്ക് നിങ്ങൾ ഏവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. യതീഷയുടെ കാഴ്ചപ്പാടില് ശ്രീവിദ്യ ഈ ഒരു ക്ലാസ് നമ്മൾ വരുന്ന ജൂൺ 10-ാം തീയതിയാണ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത്. ധാരാളം ആളുകളുടെ എൻക്വയറീസ് വന്നു. ഒരുപാട് ആളുകൾ ഇതിനായി വേണ്ടി കാത്തു നിൽക്കുകയാണ്. 2 വെബിനാർ ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇതിന് 3-ാമത് വെബിനാറാണ്. ഇനിയും ആളുകളെ എത്രയും പെട്ടെന്ന് ക്ലാസ് തുടങ്ങണം എന്നാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ആ ആളുകളുടെ ആ ഒരു കാത്തിരിപ്പിന് വിരാമം ഇടാനും ശേഷം ഈ പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടാണ് ജൂൺ 10-ാം തീയതി ഈ ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് തന്നെ ആയാലും ഇതില് പ്രാഥമികമായി നമ്മളെ ഗുരു പാരമ്പര്യത്തിൽ ഊന്നി തന്നെയാണ് ഈ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള ഗുരു പരമ്പരാ ദീക്ഷകൾ നൽകിക്കൊണ്ട് തന്നെ ആവശ്യമുള്ള ഈ ശ്രീചക്ര ഉപാസനയ്ക്ക് ആവശ്യമുള്ള ഒരു ദീക്ഷ മന്ത്രങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് നിങ്ങളെ ഈ ഒരു വഴിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നത്. അത് ഈ ക്ലാസ് കഴിയുന്ന മുറയ്ക്ക് ശ്രീചക്രത്തിന്റെ ഒരു ദീക്ഷ, ഈ ഒരു പാഠ്യപദ്ധതിയുടെ ഒരു ദീക്ഷാ പദ്ധതിയും ഉണ്ടാവും. ഗുരുനാഥൻ തന്നെ നേരിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദീക്ഷ നൽകുന്നതായിരിക്കും. അപ്പോഴേക്കും ഈ നിങ്ങളുടെ എല്ലാ ആശങ്കകളും ഈ 16 ദിവസത്തെ ക്ലാസ്സിൽ എല്ലാ ആശങ്കകളും മറികടന്ന് നിങ്ങളുടെ മനസ്സിൽ ശ്രീചക്രം എന്ന ഒരു ഭയം മാറ്റി യഥാർത്ഥത്തിൽ ശ്രീചക്രം എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗംഭീര പ്രയത്നമാണ് യഥാർത്ഥത്തിൽ യതീശ ഒരുക്കിയിരിക്കുന്നത്. എല്ലാവരും ഈ ഒരു ഉദ്യമം, കാരണം സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അപ്രാപ്യമായ ഒരു കാര്യമാണ്. കാരണം ശ്രീചക്രം എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് ഭയമാണ്. പിന്നെ പഠിപ്പിക്കുന്ന ആളുകളുടെ ഒതന്റിസിറ്റി പറഞ്ഞുകൊണ്ടോ അയാളുടെ ഗുരു പരമ്പരയുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ ഇങ്ങനെ ധാരാളം വെല്ലുവിളികൾ ഉയർത്തി ഇതെങ്ങനെയും ജനങ്ങളുടെ സമക്ഷത്തിൽ എത്തിക്കുന്നതിന് തടയിടുക എന്നത് ഒരു ഭാഗത്ത് ഫിയർ സൈക്കോസിസ് ജനിപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗം പ്രവർത്തിക്കുമ്പോൾ യതീശ വളരെ സധൈര്യം ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ട വിദ്യയാണ്. ഒരു കുഞ്ഞെങ്ങനെയാണ് അവന്റെ ബുദ്ധി ഉറയ്ക്കുന്ന സമയം അവന്റെ മാതാപിതാക്കളോട് ഞാൻ എങ്ങനെയാണ് ഈ ലോകത്ത് അവതരിച്ചത് അല്ലെങ്കിൽ ജനിച്ചത്, എന്തിനാണ് ഞാൻ ജനിച്ചത് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഏതൊരു മനുഷ്യാത്മാവും ആദ്യമായി അവന്റെ സൃഷ്ടികർത്താക്കളോട് ചോദിക്കുന്നത്. ഇതേ ചോദ്യം തന്നെയാണ് ആധ്യാത്മികതയിൽ യാത്ര ചെയ്യുന്ന നമ്മൾ. ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, എന്താണ് ഈ ഈശ്വരീയ തത്വങ്ങളുടെയൊക്കെ ആധാരം, പ്രപഞ്ച സൃഷ്ടിയുടെ ആധാരം എന്താണ്, പരാശക്തി എന്ന തത്വത്തിന്റെ ആധാരം എന്താണ്, ഇതിനെയൊക്കെ അനാവരണം ചെയ്യുന്നതാണ് ശ്രീചക്രം എന്ന മഹത്തായ വിദ്യ. ശ്രീവിദ്യയുടെ ഭാഗമാണെങ്കിലും ശ്രീവിദ്യ സാധാരണക്കാരന് ശ്രീവിദ്യയിലൂടെ മാത്രം ശ്രീചക്രം പ്രാപ്യമല്ല. കാരണം ഒരു ദൈനംദിന ജീവിതം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമിക്ക് വളരെ ചില സമയത്ത് അത് ഫോളോ ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷെ എന്നാലും ഈ പറയുന്ന സാമാന്യ ജനം തന്നെ എത്രയോ പൈസ കൊടുത്ത് ശ്രീചക്രമൊക്കെ വാങ്ങി പൂജ മുറികളിൽ വെച്ചിട്ടുണ്ട്. അപ്പം അത് ഈ പറയുന്ന പോലെ ഭയത്തോടെ നോക്കി കാണുവാതെ എങ്ങനെയാണ് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ഈ ക്ലാസിന്റെ പ്രധാന ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഉയരുന്ന എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് നമ്മളുമായി സംവദിക്കാം. ലക്ഷ്യം ഒന്നേ ഉള്ളൂ, വിദ്യ. അത് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. ആർക്കും ഒരാളുടെ വിദ്യയും തടയുവാനുള്ള അധികാരം ഈ പ്രപഞ്ചത്തിൽ ഇല്ല. കാരണം അവള് വിദ്യാസ്വരൂപിണിയാണ്, അവള് മാലിനിയാണ്. അതായത് അക്ഷരങ്ങളുടെ വർണ്ണങ്ങളുടെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിലും നമ്മിലും വിളങ്ങുന്നവളാണ്. മാതൃക പീഠരൂപിണിയാണ്. സപ്തമാതൃക്കളായ അവള് നമ്മുടെ ഉള്ളിലും ബാഹ്യപ്രപഞ്ചത്തിലും വിരാജിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉദ്യമത്തിലേക്ക്, ഈ ഒരു ഇന്നത്തെ വെബിനാറിലേക്ക്
ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങളെല്ലാവരെയും ചെയ്തുകൊണ്ട് ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗ്രൂപ്പിൽ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായും യതീഷയെ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും ഇതിന്റെ ഈ ഒരു ശ്രീചക്ര പൂജ സാമാന്യേന പഠിക്കുന്ന ഒരു വ്യക്തി യതീഷ നിർദ്ദേശിക്കുന്നത് തീർച്ചയായും അയാള് ലളിതാ സഹസ്രനാമമോ അല്ലെങ്കിൽ രഹസ്യത്രയങ്ങളായ ത്രിശതിയോ എന്തെങ്കിലും ഒരു ലളിതാ ഉപാസനാ പദ്ധതിയുടെ ഭാഗമായതിനു ശേഷം ഈ ശ്രീചക്രം പൂജിക്കുന്നതോ ഉപാസിക്കുന്നതോ ആയിരിക്കും അയാൾക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ നേടിക്കൊടുക്കുക. അതുകൊണ്ട് തന്നെ ഇനിയും ഇങ്ങനെയുള്ള ഉപാസനാ പദ്ധതികൾ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും മാർഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗപ്പെടുത്തി നിങ്ങൾ തീർച്ചയായും ലളിതാ ഉപാസനാ പദ്ധതിയുടെ ഭാഗമായ ത്രിശതിയോ അല്ലെങ്കിൽ സഹസ്രനാമമോ ഒക്കെ നിങ്ങൾ സ്വായത്തമാക്കിയതിനു ശേഷം ഈ ശ്രീചക്ര പൂജ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ശ്രേയസ് അല്ലെങ്കിൽ ഈ ഒരു വിദ്യയിലുള്ള നിങ്ങളുടെ പുരോഗമനം വളരെ വളരെ വേഗം ഫലവത്തായിരിക്കും എന്ന് അടിവരയിട്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അധികം സമയം ഞാൻ എടുക്കുന്നില്ല, കാരണം ആശങ്കകൾ ഒരുപാട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത്. നമ്മുടെ ഗുരുനാഥൻ ആയ ആദിമാർഗി ശ്രീ ചണ്ടാള ബാബാജി ക്ലാസ്സിന് വേണ്ടി തയ്യാറായി ഇരിക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് മുൻപിൽ സമക്ഷം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ഗുരുനാഥ. നമസ്തേ പ്രിയോ, നമസ്തേ, എല്ലാവർക്കും പ്രണാമം. നമ്മൾ ലളിതാ സഹസ്രനാമം ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടാണ് ഈ ഒരു വെബിനാറിലേക്ക് കിടന്നതെന്നുള്ളത് കൊണ്ട് തന്നെ മറ്റ് പ്രാർത്ഥനകളിലേക്കൊന്നും കിടക്കുന്നില്ല. ശ്രീ മാത്രമേ എന്ന് മാത്രം ആ മാതാവിനെ വിളിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം നമ്മൾ 2 തവണ വെബിനാർ നടത്തിയിട്ടുണ്ട്. അതും ശ്രീചക്ര പൂജയുമായി ബന്ധപ്പെട്ട് ഇതോട് ബന്ധപ്പെട്ട് തന്നെയാണ്. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ് ഡേറ്റ് ഫിക്സ് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞു 10-ാം തീയതിയാണ് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നത്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരു തവണ കൂടി നമ്മൾ വെബിനാർ നടത്തുന്നത് വെച്ചാൽ ഈ പങ്കെടുക്കാൻ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കൂടാതെ പങ്കെടുത്തവർ തന്നെയാണെങ്കിലും വീണ്ടും വീണ്ടും പരാശക്തിയെക്കുറിച്ച് പറഞ്ഞത് കേൾക്കുന്നതിൻ്റെ മഹാഭാഗ്യം അല്ലേ. ശ്രവണം, ഈശ്വരനെ കുറിച്ച് കേൾക്കുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമായിട്ട് പറയും. ഇപ്പം അമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിലോ പറഞ്ഞാൽ മതിയാവില്ല. അപ്പം അതുകൊണ്ട് വീണ്ടും ഒന്ന് കേൾക്കാനും വിചാരം ചെയ്യാനും വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ പങ്കെടുക്കാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ ഒരിക്കൽ കൂടി ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇതേ വിഷയം തന്നെ ഒന്ന് സംസാരിച്ച് ഉറപ്പിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ, ഇതിൻ്റെ ആമുഖമായിട്ട് ഇങ്ങനെ ഒരു എന്തിനാണ് വെബിനാർ വെക്കുന്ന, നേരിട്ട് ഒരു ശ്രീചക്ര പൂജയിലേക്ക് കടന്നാൽ പോരെയെന്ന് ചോദിച്ചാൽ പോരാന്ന് തന്നെയാണ്. കാര്യം എന്താ വെച്ചാൽ ബഹുമാന്യ നമ്മുടെ അവിനാശ്ജി പറയുകയുണ്ടായി, ഇതിൽ ഒരുപാട് ആശങ്കകൾ, ഈ ശ്രീചക്രം ശ്രീവിദ്യ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി ആശങ്കകളാണ് നമ്മുടെ സമാജത്തിൽ നിലനിൽക്കുന്നത്. ജനിച്ചപ്പോൾ നമ്മൾ ആദ്യം വിളിച്ചിട്ടുണ്ടാവുക, നമ്മൾ 99.99 ആളുകളും വിളിച്ചിട്ടുണ്ടാവുക അമ്മേ എന്നാണ് വിളിച്ചിട്ടുണ്ടാവുക. ആദ്യമായിട്ട് നമ്മളെ മാതാപിതാക്കളെ ആരെ വിളിച്ചു വെച്ചാൽ അമ്മേനെ വിളിച്ചിട്ടുണ്ടാവുക. അത് പെറ്റമ്മയാണോ എന്ന് പോലും നമുക്കറിയില്ല. സാക്ഷാൽ പരാശക്തി തന്നെയാണ് നമുക്ക് അമ്മ, അത് പെറ്റമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് അമ്മയെന്നാണ് വിളിച്ചിട്ടുണ്ടാവുക. ഒരു വയ്യായിക വന്നാലും അന്ത്യനിമിഷത്തിലും വിളിക്കാൻ ശ്രമിക്കും നമ്മൾ അമ്മയെന്നാണ്. അങ്ങനെയുള്ള അമ്മയെ, പരാശക്തിയെ പൂജിക്കാനും നമ്മൾ ഇറങ്ങുന്ന നേരത്താണ് പല അഭിപ്രായം നമ്മൾ കേൾക്കുക. ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഇതൊക്കെ വലിയ ശാക്തേയമായിട്ട് വലിയ പദ്ധതിയാണ്. ഇതിലൊക്കെ കൈവച്ച് കഴിഞ്ഞാൽ ദൈവീകോപം ഉണ്ടാവും, ശാപം ഉണ്ടാവും. ഒരക്ഷരം അങ്ങോട്ട് തെറ്റിയാൽ മതി ഇല്ലേ, എങ്ങനെയൊക്കെ കേൾക്കും. ഇപ്പൊ ലളിതാ സഹസ്രനാമം ഒക്കെ ഒന്ന് പാരായണം ചെയ്യാന്ന് വെച്ചിട്ട് ആ പുസ്തകം എടുത്താണ് കയ്യിൽ വെക്കുമ്പോഴത്തേനും നമ്മൾ കേൾക്കുക, അയ്യോ ലളിതാ സഹസ്രനാമം എല്ലാവർക്കും ഉള്ളതല്ല, അതിലൊരു അക്ഷരം തെറ്റിയാൽ മതി, ദൈവീകോപം ഉണ്ടാവും. അതോടുകൂടി എന്ത് ചെയ്യും, നമ്മൾ അടച്ചു വെക്കും. ഇവിടെയാണ് നമ്മൾ പലപ്പോഴും പറയുക, മറ്റു മതസ്ഥരെയാണ് നമ്മൾ ആ വിഷയത്തിൽ കണ്ടുപിടിക്കേണ്ടത്. അവർക്ക് അവരുടെ വേദഗ്രന്ഥം എന്ന് അവർ വിശ്വസിക്കുന്നത് അവരോട് പറയുന്ന തന്നെ നിങ്ങൾക്ക് വേദം കിട്ടിയിരിക്കുന്നു, ഇതിനി എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കുന്ന. പക്ഷെ നമുക്ക് വേദം കിട്ടിയിരിക്കണം, ഇനി ആർക്കും കൊടുക്കരുത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അത് കാരണം എന്താണ്, പക്ഷെ ആളേനെ നമ്മൾ ഈശ്വരീയമായ അറിവിലേക്ക് നയിക്കുകയല്ല. എനിക്ക് അറിവുണ്ടായി, സമ്പത്ത് കിട്ടിയ പോലെയാണ്. നമുക്ക് വല്ല നിധിയും കിട്ടിയാൽ നമ്മൾ കൊടുക്കില്ല. അതുപോലെയാണ്, അതിക്കേറെ നിധിയാണല്ലേ വിദ്യാധനം ശ്രവണനാൽ പ്രധാനം. അപ്പോ ഈ പറയുന്ന ഈശ്വരീയമായ ജ്ഞാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ലൈൻ എന്താണ്, ഇതുകൊണ്ട് എങ്ങനെയും കാശുണ്ടാക്കണം, വേറെ എല്ലാവരും നമ്മളെ ആശ്രയിക്കണം,
മറ്റവനത് ഒരിക്കലും അറിയരുത്. ഇങ്ങനെയാണ്. അപ്പൊ അതിനൊരു മാറ്റം ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് നമ്മുടെയൊക്കെ. അപ്പോൾ യതീഷേന്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള പ്രേംജി, അദ്ദേഹം അവിനാഷ്ജിയൊക്കെ കണ്ട് സംസാരിക്കുന്ന നേരത്ത്, ഞങ്ങളിങ്ങനെ ഇരുന്ന് കൂടി ഇരിക്കുന്ന നേരത്ത്, അത് ഈ കുംഭമേളയ്ക്ക് പോകുന്നതിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോൾ ഇത്തരം ഒരു ആശയം എല്ലാവരുടെയും മനസ്സിലുണ്ട്. നമ്മുടെ മനസ്സിൽ കുറെ കാലമായിട്ടുള്ളതാണ്, ഇവിടെയുള്ളവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ സംസാരിച്ച നേരത്ത് ഇങ്ങനെ ഒരു ക്ലാസ്സിനെ കുറിച്ച് വിചാരിച്ചത് എങ്ങനെയാണ്. ഇപ്പൊ ലളിതാ സഹസ്രനാമത്തിന്റെ ക്ലാസ് നമുക്ക് യതീഷയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത് വരുന്ന, ക്ലാസ് എടുക്കുന്ന, നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ആ പരാശക്തിയെ നന്നായ രീതിയിൽ പൂജിക്കാൻ പറ്റുക. ശ്രീവിദ്യ എന്ന് പറഞ്ഞ വലിയൊരു സമ്പ്രദായമാണ്. അപ്പോൾ അവർക്ക് എങ്ങനെ അമ്മയെ യഥാർത്ഥത്തിൽ പൂജിക്കാൻ പറ്റും, ഇങ്ങനൊരു ചർച്ച വരികയുണ്ടായി. അപ്പൊ നമ്മൾ പറഞ്ഞു അതിനെന്താ, നമുക്ക് ശ്രീചക്രം തന്നെ പൂജ മുന്നോട്ട് വെക്കാമല്ലോ. അപ്പൊ വലിയൊരു ആശങ്കയുണ്ട് എല്ലാവർക്കും. എന്ന് വെച്ചാൽ ശ്രീചക്രത്തിൽ എന്ന് പറയുമ്പോൾ ശ്രീവിദ്യയാണല്ലോ. അപ്പൊ അവിനാഷ്ജി ഗുരുനാഥ ശ്രീവിദ്യ, ഈ ശ്രീചക്രം ശ്രീവിദ്യാ സംബന്ധി അല്ലേ. അപ്പൊ നമ്മൾ ഇതൊരു ക്ലാസ് ആയിട്ട് എടുക്കുമ്പോൾ അതിന് വലിയ ചോദ്യങ്ങളും വലിയ പണ്ഡിതന്മാർക്ക് മറുപടി കൊടുക്കേണ്ടൊക്കെ വരില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ പറഞ്ഞു മറുപടി കൊടുക്കണം, ചോദ്യങ്ങൾ ഉണ്ടാവുകയും വേണം. ഉപനിഷത്തുകാരൻ പറഞ്ഞ പോലെ ചോദ്യങ്ങൾ ഉണ്ടാകണം, ചോദിച്ച് ചോദിച്ച് മുന്നോട്ട് പോകണം. നമ്മളെ മോഹൻലാലിന്റെ സിനിമയിൽ പറയില്ലേ, ചോദിച്ച് ചോദിച്ച് പോകാന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെ ചോദിച്ച് ചോദിച്ചിട്ട് തന്നെയാണ് പോകുക. പക്ഷെ ചോദ്യങ്ങൾ എപ്പോഴും ആശങ്കയിൽ നിന്നോ അറിയാനോ വേണ്ടിയിട്ടായിരിക്കണം, അല്ലാണ്ട് ഒന്നിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാവരുത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു ശ്രീചക്രം എന്ന് പറയുന്നത് ശ്രീവിദ്യാ സംബന്ധിയാണ്, സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ സ്വരൂപമാണ്. അങ്ങനെയുള്ള ശ്രീചക്രം പൂജിക്കാൻ യഥാർത്ഥത്തിൽ വിധിയുമുണ്ട്. ഇന്ന പോലെയാണ് പൂജിക്കേണ്ടത്, ഇന്ന ആളുകൾക്കേ പൂജിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഒന്നുണ്ട്, നേരത്തെ പറഞ്ഞ അമ്മേ എന്ന് വിളിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവർക്കും, അമ്മയുടെ മക്കൾക്ക് എല്ലാവർക്കും അമ്മയെ പൂജിക്കാം. അവിടെ സത്യത്തിൽ ചാതുർവർണ്ണയമോ ജാതി വ്യവസ്ഥയോ ലിംഗഭേദമോ ഭക്ഷണ വിചാരങ്ങളോ ഒന്നും തന്നെ വിഷയമല്ല. ഇതൊന്നുമല്ല, എല്ലാവരും അമ്മയുടെ മക്കളാണ്. അമ്മയുടെ മക്കൾക്ക് അമ്മയെ പൂജിക്കാൻ യോഗ്യതയുണ്ട്, മറ്റൊരു യോഗ്യതയില്ല. പണ്ഡിതനോ പാമരനോ ചണ്ടാളനോ ബ്രാഹ്മണനോ ഇതൊന്നും അമ്മയ്ക്ക് ഭേദമില്ല, അത്രയൊന്നും ഭേദമില്ല. ഒരു സാധാരണ നമ്മുടെയൊക്കെ അമ്മയുടെ പോലെ തന്നെയാണ്. ഏതെങ്കിലും ഒരു മക്കള്, ഒരു ദുഷിപ്പുള്ള മക്കളെ പോലും അമ്മയ്ക്ക് ശപിക്കാൻ പറ്റില്ല, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഏതൊരാൾക്കും അത് ചെയ്യാം. എന്നിരുന്നാൽ പോലും ഒരു അധികാരമുണ്ട്, ശ്രീചക്രം പൂജിക്കാൻ അധികാരമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അധികാരം ആർക്കാണുള്ളത്? അധികാരം ആ സമ്പ്രദായത്തിൽ ദീക്ഷ നേടിയ ആളുകൾക്കാണുള്ളത്. അപ്പൊ ആ ദീക്ഷ എല്ലാവർക്കും ഇല്ലാണ്ട് എങ്ങനെയാ നമ്മൾ ഇത് കൊടുക്കുക? അപ്പോഴാണ് അതിനൊരു പ്രശ്നമില്ല. ആ ഏതൊരു ഗുരുസമ്പ്രദായമാണോ ആ ഗുരുസമ്പ്രദായത്തിലെ ഗുരുവിന് അതിന് അധികാരം നിശ്ചയിച്ച് അതിൻ്റെതായ രീതിയിൽ ഉപദേശം കൊടുത്തുകൊണ്ട് സാധകരെ മുന്നോട്ട് നയിക്കാം. കാരണം ഇതൊക്കെ വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അറിവുകളെല്ലാം ഭാരതീയമായ ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ ഭാസിൽ രമിച്ചതാണ്. ഭാസ് പ്രകാശമാണ്. പ്രകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവാണ്, ഇല്ലേ? നമുക്ക് ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ സത്യത്തിൽ സൂര്യപ്രകാശം കൊണ്ടാവുന്നുണ്ടെങ്കിൽ, എന്നതിനപ്പുറം നമുക്ക് നമ്മുടെ ഉള്ളിലോ പുറത്തോ നമുക്ക് പ്രകാശിക്കണമെങ്കിൽ അറിവ് കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പൊ അറിവാണ് പ്രകാശം. ആ അറിവ് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ധകാരം വരുത്തുന്നു എന്നാണ്. അന്ധകാരം വരുത്തി കഴിഞ്ഞാൽ അവിദ്യയാണ് ഉണ്ടാവുക. വിദ്യ മൃത്യും തീർത്തുക. അവിദ്യ കൊണ്ട്, അജ്ഞാനം കൊണ്ട്, അവിദ്യ എന്ന് പറഞ്ഞാൽ അജ്ഞാനം എന്നുള്ളതല്ല, എന്നിരുന്നാൽ പോലും നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഭാരതം മുന്നോട്ട് വെച്ചത് ആത്മീയമായിട്ടുള്ള ജ്ഞാനമാണ്, പ്രകാശമാണ്, നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം. ഉള്ളിൽ പ്രകാശിച്ചാൽ സ്വാഭാവികമായിട്ടും എല്ലാം പ്രകാശമായിട്ട് കാണും. എന്താണ് നേരത്തെ അവിനാഷ്ജി പറഞ്ഞ പോലെ തന്നെയാണ് ഷഡ്വിംശതി വിശ്വാനി തത്വം എന്നാണ് പരശുരാമ കൽപ്പസൂത്രം പറയുന്നത്, അല്ലെങ്കിൽ തന്ത്രശാസ്ത്രം പറയുന്നത്. 36 തത്വങ്ങളെ കൊണ്ടാണ് ഈ വിശ്വം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ഓരോന്നിലും നിൽക്കുന്നത് 36 തത്വമാണ്. നമ്മളിലും നിങ്ങളിലും കല്ലിലും മരത്തിലും പക്ഷിയിലും പട്ടിയിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന, ഇപ്പൊ മാപ്പിളയാവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഇതൊന്നും ഭേദമില്ല, എന്തിലും നിറഞ്ഞു നിൽക്കുന്ന 36 തത്വമാണ് എന്നാണ് തന്ത്രശാസ്ത്രം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഭേദം, ഈ ബോധം നമ്മളിലേക്ക് ജനിപ്പിക്കാൻ എന്ത് വേണം? നമുക്ക് അറിവ് വേണം. അപ്പൊ ആ അറിവിന് എന്താണ്? ആ അറിവ് നേടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം വെച്ചിരിക്കുന്നത്. കാരണം നമ്മളുടെ ഈ സനാതനമായിരിക്കുന്ന ഈ ധർമ്മം പറയുന്നത് 84 ലക്ഷം യോനികളിലൂടെ കടന്നാണ് നമ്മൾ മനുഷ്യജന്മം എടുക്കുന്നതെന്നാണ്. മനുഷ്യജന്മം എടുത്തതോ പരമമായ മോക്ഷത്തിന് വേണ്ടിയിട്ടാണ്. എന്താ പരമമായ മോക്ഷം? സാധാരണ മോക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കരുതുന്നത് ഈ മരിച്ചു പോയിട്ട് എന്തോ കിട്ടുന്ന ഒരു സംഭവമായിട്ടാണ്. മരിച്ചു പോയി നേടേണ്ടതല്ല
പ്രത്യേകിച്ച് താന്ത്രികന്മാരെ സംബന്ധിച്ചിട്ട് മോക്ഷം എന്ന വാക്കിന് അർത്ഥം തന്നെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്നാണ്. അത് ജീവിച്ചിരിക്കുമ്പോൾ കിട്ടണം. മരിച്ചിട്ട് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല, എന്ത് കാര്യമുള്ള അത് അപ്പുള്ള കാര്യമല്ലേ. നമുക്ക് പ്രസന്റിൽ ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റണ്ടേ. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ജീവൻ മുക്തി, ഇവിടെ ജീവിച്ചിരിക്കും ശരീരം കൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിച്ച് നമുക്ക് വ്യാസഭഗവാൻ പറഞ്ഞ പോലെ ധർമ്മത്തിന്റെ മാർഗത്തിൽ ഭൂമിയിലെ എല്ലാ സുഖങ്ങളും അനുഭവിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം മോക്ഷം എന്ന് പറയുന്നത് പുരുഷാർത്ഥങ്ങളിൽ 4ാമത്തെ കാലാണ്. ധർമ്മം, അർത്ഥം, കാമമോക്ഷം. അപ്പോൾ ആ ധർമ്മം, അർത്ഥം, കാമം ഈ 3 കാര്യങ്ങളും നമുക്ക് പരിപൂർണമായിട്ട് നേടാനും അനുഭവിക്കാനും നമുക്ക് ജ്ഞാനം കൂടിയേ തീരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം എടുത്തിരിക്കുന്നതെന്നാ പറയാം. ആ മനുഷ്യജന്മത്തിൽ 3 കാര്യങ്ങൾ നമുക്ക് ലഭിച്ചാൽ 4ാമത്തെ മോക്ഷം നമുക്കുണ്ടാകും. ആ മോക്ഷത്തിലേക്ക് നയിക്കാൻ നമുക്കിവിടെ ഈ ഭാരതം അറിവാണ് മുന്നോട്ട് വെച്ചത്. അറിവ് തന്നെ നമുക്ക് അറിവ് നേടാൻ വേണ്ടി 2 കൈവഴികളെയാണ് ഈ അമ്മ ധർമ്മദേവത പെറ്റിട്ട്. അതാണ് വേദങ്ങളും തന്ത്രങ്ങളും. ബ്രഹ്മാവിന്റെ 4 മുഖത്തു നിന്നാണ് 4 വേദങ്ങൾ ഉണ്ടായി. ഋഗ്വേദം, യജുർവേദം, സമവേദം, അഥർവവേദം. അതിപ്പോ സ്വാഭാവികമായിട്ട് വേദം ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. വേദം എന്ന് പറഞ്ഞാൽ ഇടക്കാലത്ത് വെച്ചിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. അതിങ്ങനെ ചാതുർവർണ്ണയാണ്, അത് ഇന്നവർക്കാണെന്നൊക്കെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ വേദം എന്താ പറയുന്നത്? സ്വാമി വിവേകാനന്ദൻ വേദാധികാരം എല്ലാവർക്കും ഇല്ല എന്ന് പറയുമ്പോൾ ഉദ്ധരിച്ചത് യജുർവേദം എന്നൊരു പ്രമാണം എടുത്തിട്ട് ശ്ലോകം. യഥേമാ വാചം കല്യാണീം ആവതാനി ജനേഭ്യ ബ്രഹ്മരാജന്യച്ച ശൂദ്രാജ സായണാച്ച എന്നിട്ടുള്ള ഒരു ശ്ലോകമാണ് സ്വാമിജി വ്യാഖ്യാനിച്ചത്. അപ്പൊ യഥേമാ വാചം കല്യാണീം ആവതാനി ജനേഭ്യ, ജനങ്ങൾ, ഞാൻ പറയുന്ന മംഗളകാരിയായിരിക്കുന്ന ഈ വേദവാക്യങ്ങളെ എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും കൊടുക്കുന്ന പറഞ്ഞത്. അപ്പൊ മറ്റു മതങ്ങളല്ല ഈ ധർമ്മം പറഞ്ഞത്. പക്ഷെ എന്തായി, കാലാന്തരത്തിൽ അതിനും ചില നിയമങ്ങളൊക്കെ വെച്ച് ചിലർക്ക് മാത്രമാക്കി മാറ്റി. തന്ത്രശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപ്താനാം ദ്വിജബന്ധൂനാനഹി വേദാധികാരണാം യേഷാം ഉന്നമനാർത്ഥായ തന്ത്രശാസ്ത്രം വിച്ചത്. ദ്വിജത്വം കൈവരിക്കാൻ വേണ്ടിയിട്ട്, ദ്വിജബന്ധു ആകാൻ വേണ്ടിയിട്ട്, എല്ലാ സാധാരണക്കാർക്കും വേണ്ടിയിട്ട്, എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ് ഈ തന്ത്രശാസ്ത്രത്തെ ഞാൻ ഇറക്കുന്നത് എന്നാണ് ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞത്. അതായത് ഭഗവാന്റെ പഞ്ചമുഖങ്ങളിൽ നിന്ന്, ബ്രഹ്മാവിന്റെ 4 മുഖങ്ങളിൽ നിന്ന് വേദങ്ങൾ ഉണ്ടായതുപോലെ ഭഗവാൻ പരമേശ്വരന്റെ, പരമശിവന്റെ 5 മുഖങ്ങളിൽ നിന്നാണ് തന്ത്രശാസ്ത്രം ഉണ്ടാവുന്നതെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ 2 കൈവഴി, ഒന്ന് ശിവമുഖജാതമാണെങ്കിൽ ഒന്ന് ബ്രഹ്മമുഖജാതം, 2 കൈവഴി, വേദങ്ങളും തന്ത്രങ്ങളും. ഇതിൽ വേദങ്ങളല്ല ഇന്നത്തെ നമ്മളുടെ ഒരു വിഷയം എന്നുള്ളതിലേക്ക് തന്ത്രങ്ങളാണ് എന്ന് പറയാം. അപ്പൊ തന്ത്രങ്ങൾ തന്നെ നമുക്ക് ശൈവം, വൈഷ്ണവം, ശാക്തേയം ഇങ്ങനെ 3 വിധാനത്തിലാണ് സാധാരണ പറയുക. ശൈവമായിട്ടുള്ള തന്ത്രങ്ങളുണ്ട്, വൈഷ്ണവായിട്ടുണ്ട്. ശൈവം എന്ന് പറയുന്ന നേരത്തെ അത് സ്വതവേ നമ്മൾ തന്ത്രങ്ങൾക്ക് ആഗമം, സംഹിത, തന്ത്രം ഇങ്ങനെയും പറയും. ആഗമം ശംഭുപത്രഭ്യ, ശിവമുഖത്ത് നിന്നുണ്ടായതിന് ആഗമം എന്നാ പറയാ. അപ്പൊ അത് ശൈവാഗമങ്ങളും ഭൈരവ ആഗമങ്ങളുമാണ് ശരിക്കും തന്ത്രത്തിൽ ശൈവമായിട്ടുള്ളത്. ശൈവ ആഗമങ്ങൾ 10 എണ്ണമാണ്, ഭൈരവാഗമങ്ങൾ 18. അങ്ങനെ 28 ശൈവ ആഗമങ്ങളുള്ളത്. സംഹിത എന്ന് പറഞ്ഞാൽ അതിൽ വൈഖാനസങ്ങളും പാഞ്ചരാത്രങ്ങളും ഭാഗവതം ഇങ്ങനെ 3 പ്രധാനമായിട്ടും പറയാം. ഈ ഭാഗവതം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുരാണത്തിൽ കേൾക്കുന്ന ഭാഗവതം, വിഷ്ണു ഭാഗവതം ഒക്കെ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഭാഗവതമൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു തന്ത്രശാഖ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ഒരു വിധാനത്തിൽ അതിന്റെ പൂജകളും വിധാനങ്ങളും ഒക്കെ ആയിട്ട് വൈഷ്ണവമായിട്ടുള്ള പദ്ധതികളെ കുറിച്ചാണ് അതിൽ പറയാം. പിന്നെയാണ് തന്ത്രങ്ങൾ വരിക. തന്ത്രങ്ങൾ സാധാരണഗതിയിൽ 64 തന്ത്രങ്ങൾ ഉണ്ടെന്നാ പറയാം. അത് ഗിരിജാമുഖം, സാക്ഷാൽ പരാശക്തിയിൽ നിന്നാണ് തന്ത്രങ്ങൾ, നിഗമം എന്നൊക്കെ പറയുന്ന തന്ത്രം ഉണ്ടായിരിക്കുന്നത്. സാധാരണ തന്ത്രത്തിന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഭഗവാൻ പരമശിവൻ പാർവതിയോട് ചോദിച്ച് പാർവതി മറുപടി കൊടുക്കുന്ന പോലെയും, അല്ലെങ്കിൽ ഭൈരവി സംഭാഷണം, ഇതല്ലാണ്ട് പരാശക്തി ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയുന്ന രീതിയിലുമാണ് സാധാരണ തന്ത്രങ്ങൾ ഉള്ളത്. ഇപ്പൊ നമ്മൾ രാമായണമൊക്കെ വായിക്കുമ്പോൾ, എഴുത്തച്ഛന്റെ രാമായണമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അവിടെ ഭഗവാൻ പരമേശ്വര പരാശക്തി സംഭാഷണത്തോട് കൂടിയിട്ടാണ് രാമായണം ആരംഭിക്കുക, ഇല്ലേ? അപ്പൊ അതൊക്കെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു വീക്ഷണമാണ്. കാരണം എഴുത്തച്ഛൻ എഴുതുമ്പോൾ തന്നെ നമുക്കറിയാം, മത്സ്യം തൊട്ട് കൂട്ടുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്റെ മേപ്പത്തൂര് ആ മത്സ്യത്തെ മനസ്സിലാക്കുന്ന രീതിയൊക്കെ നമുക്കറിയാം, ഇല്ലേ? അപ്പൊ ഇതൊക്കെ തന്ത്രസംബന്ധിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 84 ലക്ഷം യോനിയിലൂടെ കടന്നു വന്ന് നമുക്ക് നേടേണ്ടത് അറിവാണ്. അതിന് 2 മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ വേദവും തന്ത്രവും എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ച്. തന്ത്രത്തിൽ ശാക്തേയമായ പദ്ധതിക്കാണ് യഥാർത്ഥ തന്ത്രം എന്നും പറയാ എന്നും പറഞ്ഞു കഴിഞ്ഞു.
ഇത് തന്നെ തന്ത്രശാസ്ത്രത്തിൽ തന്ത്രത്തെ നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയൊക്കെയാണെങ്കിലും സൗരം, ശൈവം, വൈഷ്ണവം, ശാക്തേയം, കൗമാരം, ഗാണപത്യം, ശാബരം, ഇങ്ങനെ 7 പ്രധാനപ്പെട്ട തന്ത്രമതങ്ങൾ ഉണ്ടെന്ന് പറയാം. സൗരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനെ പ്രധാന ദേവതയായിട്ട് കണ്ട് ആരാധിക്കുന്ന രീതിയാണ്. ശൈവം എന്ന് പറഞ്ഞാൽ ശിവനെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതും പലർക്കും അറിയുണ്ടാവും. നല്ല ഇൻട്രഡക്ഷൻ പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ വിഷ്ണു ആകുമ്പോൾ വൈഷ്ണവായി മാറി അല്ലേ. ശാക്തേയം എന്ന് പറഞ്ഞാൽ ശക്തിക്കാണ് പ്രധാനം. കൗമാരം സുബ്രഹ്മണ്യനാണ്. ഗാണപത്യം ഗണപതിക്കാണ്. ശാബരം എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാതെ നമ്മൾ സാധാരണ ഈ കാടുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടിയും പ്രാകൃത പുരാതനമായിട്ടുള്ള ട്രൈബ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഉർവര ദേവതാ സംവിധാനമൊക്കെയാണ് ശാബരം എന്ന് പറയുക. ഇതും തന്ത്രമായിട്ടാണ് പറയുക. അപ്പോൾ അതിൽ തന്നെ ശാക്തേയമാണ് നമ്മളുടെ വിഷയം. നമ്മളിങ്ങനെ പോയി ഒരു ഏതിലേക്കാണോ എത്തേണ്ട അതിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ ഈ ശാക്തേയത്തില് സപ്ത മാർഗങ്ങളും ദശമഹാവിദ്യകളും ഉണ്ടെന്നാ പറയാം. സപ്തമാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ അറിവിനെ നേടാൻ നമുക്ക് ഒരു മാർഗമല്ല, പല മാർഗമാണ്. അതിൽ തന്നെ 7 മാർഗങ്ങളാണ് പ്രധാനപ്പെട്ടും പറയാം. അത് വൈദികമാണ് ഒരു മാർഗം. വൈദികം അപ്പൊ സ്വാഭാവികമായിട്ട് ശാക്തേയത്തിൽ വൈദികത്തിൽ ഈ രീതി ഉണ്ട്. ശാക്തേയം വൈഷ്ണവമാണ് മറ്റൊരു രീതി. പിന്നെ ശൈവം, അത് കഴിഞ്ഞാൽ ദക്ഷിണം എന്ന് പറയും. പിന്നെ വാമം, അതുകൂടാതെ സിദ്ധാന്തം, കൗളം. ഇതിൽ തന്നെ വൈദികത്തെക്കാൾ ഉത്തമം വൈഷ്ണവവും, വൈഷ്ണവത്തെക്കാൾ ഉത്തമം ശൈവവും, ശൈവത്തെക്കാൾ ഉത്തമം ദക്ഷിണവും, ദക്ഷിണത്തെക്കാൾ ഉത്തമം വാമവും, വാമത്തേക്കാൾ ഉത്തമം സിദ്ധാന്തവും, സിദ്ധാന്തവും കൗളവാണെന്ന് പറയും. ഇതൊക്കെ വെച്ചാൽ ആചാര വ്യത്യാസങ്ങളാണ് എന്ന് മനസ്സിലാക്കുക കേട്ടോ. വൈദികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്കറിയാൻ പറ്റും. വൈദിക പാരമ്പര്യം എന്നൊക്കെ പറയുമ്പോൾ വൈദികം ഒരു വീരനെ സംബന്ധിച്ച് ഇപ്പൊ വാമാചാരമൊക്കെ ചെയ്യുന്നപ്പോൾ തന്നെ വാമം എന്ന് പറഞ്ഞു. വാമാചാരം, കൗളാചാരം ഇതൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് വൈദിക സമ്പ്രദായത്തിലുള്ള ആരാധനയെ പശുവാചാരം എന്നാ പറയാം. വൈഷ്ണവ സമ്പ്രദായത്തെയും പശുവാചാരം എന്നാ പറയാം. ശൈവ പാരമ്പര്യത്തെയും പശുവാചാരം എന്നാ പറയാം. എന്താ പശു? പശു എന്ന് പറഞ്ഞാൽ പാശമുള്ള ആളുകളെയാണ് പശു എന്ന് പറയാം. എന്താ പാശം? പാശം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലളിതാ പരമേശ്വരുടെ കയ്യിലാണെങ്കിലും കാണാൻ കയറൊക്കെ കാണാൻ പറ്റും കേട്ടോ. പാശം. അപ്പോൾ ഈ കയർ എന്ന് പറഞ്ഞാൽ ബന്ധങ്ങളാണ്. ബന്ധനങ്ങളാണെന്നാണ് തന്ത്രത്തിന്റെ കാഴ്ചപ്പാട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മളുടെ ഭാര്യ ഉണ്ട്, നമ്മുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും വയ്യാണ്ടായി കഴിഞ്ഞാൽ, സുഹൃത്തിന് വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വിഷമാവും. എന്താണ്? നമ്മുടെ സുഹൃത്ത്, നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, നമ്മുടെ മക്കള്, അത് ബന്ധമാവുന്നതുകൊണ്ട് വിഷമം. വേറെ ആരെങ്കിലും പറ്റിയാലോ അത്ര വിഷമില്ല. അപ്പൊ അതായത് ദുഃഖത്തിന് കാരണം ബന്ധമാണ് എന്നുള്ളതുകൊണ്ട് ആ ബന്ധത്തിന് കാരണം, ആ ബന്ധത്തെയാണ് പാശം എന്ന് പറയാം. അത് പല രീതിയിലുള്ള ബന്ധമായിരിക്കാം, സ്നേഹബന്ധമോ മറ്റു പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ടായിരിക്കാം. ഈ പാശം ആരിലുണ്ടെങ്കിലും ആൾക്ക് ദുഃഖം ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പാശം ആരിലുണ്ടോ അവരെ പശു എന്നാ പറയാ. പാശബന്ധ പശുജ്ഞേയ എന്നാണ് പ്രമാണം. പാശം ആരിലിരിക്കുന്നവർക്ക് പശുത്വം ഉണ്ട്, അവർക്ക് ശിവത്വം കൈവരിക്കാനാവില്ല, പരാശക്തിയെ പരമേശ്വരൻ ഒന്നും കാണാൻ പോലും പറ്റില്ല. അപ്പൊ പാശബന്ധമില്ലാതെ പാശമുക്തനാകുമ്പോഴാണ് പാശമുക്ത സദാശിവ, നമുക്ക് സാക്ഷാൽ പരമേശ്വരനാവാൻ പറ്റുകയാണ്. അപ്പൊ അതിലെന്ത് വേണം? പശുത്വം പോകണം. ഇപ്പൊ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പശുത്വം ഉണ്ടായിരിക്കും എന്നാണ് തന്ത്രശാസ്ത്രം പറഞ്ഞത്. അപ്പൊ അവരെന്ത് ചെയ്യും? അവര് വൈഷ്ണവ ആചാരം അല്ലെങ്കിൽ വൈദിക ആചാരമൊക്കെയാണ് ആദ്യത്തിൽ പിൻപറ്റുക. അപ്പൊ തന്ത്രത്തിൽ കൃത്യമായൊരു യാത്രയാണ്. നമ്മൾ ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ് തന്ത്രശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കുക. ഒരു യാത്രയാണ്, എല്ലാവർക്കും ഒരു ആചാരമല്ല. ഇത് പറയാൻ കാരണം ഇപ്പൊ നമ്മളുടെ ഹിന്ദു സമാജത്തിൽ വലിയൊരു വിഷയം എന്താ വെച്ചാൽ ഇത് ശരിയാണ് മറ്റേ തെറ്റാണ് പോണ രീതിയുണ്ട്. തന്ത്രശാസ്ത്രം അങ്ങനെയല്ല, നിന്ദാനാണ് പ്രമാണം. ഒന്നിനും നിന്ദിക്കാൻ പാടില്ല. കാരണം നമ്മളിപ്പോ കുട്ടിക്കാലത്ത് നമ്മൾ നടക്കാൻ പെട്ടെന്ന് പറ്റില്ല, നമ്മളാണ് വീഴും ഇല്ലേ. ഇപ്പൊ വീണടത്ത് നമ്മൾ വീണ്ടും എണീറ്റ് നടക്കും, വീണ്ടും വീഴും, പിന്നെ നമ്മൾ ഓടാൻ തുടങ്ങും. ചിലപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് പിടിച്ച് നടക്കും ഇല്ലേ. വല്ല വണ്ടി പിടിക്കുക, കോല് പിടിക്കുക, വടി പിടിക്കുക, ഇങ്ങനെയൊക്കെ ആയിരിക്കും. വലുതായാലും വയ്യ ഇങ്ങനെ നടക്കും. പക്ഷെ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് വേറൊരാൾ ഇതേ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ കളിയാക്കാൻ പറ്റുമോ? പറ്റില്ല. എന്താണ്? നമ്മൾ അങ്ങനെ വന്നത്. ഇവിടെയാണ് ശാസ്ത്രജ്ഞാനം നേടാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ നമ്മൾ സ്വതവേ വിദ്യാവിജ്ഞാനം ആസ്തിക്യം. ഇപ്പൊ നമ്മൾ ബ്രാഹ്മണ ലക്ഷണമൊക്കെ പറയുമ്പോൾ വിദ്യാവിജ്ഞാനം, അറിവും വേണം, കൂടാതെ എന്ത് വേണം? വിജ്ഞാനം. അപ്പൊ വിദ്യ ഉണ്ടായാൽ പോരാ, വിജ്ഞാനം ഉണ്ടാവണം. അറിവും വിജ്ഞാനം നമ്മൾ വ്യത്യാസം എന്താ? അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പൊ നമ്മൾ പോകണമൊക്കെ അറിവാ, ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നതൊക്കെ അറിവാ. ഇത് നമ്മൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിവാണ്, പക്ഷെ നമുക്കത് ബോധ്യം വേണ്ടേ? നമ്മളിപ്പോ ഈ കഴിക്കുന്ന ഇപ്പൊ നമ്മളെ കയ്യിൽ ഒരു കപ്പ് ഇരിക്കുന്നുണ്ട്, നമ്മൾ ചായക്ക് എന്തൊരു മധുരമാണ് എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് അറിയാം എന്താണ്? കപ്പിൽ ചായ ഉണ്ട്, കഴിച്ചു, ബാബാജി കഴിച്ചു, മധുരം ഉണ്ട് എന്ന് പറയുന്നു.
ആ ചായക്ക് മധുരം ഉണ്ടോ നിങ്ങൾക്ക് അറിയോ? സത്യത്തിൽ ചായ അല്ല കേട്ടോ, വെള്ളം കുടിച്ചേ. അപ്പൊ അതുപോലും നമുക്കറിയില്ല. പക്ഷെ നമ്മൾ കണ്ട് ബോധ്യപ്പെട്ട് അത് കുടിക്കുമ്പോഴാണ് ആ വെള്ളത്തിന് മധുരം ഉണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുക. അപ്പൊ ആ അനുഭവമാണ് വിജ്ഞാനം. അപ്പൊ ആ ഒരു മാറ്റം, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് തന്ത്രം ചില പദ്ധതികൾ വെച്ചിരിക്കുന്നത്. അപ്പൊ വൈദികത്തിൽ നിന്ന് നമ്മൾ വൈഷ്ണവത്തിലേക്കും, വൈഷ്ണവത്തിൽ നിന്ന് ശൈവത്തിലേക്കും, ശൈവത്തിൽ നിന്ന് നമ്മൾ ദക്ഷിണ മാർഗത്തിലേക്കും, ദക്ഷിണത്തിൽ നിന്ന് വാമത്തിലേക്കും കടക്കണം. വാമത്തിലേക്ക് കിടക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? പശുത്വത്തിൽ നിന്ന് നമ്മൾ നേരെ വീരസാധനയിലേക്ക് കടക്കും. വീരസാധന ചെയ്യുന്നതും തന്നെ വീരത്വം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അത് പ്രാക്ടിക്കലി ഇപ്പൊ നമ്മൾ ഒരു ബോട്ടണി ക്ലാസ്സിലോ സുവോളജി ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഒരു ലീഫ്, ഒരു ഇല ഒന്ന് മുറിച്ചെടു കാണിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ സോട്ട് ഇലയുടെ ഈ ഛേദം എന്നൊക്കെ നമ്മൾ പറയില്ലേ മലയാളത്തിലൊക്കെ. അപ്പൊ ആ ഛേദം നമ്മൾ അതിന്റെ സെക്ഷൻ എടുത്തിട്ട് നമ്മൾ വരയ്ക്കാറുണ്ട്. സാധാരണ സുവോളജി ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. അപ്പൊ എന്താണ്, ഇല മുറിക്കാൻ നമുക്കൊരു കുഴപ്പമില്ല, അത് വരയ്ക്കാനും പിടിക്കാനും നമുക്കൊരു കുഴപ്പമില്ല, കമ്പ് പൊടിച്ചെടുക്കാനും പെട്ടെന്ന് കിടന്ന് നടന്നു. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് നടന്നു. അടുത്തത് നമ്മളോട് പറയാണ്, ഇനി നമുക്കൊരു കൂറയുടെ ഛേദം വരയ്ക്കാം എന്ന് പറഞ്ഞാലോ, ആ കൂറയെ പിടിച്ചിട്ട് കീറണം. നമുക്ക് എത്ര ആൾക്ക് പറ്റില്ല. പക്ഷെ എന്താണ്, അടുത്ത സെക്ഷൻ നമുക്ക് പോകണമെങ്കിൽ കൂറയെ പിടിച്ചേ പറ്റുള്ളൂ, കീറിയേ പറ്റുള്ളൂ. ഇത് എന്തിനാണ്? നമുക്ക് ബോധ്യം വേണം. അതിന്റെ സെക്ഷൻ, അതിന്റെ ബ്ലഡ്, ഈ പറഞ്ഞ റെഡ് അല്ല മറ്റുള്ളതല്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പാർട്സ് ഒക്കെ നമുക്ക് ഇപ്പൊ അതൊന്നും ഇല്ല, എന്നാലും ഇപ്പൊ അതിനൊക്കെ ഡമ്മി ഉണ്ട്. പക്ഷെ ആ ഡമ്മി ചെയ്താൽ പോലും നമുക്ക് പരിപൂർണത വരില്ല. ഇതാണ് വീരാരാധന. എന്താണ്? നമുക്ക് അനുഭവത്തിൽ വരണം. എന്താണ് ഈ ജീവൻ, എന്താണ് ജീവന്റെ സഞ്ചാരം, എന്താണ് അതിന്റെ സ്ട്രക്ചർ, എങ്ങനെയാണ് പ്രകൃതിയിൽ വർത്തിക്കുന്നത് എന്നൊക്കെ ബോധ്യപ്പെടാൻ വീരാരാധന വെച്ചു. അപ്പൊ എന്ത് ചെയ്യും? നമുക്കത് അതിന്റെ ഒരു സയന്റിഫിക്കലി അത് നമുക്ക് ബോധ്യമാവും. ആരാധനയിൽ, ഈശ്വരാരാധനയിൽ എപ്രകാരം എന്താണോ നമുക്ക് ബോധ്യമാവുന്നത്. വേദം അറിവാണ്. ആ അറിവ് നമ്മൾ ഈ പറഞ്ഞ തിയറി നമ്മൾ പഠിച്ചു, അടുത്ത് പ്രാക്ടിക്കലി അനുഭവത്തിൽ വരണം. അതാണ് വീരാരാധന. അങ്ങനെ അനുഭവത്തിൽ വന്നാൽ എന്ത് സംഭവിക്കും? നമുക്ക് സ്വാഭാവികമായിട്ടും ദിവ്യത്വം വരും. അതായത് രാജസിക ഭാവമാണ്, താമസിക ഭാവമാണ് പശുത്വം. സാധാരണ നമ്മൾ വേദം അല്ലെങ്കിൽ ഈ പറഞ്ഞ ദക്ഷിണാചാരം, ഈ ശുദ്ധാചാരം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരിക അത് സാത്വികമാണെന്നാണ് വരിക. എന്നാൽ തന്ത്രത്തിന്റെ കാഴ്ചപ്പാട് വേറെയാണ്. അത് താമസികമായിട്ടാണ് തന്ത്രം പറയുക. നമ്മളിപ്പോൾ ക്ഷേത്ര ദർശനം മറ്റുള്ളതൊക്കെ പറയില്ലേ, ഇതൊക്കെ സാധാരണ നോർമൽ കേസൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണൊക്കെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന 99.99% ഉപാസനകളെയും തന്ത്രം പറയുന്നത് അത് താമസികമാണെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് കണ്ട സാധകരോ ആചാര്യന്മാരോ ഒക്കെ തന്നെ തന്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ താമസിക ഭാവത്തിൽ നിൽക്കുന്നവരാണെന്ന് പറയാം. എന്നിട്ട് വീരഭാവത്തിൽ വരുമ്പോൾ ആ രജോഗുണ പ്രധാനിയായിരിക്കുന്ന കർമ്മത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അവിടെ നമുക്ക് എന്തുണ്ടാകും? ഇത് ചെയ്തിട്ട് നമുക്ക് അനുഭവജ്ഞാനം ഉണ്ടാവും. ഇങ്ങനെ തന്ത്രശാസ്ത്രം വിവേകജം എന്നാണ് പറയാ. വിദ്യ 2 വിധം എന്നാണ് കുളാർന്നൊക്കെ പറഞ്ഞത്. ബ്രഹ്മജം, വിവേകജം. ബ്രഹ്മജം എന്ന് പറഞ്ഞാൽ അറിവ്, കേട്ടറിവോ വായിച്ചറിവോ ആയിരിക്കാം. വിവേകജം എന്ന് പറഞ്ഞാൽ വിവേചിച്ച് അറിയുന്നത്. ഇതാണ് വീരാരാധന. അപ്പൊ എന്തായി? വീരാരാധനമായിട്ട് വാമാചാരത്തിലൂടെ ആ ജ്ഞാനം ഉറപ്പിക്കാൻ നമ്മൾ പലതും ചെയ്തു. അപ്പൊ വീരൻ. അതിനുശേഷം നമുക്ക് എന്താണ്? അത് അനുഭവത്തിൽ വന്നാൽ നമ്മളിൽ വരുന്നൊരു ഭാഗമുണ്ട്, അതാണ് ദിവ്യത്വം എന്ന് പറയാം. ദിവ്യത്വം വന്ന ദൈവീകത വന്നു എന്ന് പറയാം. ഇതിനെയാണ് സത്യത്തിൽ നമ്മൾ ബ്രഹ്മജ്ഞാനം, ബ്രാഹ്മണ്യം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്ന് ആ താമസിക ഭാവത്തെയാണ് നമ്മൾ പലപ്പോഴും ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടാവുന്നത്? ചിലത് തെറ്റ്, ചിലത് ശരി, അത് ശുദ്ധം, ഇത് അശുദ്ധം എന്നൊക്കെ പറയും. ശരിക്കും അശുദ്ധാശുദ്ധമൊന്നും ഈശ്വരന്റെ മുന്നിലില്ല. ഒക്കെ ശ്രേഷ്ഠാണൊക്കെ ഈശ്വരനാണൊക്കെ പരാശക്തിയാണ്. അപ്പൊ അത് വാമം. ഈ വാമാചാരത്തിൽ തന്നെ ദിവ്യത്വത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറച്ചും കൂടി തീഷ്ണമായിട്ടുള്ള ഉപാസന. അപ്പൊ നമുക്കറിയാം ശ്മശാന സാധന. നിങ്ങൾ ഈ അഘോരികളുടെയൊക്കെ സമ്പ്രദായമൊക്കെ ഇപ്പൊ ഇന്ന് യൂട്യൂബിലൊക്കെ പലപ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇല്ലേ? ഇത് സിദ്ധാന്തത്തിലാണ് വരും. ഇപ്പൊ മലബാര സമ്പ്രദായം എന്ന് പറയുന്ന സംഭവം ശാബരാണെങ്കിലും അതിലും ഒരുപാട് ഗൂഢമായിട്ടുള്ള പദ്ധതികളുണ്ട്. ഇതൊക്കെ സിദ്ധാന്തത്തിലാണ് വരും. കുറച്ച് വളരെ എന്താ പറയാ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറമാണ്. ഒരു ഉദാഹരണം, ഇപ്പൊ പച്ചമാംസം കഴിക്കാൻ പറ്റുമെന്നൊക്കെ ചിലർ ചോദിക്കും. അത്തരം സമ്പ്രദായങ്ങളൊക്കെ സിദ്ധാന്ത പാരമ്പര്യത്തിലുണ്ട്. അപ്പൊ അങ്ങനെ തീഷ്ണമായിട്ട് പെട്ടെന്ന് എഫക്റ്റീവാ, പക്ഷെ അതിലേക്ക് യാത്ര വളരെ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ അതാണ് സിദ്ധാന്ത പാരമ്പര്യം. സിദ്ധാന്തവും കഴിഞ്ഞാൽ ദിവ്യത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് അവസാന തട്ടിൽ വെക്കേണ്ടതാണ് എന്താണ്? യോഗഭോഗാത്മകമായിട്ട് നമുക്കൊരു ഉപാസനാ പദ്ധതി വരും. അതാണ് കൗള പാരമ്പര്യം. അതിൽ തന്നെ പരിപൂർണമായിട്ടുള്ള ദിവ്യത്വം വരുന്നതാണ് കൗളൻ. ബ്രാഹ്മണൻ എന്നൊക്കെ പറഞ്ഞ പോലെ പദ്ധതിയാണ് കൗളം. ഇതാണ് നമ്മൾ പറഞ്ഞ 7 ശാക്തേയ സമ്പ്രദായ ഭേദങ്ങള്. ഈ സമ്പ്രദായ ഭേദങ്ങളോട് കൂടിയിട്ട് നമുക്ക്
10 ദേവതകളെ ഉപാസിക്കാം പ്രധാനമായിട്ട് എന്ന് പറയുന്നത്. ഇതാണ് ദശമഹാവിദ്യകൾ. വിദ്യ എന്ന് പറഞ്ഞാൽ അറിവാണ്, ശ്രേഷ്ഠാണ്, വേദമാണ്. അതിൽ ദശമഹാവിദ്യ 10 മഹാവിദ്യകൾ. സാക്ഷാൽ സതീദേവി രക്ഷയാഗത്തിന് പരമേശ്വര ഞാനൊന്ന് പോട്ടെ എന്ന് ചോദിച്ച നേരത്തെ ഭഗവാൻ പറഞ്ഞു പോകാൻ പറ്റില്ല. മറ്റേ മനുഷ്യതായാലും പറഞ്ഞ പോലെ ഞാൻ വിടമാട്ടെ, ദുർഗാഷ്ടമി എന്നൊക്കെ പറയില്ലേ, ഇത് പറഞ്ഞ പോലെ ഞാൻ പോട്ടെ എന്ന് ചോദിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സതീദേവി ഭഗവാന് വാമഭാഗമായിട്ട് വരുന്നതിന് മുമ്പ് ഒരു തമ്മിലൊരു ചെറിയൊരു എഗ്രിമെന്റ് ഉണ്ട്. എന്താ വെച്ചാൽ ദേവിയുടെ ശക്തി അറിയാതെ ദേവിയെ ചോദ്യം ചെയ്യാനോ അതുപോലെ തന്നെ ഇൻസൾട്ട് ചെയ്യാനോ പാടില്ല ഒരു കാര്യമുണ്ട്. ഭഗവാൻ എന്താ വെച്ചാൽ പരാശക്തി കൂടെ വന്നപ്പോൾ ആ മായയിൽ ഭഗവാനും പെട്ട് ശക്തിയെ അല്പസമയം മറന്നുകൊണ്ട് എൻ്റെ കേവല ഭാര്യയല്ലേ ചിന്തിച്ചു പോയി. അപ്പോൾ വേണ്ടാന്ന് കൊണ്ട് തടയുന്നുണ്ട്. തടയുന്ന സമയത്ത് ദേവി പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ദേവിയിൽ നിന്ന് 10 ഭാവങ്ങൾ ഉണ്ടായിരുന്നു. 10 ദിക്കിലേക്ക് മാറിക്കൊണ്ട് 8 ദിക്കും മുകളും താഴെയൊക്കെ പാടായിട്ട് ദേവിയുടെ സ്വരൂപങ്ങളൊന്നും ഭഗവാൻ തന്നെ ഭയന്ന് കണ്ണുപൊത്തിയിരുന്നു. സത്യത്തിൽ പരാശക്തി സതീദേവി ഭഗവാനെ കല്യാണം കഴിക്കാനുള്ള കാര്യം എന്താ വെച്ചാൽ ബ്രഹ്മാവും വിഷ്ണുവും ഒക്കെ എന്താ വെച്ചാൽ ദേവിയുടെ ആദിമാത്ര ഭാവം കണ്ടിട്ട് ഭയന്നിട്ട് അവർക്കൊന്നും അന്ന് ദേവിയെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഭയന്നുകൊണ്ട്. എന്നാൽ അന്ന് ദേവിയുടെ ആ ഭയാനകമായ ഭാവം കണ്ടിട്ടും വളരെ സ്നേഹത്തോടു കൂടി ആ പ്രണയം തുളുമ്പുന്ന കണ്ണുകളുമായി നോക്കി നിന്ന ആളാണ് ഭഗവാൻ പരമേശ്വരൻ. ആ ഭഗവാൻ പോലും ദേവിയുടെ 10 ഭാവങ്ങളെ കണ്ട് ഭയന്നു പോയി എന്നാണ്. അങ്ങനെയുള്ള ആ ഭഗവാൻ ഈ ദേവിയുടെ എന്താ പറയാ ദശമഹാഭാവത്തിലുള്ള മഹാഭാവത്തിലുള്ള വിദ്യാസ്വരൂപത്തെ കണ്ട് ഭയന്നിട്ടുണ്ട്. അപ്പോഴാണ് ദേവിനോട് ഭയക്കണ്ട ഞാൻ തന്നെയാണെന്ന് പറയും. ഇങ്ങനെ ആ സമയത്തെടുത്ത 10 രൂപങ്ങളാണ് ദശമഹാവിദ്യയുടെ രൂപങ്ങൾ. അവിടെ സാധാരണയായിട്ടും കാളി, താര, ഷോഡശി, ഭുവനേശി, ഭൈരവി, ബകളാമുഖി, ചിന്നമസ്ത, ധൂമാവതി, മാതങ്കി, കമല എന്ന് തുടങ്ങുന്ന 10 ദേവതകളാണ്. ഈ 10 ദേവതകളാണ് ദശമഹാവിദ്യ എന്ന് പറയാം. നമ്മൾ കാളി, താര, ചിന്നമസ്ത, ധൂമാവതി ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങിയത്. ഇതും തന്നെ ദേവതകൾക്ക് ചെറിയ മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. അതെന്താ വെച്ചാൽ ഈ ദശമഹാവിദ്യകളെ പഠിക്കുന്ന നേരത്തെ നമ്മൾ കാളീകുലം, താരാകുലം, ശ്രീകുലം ഇങ്ങനെ 3 കുലങ്ങളായിട്ട് കാളീകുലം, താരാകുലം, ശ്രീകുലം. ഇതെന്താ വെച്ചാൽ ശ്രീ എന്ന് പറഞ്ഞാൽ ശ്രീവിദ്യാ സംബന്ധിയായിട്ട് വരുന്ന കുലപാരമ്പര്യത്തെ ശ്രീകുലം എന്ന് വിളിക്കും. കാളി പ്രധാന ദേവതയായിട്ട് എടുത്തുകൊണ്ട് വരുന്ന ആ കുലത്തെ കാളീകുലം എന്ന് വിളിക്കും. താരാകുലം എന്നാണ്, താരയാണ് പ്രധാന ദേവതയായിട്ട് വരിക. അപ്പോൾ അങ്ങനെ 3 കുലം എന്ന് പറഞ്ഞാൽ ഉത്ഭവിച്ച ഇടം കേട്ടോ. കുലം എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മളൊക്കെ കുല അറിയോ എന്നൊക്കെ ചോദിക്കില്ലേ. കുലം, കുലസ്ത്രീ എന്നൊക്കെ പറയുന്ന നമ്മളെ പരിഹസിക്കാൻ വേണ്ടിയൊക്കെയാണ് കുലസ്ത്രീ എന്നൊക്കെ പറയും. അതൊക്കെ അറിയാത്ത ആളുകളാണ്, വിട്ടുകളയാം കേട്ടോ. അറിയാത്ത ആളുകൾ പലതും പറയും. അറിവില്ലായ്മയുടെ കുറേ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിവില്ലായ്മ ഉണ്ടാവും. അപ്പൊ അത്രയും ആളുകളൊക്കെ വിടുക. പശുത്വം അങ്ങനെ പലതും പറയില്ലേ. അപ്പോ ആ 3 ഭാവത്തിലും അല്ലെങ്കിൽ 3 കുലങ്ങളിൽ നിന്നുള്ള ആ ദേവികളുടെ പേരിൽ ചെറിയ നേരിയ മാറ്റം ഉണ്ടാവാനും അല്ലെങ്കിൽ ഓർഡറിൽ മാറ്റം ഉണ്ടാവാനും സാധ്യതയുണ്ട്. ഇതിപ്പോ തന്നെ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ധനത്തിന്റെ ദേവതയായിട്ട് നമ്മൾ സാധാരണ പറയാ ലക്ഷ്മിയാണ് പറയാ അല്ലേ. പക്ഷെ തന്ത്രത്തിൽ ലക്ഷ്മി അല്ല, തന്ത്രത്തിൽ കമലയാണ്. ആ മാറ്റം ഒന്ന് ചിന്തിച്ചു നോക്കൂ, കമലയാണ്. അപ്പൊ വിദ്യക്ക് ദേവത എന്താ പറയാ, വിദ്യക്ക് സരസ്വതിയാണ് നമ്മൾ സാധാരണ പറയുക അല്ലേ. പക്ഷെ ഇവിടെ മാതങ്കിയാണ് വിദ്യക്ക് ദേവത. സരസ്വതി അല്ല, സരസ്വതി ഇല്ല, മാതങ്കിയാണ്. പക്ഷെ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. പിന്നീട് നമുക്ക് മനസ്സിലാക്കാം, കൂടുതൽ കൺഫ്യൂഷനിലേക്ക് പോകുന്നില്ല. ഇത് കൂടാതെ തന്നെ ഈ പറയപ്പെടുന്ന ദശമഹാവിദ്യയാവട്ടെ അല്ലെങ്കിൽ ദേവികളുടെ നാമങ്ങൾ തന്ത്രത്തിന്റെ നാമങ്ങളാവട്ടെ, ഇത് നമുക്ക് ദേശകാലങ്ങൾക്കനുസരിച്ചും തന്ത്രശാസ്ത്രത്തിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറയാം. അത് അശ്വക്രാന്ത, രഥക്രാന്ത, വിഷ്ണുക്രാന്ത എന്നൊക്കെയാണ് ദേശത്തിനെ വെച്ച് പറയുക. ഇതൊന്നും വലിയ ഇമ്പോർട്ടന്റ് കാര്യമില്ല. ഞാൻ എന്തൊക്കെ പറഞ്ഞു വെച്ചാലേ നമ്മൾ മനസ്സിലാക്കുന്ന ശാസ്ത്രം വലുതാണെന്ന് മനസ്സിലാക്കുക. തന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകളുടെ മനസ്സിലേക്ക് ഓടിയെത്തപ്പെട്ടത് ഒരു ക്ഷേത്രത്തെ ചുറ്റോറോ ഒരു തറ്റുകൊടുത്തിട്ട് ഒത്തിരിയൊക്കെ പിരിച്ചിട്ടിട്ട് കുറെ കുറിയൊക്കെ ഇട്ട് കുറെ ചോറുകൊണ്ട് ഹവിസ് തൂകാൻ പോകുന്ന ഒരു ശാന്തിക്കാരനും അതിന്റെ പിന്നാലെ കുറെ വാദ്യവും ഇതൊക്കെയാണ് നമ്മളെ മനസ്സിലേക്ക് തന്ത്രം എന്ന് പറയുമ്പോൾ വരിക. പക്ഷെ ഇത് ക്ഷേത്ര ഉപാസന ആരാധന എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ വൈദികം ദക്ഷിണം എന്നൊക്കെ പറയുമ്പോൾ തന്ത്രശാസ്ത്രത്തിന്റെ LKG ആണ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇതിന്റെ ഹയർ ഡിഗ്രി ഒക്കെയാണ്, വലിയ തലമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വലുതായി എന്തോ മനസ്സിലാക്കാൻ പോകും. അപ്പൊ അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അപ്പൊ ദേശകാലങ്ങൾക്കനുസരിച്ച് തന്ത്രശാസ്ത്രത്തിന് വ്യത്യാസമുണ്ട്. അതിൽ കേരളത്തിനെ സംബന്ധിച്ചായാലും ശരി ഈ ഒക്കെ ഓരോരോ ഭേദങ്ങളൊക്കെ വിന്ധ്യപർവ്വത്തിനോട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇനി നമുക്ക് നേരെ ശ്രീവിദ്യാ സമ്പ്രദായത്തിലെ ആചരണങ്ങളെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം. ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ തന്നെ നമ്മൾ ഈ ശ്രീവിദ്യ ശ്രീചക്ര പൂജ എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെ ആരാധനയിൽ പ്രധാനമായിട്ടും 3 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 3 സെക്ഷൻ ഉണ്ട്, 3 രീതി ഉണ്ട് എന്ന് മനസ്സിലാക്കും. ഒന്ന് കൗളം, മറ്റൊന്ന് സമയം, പിന്നെ ഒന്ന് മിശ്രം. കൗളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗളത്തിൽ പ്രധാനപ്പെട്ട്
പഞ്ചമകാര സാധനയാണ് കൗളം എന്ന് പറയുക. ശ്രീചക്രം പൂജിക്കാൻ കൗളമാർഗത്തിൽ പൂജിക്കുകയാണെങ്കിൽ അതിൽ പഞ്ചമകാരം എന്ന് പറയുക മദ്യം, മത്സ്യം, മാംസം, മുദ്ര, മൈഥുനം ഇങ്ങനെ തുടങ്ങുന്ന 5 കാര്യങ്ങൾ. 5 കാര്യങ്ങൾ വെച്ചിട്ടുള്ള പൂജയാണ് കൗള പൂജ. ഇതിൽ തന്നെ പൂർവ്വ കൗളനും ഉത്തര കൗളനും ഉണ്ട്. പൂർവ്വ കൗളൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള കൗളൻ. അതിലെന്താ വെച്ചാൽ ഈ പറയപ്പെടുന്ന 5 കാര്യങ്ങൾ ആ കേൾക്കുന്ന പോലെ തന്നെ മദ്യം എന്ന് പറഞ്ഞാൽ മദ്യം, മത്സ്യം എന്ന് പറഞ്ഞാൽ മത്സ്യം, മാംസം എന്ന് പറഞ്ഞാൽ മാംസം, മൈഥുനം എന്ന് പറഞ്ഞാൽ മൈഥുനത്തിന് സ്ത്രീ പുരുഷ ലൈംഗിക ബന്ധം, മുദ്ര എന്ന് പറഞ്ഞാൽ അത് ധാന്യം അല്ലെങ്കിൽ പണം, ഇത്തരം കാര്യങ്ങളാണെങ്കിൽ കയ്യിൽ കാണിക്കുന്ന മുദ്രകളാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ പഞ്ചമകാരങ്ങൾ പൂർവ്വ കൗളന്. ഉത്തര കൗളൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പ്രതീകങ്ങളാണ് വെക്കുക. മദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പാനകം വെക്കുക, മൈരയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മദ്യങ്ങളുണ്ട്. പിന്നെ കൂടാതെ പല മദ്യങ്ങൾ 12, 16 മദ്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള വിധിയൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങളാണ് കടയിൽ നിന്ന് വാങ്ങുന്ന മദ്യമല്ല. മത്സ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനും തന്നെ പ്രതീകങ്ങൾ വെക്കുന്ന രീതിയുണ്ട്. കൂടാതെ നമ്മൾ ശ്വാസോച്ഛ്വാസം, പ്രാണായാമ ക്രിയ ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ പ്രതീകാത്മകമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ കൗളമാർഗത്തിന്റെ ഉത്തര കൗളന്മാര് ഈ ദ്രവ്യങ്ങൾ ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെ ശ്രീചക്രം പൂജിക്കുന്ന രീതിയുണ്ട്. ഇനിയാണ് സമയക്രമം എന്ന് പറഞ്ഞാൽ സമയം യാതി ഈതി സമയം വെച്ചാൽ നമ്മൾ ആന്തരികമായിട്ടുള്ള പദ്ധതിയാണ് സമയാചാരം. അവിടെ സത്യത്തിൽ ശ്രീചക്രം ബാഹ്യമായിട്ടുള്ളൊരു വസ്തുവല്ല. കൗളത്തിൽ തന്നെ അതൊന്ന് പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞു പോകാം. കൗളത്തിൽ ശ്രീചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തര കൗളന് ശ്രീചക്രം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ശ്രീചക്ര പൂജ ഇപ്പോൾ പലരും ശ്രീചക്രം വാങ്ങി വെച്ചിട്ടുണ്ടാവും വീട്ടിൽ. ഇനിയിപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ പൂജിക്കണമെങ്കിൽ ശ്രീചക്രം വാങ്ങണം. ഇങ്ങനെ വാങ്ങിയിട്ട് വെക്കുന്ന ഈ യന്ത്രങ്ങൾ, ചിത്രങ്ങൾ, ഇതൊക്കെയാണ് ഉത്തര കൗളനെ സംബന്ധിച്ച് ശ്രീചക്രം. എന്നാൽ പൂർവ്വ കൗളനെ സംബന്ധിച്ച് ശ്രീചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാങ്ങി വെക്കുന്നതല്ല, അത് ദേഹോ നവരന്ധ്ര രൂപ. ഈ ശരീരമാണ് പൂർവ്വ കൗളന് ശ്രീചക്രം. അപ്പൊ അതില് ഇപ്പൊ ഭാര്യയും ഭർത്താവും ഒക്കെ ആണെങ്കിൽ ഭർത്താവിന് ഭാര്യയുടെ ശരീരമാണ് ശ്രീചക്രം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ ശരീരമാണ്. ഇല്ല ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവനവന്റെ ശരീരമാണ്, മറ്റുള്ളവരുടെ ശരീരമാണ്. അപ്പൊ അതുകൊണ്ട് പൂർവ്വകൗളനൊക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ സമയാചാരത്തിൽ അതിനു വേണ്ടി ആന്തരികം നമ്മുടെ ഷഡ്ചക്രങ്ങളുമായിട്ടും ബന്ധപ്പെട്ടതാണ് അവിടെ ശ്രീചക്രം. നമ്മളുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം എന്നൊക്കെ തുടങ്ങുന്ന ആധാര ചക്രങ്ങളും അതിൽ വർത്തിക്കുന്ന ദേവതകളും. അതാണ് സമയാചാരം. അപ്പൊ ആന്തരിക സാധനയാണ് സമയാചാരം. ശ്വസനക്രിയയൊക്കെയാണ് അതിൽ പ്രാധാന്യം. അന്തർയാഗ സമാരാധ്യം അല്ലെ. അപ്പൊ അന്തർയാഗങ്ങളെ കുറിച്ച് നമ്മൾ ലളിതാശ്രമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉള്ളിന്റെ ഉള്ളിൽ ആരാധിക്കുന്ന രീതിയാണ് സമയാചാരം. മിശ്രം എന്ന് പറഞ്ഞാൽ കൗളവും സമയവും മിക്സ് ചെയ്തിട്ടുള്ള രൂപമുണ്ട്. കൂടാതെ വൈദികവും ഈ പറയുന്ന കൗള അല്ലെങ്കിൽ തന്ത്രപാരമ്പര്യം മിക്സ് ചെയ്തതിന് മിശ്രം എന്ന് പറയും. ഇങ്ങനെയൊക്കെയാണ് ശ്രീചക്രം സാധാരണഗതിയിൽ പൂജിച്ച് വരുന്നത്. പിന്നെ കൂടാതെ ശ്രീചക്രം പൂജിക്കാൻ ഉപയോഗിക്കുന്ന മന്ത്രം സാധാരണ ലളിതാപരമേശ്വരിയുടെ മന്ത്രമായിട്ട് പറയാം. നമ്മൾ പഞ്ചദശി മന്ത്രം എന്നാണ് പറയുക. 15 അക്ഷരമുള്ള മന്ത്രമാണ് സാധാരണഗതിയിൽ പറഞ്ഞു വരുന്നത്. ആ മന്ത്രം തന്നെ കാതിവിദ്യ, ഹാദിവിദ്യ, സാദിവിദ്യ എങ്ങനെ വ്യത്യസ്ത രീതിയിലുണ്ട്. കാതിവിദ്യ എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുന്നു വേണ്ട. കായിൽ ആരംഭിക്കുന്ന വിദ്യ, കായയിൽ ലഹരി എന്നൊക്കെ തുടങ്ങുന്ന കായിൽ ആരംഭിക്കുന്നു. ഹസകലറിയും എന്ന് തുടങ്ങുന്ന ഹായിൽ ആരംഭിക്കുന്ന ഹാദിവിദ്യ. പിന്നെ സായിൽ ആരംഭിക്കുന്ന വിദ്യ. അത്രയേ ഉള്ളൂ. ആ മന്ത്രത്തിന്റെ അക്ഷരം സാലോ കാലോ ഹാലോ ഒക്കെ തുടങ്ങും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ആ വ്യത്യാസങ്ങൾ അതിനുശേഷം പേരുകൾക്ക് വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഈ മന്ത്രം കൊണ്ടാണ് സാധാരണ നമ്മൾ ശ്രീചക്രം പൂജിക്കാനുള്ള മന്ത്രം അതാണ്. അതിൽ തന്നെ ഈ 15 അക്ഷരമല്ലാതെ 28ഉം 51ഉം തുടങ്ങി പല രീതിയിൽ അക്ഷരങ്ങൾ വരുന്ന മന്ത്രങ്ങൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അതും ശ്രീചക്ര പൂജയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഷോഡശി, മഹാഷോഡശി രീതികളൊക്കെ ശ്രീചക്രം പൂജിക്കാൻ മന്ത്ര വ്യത്യാസമുണ്ട്. കൂടാതെ ബാലാപരമേശ്വരി മന്ത്രം കൊണ്ടും ശ്രീചക്രം പൂജിക്കലും ബാലാമന്ത്രം തന്നെ ശ്രീവിദ്യാ മന്ത്രമായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. കൂടാതെ ശ്രീചക്രത്തിൽ ഏത് ദേവതമാരെയും പൂജിക്കാനുള്ള വിധി ഉള്ളത് കൊണ്ട് എല്ലാ ദേവതകളെയും പൂജിക്കുന്നവരുണ്ട്. അപ്പോൾ അതാത് മന്ത്രങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷെ സ്വതവേ പറയാം, സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ രൂപമാണ് ശ്രീചക്രം എന്ന് പറയാം. അപ്പൊ സ്വാഭാവിക ലളിതാ പരമേശ്വരിക്ക് തന്നെയാണ് പ്രാധാന്യമുള്ള അമ്മയുടെ സ്വരൂപമായിട്ടാണ് ശ്രീചക്രം പറയാം കേട്ടോ. പിന്നെ കൂടാതെ നമ്മൾ ഈ ശ്രീചക്രം പൂജിക്കണമെങ്കിൽ ആ ശ്രീചക്രവും ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട് 12 ഗുരുക്കന്മാരെ പറയും. ആദി ഗുരുക്കന്മാരെ പറയും. ആ ഗുരുക്കന്മാരുടെ പേര് യഥാവിധി
മനു, ചന്ദ്രൻ, കുബേരൻ, ലോപാമുദ്ര, മന്മഥൻ, അഗസ്ത്യൻ, അഗ്നി, സൂര്യൻ, ഇന്ദ്രൻ, സ്കന്ദൻ, ശിവൻ, ദുർവാസാവ്, ഇങ്ങനെയുള്ള 12 ഗുരുക്കന്മാരിൽ നിന്നാണ് ശ്രീവിദ്യാപാരമ്പര്യം വ്യാപിച്ചിരിക്കുന്നത്. ഈ ദുർവാസാവിന്റെ ശരിക്കും ദീക്ഷാനാമമായിട്ട് പറയാം ക്രോധഭട്ടാരകൻ എന്നാ പറയാം. ഈ ക്രോധ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുരാണത്തിലൊക്കെ ദുർവാസാവ് മഹർഷിനെ ഭയങ്കര ദേഷ്യക്കാരനായിട്ട് കാണിക്കുന്നത്. ദേഷ്യമുള്ളതുകൊണ്ടല്ല, ആ താന്ത്രികമായിട്ടുള്ള ഗുപ്തനാമത്തെ പ്രകടിപ്പിക്കുന്നതാണ് ക്രോധഭട്ടാരകൻ എന്നുള്ളതിന്റെ ഭാവമാണ് ആ ക്രോധം കാണിക്കുന്നത്. ദുർവാസാവ് കോപം ഉണ്ടായിട്ടല്ല, ആ പേരിന്റെ ഒരു പ്രകടനമാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ അറിയാത്ത പുരാണമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് കഥകളാ കേൾക്കല്ലേ. നമ്മളിപ്പോ സ്വതവേ നമ്മളൊക്കെ പറയാറുണ്ട് നമുക്ക് കഥകൾ അങ്ങനെ വരില്ല എന്ന് വെച്ചാൽ തന്ത്രത്തിൽ കഥകളില്ല. തന്ത്രത്തിൽ തത്വജ്ഞാനമാണുള്ളത്. നമ്മൾ തന്ത്രം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൂജ നേരിടും, അങ്ങനെയല്ല, തത്വജ്ഞാനമാണ്. ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സിന്റെ ഇക്വേഷൻ എങ്ങനെയാ, ഇതാണ് തന്ത്രം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോ വെള്ളം എന്ന് പറഞ്ഞാൽ H2O അല്ലേ, H2O ആണ് ഒരു വെള്ളത്തിന്റെ കണം എന്നാ പറയുക നമ്മൾ. ഈ H2O എന്ന് പറയുന്ന ഇതാണ് നമ്മളെ സംബന്ധിച്ച് തന്ത്രം. അതിന്റെ ഇക്വേഷനാണ്, അതിന്റെ രാസപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന. അതിനു വേണ്ടി പുരാണാണെങ്കിലോ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ, ഹൈഡ്രജൻ സഹോദരങ്ങൾ 2 പേര് ഒരു ഓക്സിജൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലായി, അതിലൊരു കുട്ടി ഉണ്ടായി. ഇതാണ് വെള്ളം എന്ന് പറയുന്ന ആ രീതിയാണ് സത്യത്തില് പുരാണം. സത്യത്തിൽ പുരാണം പറഞ്ഞാൽ അങ്ങനെയാ പറയാ. തന്ത്രം എന്ന് പറഞ്ഞാൽ H2O ഇതാണ്. അപ്പൊ ആ മാറ്റം, അപ്പൊ അതിൽ തന്നെ ഈ ക്രോധഭട്ടാരകനോ എന്തെങ്കിലുമൊക്കെ എന്ന് പറയുന്ന നേരത്തിലൊക്കെ അപ്പൊ അർത്ഥങ്ങൾ പുരാണങ്ങളിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇതുപോലെയാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ പറയപ്പെടുന്ന 12 ഗുരുക്കന്മാരിലൂടെയാണ് തന്ത്രശാസ്ത്രം പ്രചരിപ്പിച്ചത്, ശ്രീവിദ്യാ പാരമ്പര്യം പ്രചരിക്കപ്പെടുന്നത്. അപ്പൊ നമ്മളിപ്പോ ശ്രീചക്രം പൂജിക്കണമെങ്കിൽ എന്ത് വേണം, ഈ പറയപ്പെടുന്ന ഗുരുപരമ്പരയുടെ ഭാഗമാവണം. അപ്പോൾ നിങ്ങളുമായി സംസാരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിട്ട് അതൊന്ന് പറയാൻ വിട്ടുപോയാൽ വലിയൊരു മറിയുകയും അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളെ ഇപ്പോൾ ബഹുമാന്യ അവിനാഷ് ജി അഭിസംബോധന ചെയ്തത് കേരളത്തിൽ നമ്മളെ അറിയപ്പെടുന്നത് ചണ്ടാള ബാബ എന്നാണ്. എന്നാൽ ചണ്ടാള ബാബ എന്ന് പറയുമ്പോഴും നമുക്ക് ഈ സമ്പ്രദായ ബന്ധം ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ദീക്ഷാനാമം വേണം. ആ ദീക്ഷാനാമം എന്ന് പറയുന്നത് ആദിനാഥനിൽ നിന്ന്, തന്ത്രശാസ്ത്രത്തിൽ ശിവനെ വിളിക്കുന്ന പേര് ആദിനാഥൻ എന്നാണ്. എല്ലാവർക്കും ശിവനൊന്നും അങ്ങനെ പേരൊന്നും അല്ല, അങ്ങനെയൊന്നും കരുതരുത്. ഇപ്പൊ മലബാര സമ്പ്രദായത്തിലൊക്കെ നല്ലച്ഛൻ എന്നാ പറയാ. അപ്പോൾ ഈ സമ്പ്രദായത്തിൽ വിദ്യാപാരമ്പര്യത്തിൽ പറയാ ആദിനാഥൻ എന്നാണ് ഭഗവാൻ പരമേശ്വരനെ പറയാം. ആ ആദിനാഥനാണ് ആദിഗുരു. ആദിഗുരു ആവുമ്പോൾ ആ ആദിഗുരുവിൽ നിന്ന് തുടങ്ങുന്ന ഗുരുപരമ്പരയുടെ കണ്ണിയായാൽ മാത്രമേ നിങ്ങൾക്ക് ശ്രീവിദ്യയോ ശ്രീചക്രോ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അവിടെ പുറത്തുനിന്ന് പറ്റില്ല, പുറത്തുനിന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അവധൂതന്മാരിൽ നിന്ന് പോലും ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണത വരില്ല എന്നാണ് ശ്രീവിദ്യയുടെ പ്രത്യേകത. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആദിനാഥൻ എന്ന് പറയുന്ന ശിവനിൽ നിന്ന് തുടങ്ങി 239 കണ്ണിയാണ് നമ്മൾ. നമുക്ക് മുമ്പോട്ട് എണ്ണിക്കഴിഞ്ഞാൽ 239 അവിടെ എത്തുമ്പോൾ അവിടെ ആദിനാഥനാണ്, ഇവിടെ എത്തുമ്പോൾ നമ്മളാണ്. ഇങ്ങനെ നമ്മളെ പോലെ ഒത്തിരി ആളുടെ നമ്മൾ മാത്രമായിട്ടല്ല പറയുന്നത്. അപ്പൊ നമ്മൾ 239 കണ്ണിയാണ്. ആ 239 കണ്ണിയായിട്ടുള്ള നമ്മുടെ ദീക്ഷാനാമം ആദിനാഥൻ എന്ന നമ്മുടെ ആദിഗുരുവിന്റെ പേര് പറയുമ്പോൾ നമ്മളെ പേര് വിവേകാനന്ദനാഥൻ എന്നാണ്. ആ വിവേകാനന്ദനാഥനായിട്ടാണ് നിങ്ങൾക്ക് ശ്രീചക്രത്തിന്റെ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ഇത്തരം ദീക്ഷാനാമങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന സമ്പ്രദായത്തിന്റെ രീതി ആവുകൊണ്ട് വല്ലാണ്ട് നമ്മളൊന്നും പറയാറില്ല. സന്യാസിമാരുടെ പേര് പോലെയാണ് കേട്ട് കഴിഞ്ഞാൽ, പക്ഷെ തന്ത്രത്തിൽ അത് വല്ലാണ്ട് പ്രകടിപ്പിക്കേണ്ട എന്നുള്ളത് കൊണ്ടും അത് ശിഷ്യന്മാരാണെങ്കിൽ പോലും എപ്പോഴും പറയാൻ പാടില്ല ഗുരുനാമം. അത് മന്ത്ര. ആദിനാഥൻ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പേര് കരുതും അല്ലേ, വിവേകാനന്ദനാഥൻ അത് പേരായിട്ടാണ് കരുതുക. എന്നാൽ അങ്ങനെയല്ല, വിവേകാനന്ദനാഥൻ എന്ന് പറഞ്ഞാൽ അത് മന്ത്രമാണ്. തന്ത്രശാസ്ത്രത്തിൽ ഗുരുവിന്റെ പേര് തന്നെ മന്ത്രമാണ്. അതാണ് പ്രഥമ മന്ത്രം. ഈ സമ്പ്രദായത്തെ ഫോളോ ചെയ്യണമെങ്കിൽ ഏത് ഗുരുപരമ്പരയിലും ശരി, ആ ഗുരുപരമ്പരയിലെ ഗുരുവിന്റെ നാമമാണ് പ്രഥമ മന്ത്രോപദേശം. അപ്പൊ ആളല്ല, ദേവത തന്നെയാണ് ഗുരു എന്നുള്ള ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് ആ പേരോട് കൂടിയിട്ടാണ് നമ്മളിലേക്ക് കിടക്കുക. അപ്പൊ അങ്ങനെയാണ് നിങ്ങളൊക്കെ അധികാരികളാകാനും പോകുന്നത്. പിന്നെ കൂടാതെ പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ ഗുരുക്കന്മാരുടെ പേര് പറഞ്ഞു. ഈ ഗുരുക്കന്മാരുടെ പേര് കൊണ്ട് തന്നെ ഇപ്പൊ ആനന്ദ ഭൈരവ സമ്പ്രദായം, ഹയഗ്രീവ സമ്പ്രദായം എന്നൊക്കെ സമ്പ്രദായം പറയുമ്പോൾ ഈ ശ്രീചക്രം എന്ന് പറയുന്നത്, ശ്രീചക്രം നമ്മൾ ഈ വരച്ചിട്ടോ അല്ലെങ്കിൽ യന്ത്രങ്ങൾ വാങ്ങണോ സമയത്ത് അതിന്റെ രൂപത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പൊ ശ്രീചക്രത്തില് ഭൂപുരം കഴിഞ്ഞാൽ, ഭൂപുരം എന്ന് പറഞ്ഞാൽ ചതുരത്തിലൊരു ഭാഗമാണ് ഫസ്റ്റ് ഭാഗം വരുന്നത്. ആ ഭാഗം കഴിഞ്ഞാൽ പിന്നെ അകത്ത് നമുക്കൊരു 3 ലൈനുകൾ കാണാൻ പറ്റും, 3 വൃത്തങ്ങൾ. ഈ വൃത്തം ചില ശ്രീചക്രത്തിൽ ഉണ്ടാകും, ചിലത്തിൽ ഉണ്ടാകില്ല. ഇപ്പൊ ആനന്ദ ഭൈരവ സമ്പ്രദായത്തില്
ഈ വൃത്തങ്ങൾ ഉണ്ടാകും, പക്ഷെ ആ വൃത്തത്തിൽ പൂജിക്കാറില്ല. അപ്പൊ ശ്രീചക്രം വാങ്ങണ നേരത്ത് നോക്കി വാങ്ങണം. ഏതെങ്കിലും ശ്രീചക്രമായിട്ട് കയ്യില നമ്മുടെ സമ്പ്രദായത്തിൽ ഏത് ശ്രീചക്രമാണോ പൂജിക്കേണ്ടത് ആ സമ്പ്രദായത്തിലുള്ള ശ്രീചക്രം മാത്രമേ വാങ്ങാൻ പറ്റുള്ളൂ. എല്ലാ ശ്രീചക്രവും നമുക്ക് പൂജിക്കാൻ പറ്റും. അതും ഗൃഹസ്ഥാശ്രമികൾക്ക് പൂജിക്കാനുള്ള ശ്രീചക്രത്തിലും സന്യാസികൾക്ക് പൂജിക്കാനുള്ള ശ്രീചക്രത്തിലും വ്യത്യാസമുണ്ട്. സന്യാസികൾ പൂജിക്കേണ്ട ശ്രീചക്രം ഗൃഹസ്ഥാശ്രമികൾ പൂജിച്ചാൽ ഉണ്ടാകുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവില്ല, നമ്മൾ ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ട ഒന്നും ഉണ്ടാവില്ല, സന്യാസിയെ പോലെ ആയിപ്പോകും. അപ്പൊ അതുകൊണ്ടൊരു മാറ്റമുണ്ട്. എന്നാലോ വിധിപ്രകാരം ആരാധിക്കേണ്ട ശ്രീചക്രത്തിൽ ആരാധിച്ചു കഴിഞ്ഞാലോ സർവ്വ സൗഭാഗ്യങ്ങളും ശ്രീചക്രം നമുക്ക് കൊണ്ടുവരും. ദക്ഷിണാമൂർത്തി സമ്പ്രദായത്തിന്റെ പ്രത്യേകത വൃത്തത്രയം വരയ്ക്കും, ആ വൃത്തത്രയം ഉണ്ടായിരിക്കും, അതിലെ ദേവതകളെയും പൂജിക്കും. അതാണ് ദക്ഷിണാമൂർത്തി സമ്പ്രദായം. ഹയഗ്രീവ സമ്പ്രദായത്തിലെ ശ്രീചക്രം നോക്കിക്കഴിഞ്ഞാൽ വൃത്തത്രയം ഉണ്ടാവില്ല, അതിൽ പൂജയില്ല. പിന്നെ കൂടാതെ ശ്രീചക്രം, ഈ ചക്രം എന്ന് പറഞ്ഞാൽ തന്നെ അത് ചർ എന്ന ധാതു എന്നാണ് ഉണ്ടാവുന്നത്, ചലിക്കുക. അപ്പൊ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ ഈ കാലം തന്നെയാണ്, പരാശക്തി സ്വരൂപമല്ലേ, അപ്പൊ അതുകൊണ്ടാണ് ചക്രം എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ ശ്രീചക്രത്തിന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഭൂപ്രസ്തരം, മേരുപ്രസ്തരം, കൈലാസപ്രസ്തരം, ഇങ്ങനെ ഒരുപാട് രീതിയുണ്ട്. പ്രധാനമായിട്ടും പറയും ഭൂപ്രസ്തരം എന്ന പരന്ന ടൈപ്പ് ആയിരിക്കും. ഇപ്പൊ നമ്മളൊരു ഫോണിന്റെ ഒക്കെ പ്രതലം പോലെ ഇങ്ങനെ പരന്നിരിക്കുന്ന ഇതാണ് ഭൂപ്രസ്തരം, ഭൂമി പോലെ ഉണ്ടാവുക. അപ്പൊ അതിൽ തന്നെ എന്താ വെച്ചാൽ കുറച്ച് പൊന്തിയ ടൈപ്പ് ഒക്കെ ഉണ്ട്. കൂർമ്മപ്രസ്തരത്തിൽ കിടക്കുമ്പോൾ കുറച്ച് പൊന്തിയ പോലെയുള്ളതുണ്ട്, നന്നായി പൊന്തിയ പോലെ ഉണ്ടെങ്കിൽ അപ്പൊ ഒരു കൂർമ്മപ്രസ്തരം എന്നൊക്കെ പറയും. മേരുപ്രസ്തരം എന്ന് പറയുമ്പോൾ ഒരു ഉയർന്ന ഭാഗമായിട്ടാണ് ഉണ്ടാവുക, ഉയർന്നിട്ടാണ് ഉണ്ടാവുക. കൈലാസപ്രസ്തരം എന്ന് പറഞ്ഞാൽ കുത്തനെയാണ്, ഒന്നും കൂടി നിവർന്നിട്ട്. ഇതൊക്കെ പ്രൊപ്പോർഷന് വ്യത്യാസമുണ്ട്. അപ്പൊ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ ഭൂപ്രസ്തരം, മേരുപ്രസ്തരം, കൈലാസപ്രസ്തരം എന്നിങ്ങനെ ശ്രീചക്രത്തിന് ഈ പ്രസ്ഥാനത്തിന്റെ ഘടനത്തിന്റെ ഭാഗമായിട്ടുണ്ട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ കൂടെ ശ്രീചക്രത്തില് 9 ആവരണങ്ങളുണ്ട്. എന്താ ആവരണം എന്ന് ചോദിച്ചാൽ ലെയേഴ്സ്. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ നമ്മുടെ സ്കിൻ, ഇതിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ രക്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എല്ല് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ വരില്ലേ, ഇതാണ് ലെയർ. അപ്പൊ ആ ലെയർ പോലെയാണ് ശ്രീചക്രം ഉണ്ടായിരിക്കുക. അപ്പൊ അവിടെയാണ് 9 ദേഹോ നവരന്ത്ര 9 ലെയറുകളാണുള്ളത്. അത് ആ ഏറ്റവും പുറത്തെ ഭാഗം എന്ന് പറയുന്നത് ഭൂപുരത്രയം എന്നാണ് പറയുക. അപ്പൊ സ്വാഭാവികം പുറത്ത് ഒരു ചതുരാണ് ഉണ്ടാവുക, ചതുരത്തിന് തന്നെ 3 ലെയർ ഉണ്ട്. അപ്പൊ അതാണ് ഭൂപുരത്രയം. അതിന്റെ ഉള്ളിലേക്കാണ് വൃത്തത്രയം, 3 വട്ടം ഉണ്ടായിരിക്കും. അതിന്റെ ഉള്ളിൽ വരിക പിന്നെ 16 ദളാണ് വരിക, 16 ഇതളുകൾ വരും. ഇതിനാണ് 16 ഷോഡശദളം എന്നാണ് അതിന് സാധാരണ പറയുക, 16 ദളം. പിന്നെ അഷ്ടദളം, പിന്നെ അതിന്റെ ഉള്ളിൽ വരിക 8 ഇതളുകളുള്ള ഒരു ഭാഗം, ഒരു പുഷ്പമായിട്ടാണ് വരിക. അതിന്റെ ഉള്ളിൽ പിന്നെ ചതുർദശ കോണം, 14 കോണുകളോട് കൂടിയിട്ടുള്ളതാണ് അകത്തുള്ള പിന്നെ ആ ഒരു ഭാഗം വരുന്നത്. പിന്നെ ബഹിർദശാരം, 14 ത്രികോണങ്ങൾക്കുള്ളിൽ പുറത്തേക്ക് നിൽക്കുന്ന 10 ത്രികോണങ്ങൾ വരും. പിന്നെ അന്തർദശാരം, നേരെ ഉള്ളിൽ പിന്നെ വീണ്ടും 10 ത്രികോണങ്ങൾ വരുന്ന രീതിയുണ്ട്. പിന്നെ അഷ്ടകോണം, പിന്നെ 8 കോണുകളാണ് അടുത്തത് അതിൻ്റെ ഉള്ളിൽ വരിക. പിന്നെ കൂടാതെ ത്രികോണം, അതിൻ്റെ ഉള്ളിലാണ് ത്രികോണം വരിക. ആ ത്രികോണത്തിന് നടുക്ക് ഒരു ബിന്ദു ആണ് ഉണ്ടാകുക. ശ്രീചക്രം ശിവയോർ വപു എന്നാണ് പറയുക. അതായത് ശ്രീചക്രം ശിവയോർ വപു എന്ന് പറഞ്ഞാൽ ശിവയുടെ, പരാശക്തിയുടെ, വപു ശരീരം. അപ്പൊ ശ്രീചക്രം എന്ന് പറഞ്ഞാൽ പരാശക്തിയുടെ സ്വരൂപമാണ് എന്ന് പറയാം. പിന്നെ കൂടാതെ ശ്രീചക്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഊർധ്വമുഖം, മുകളിലേക്ക് നിൽക്കുന്ന 4 ത്രികോണങ്ങളും താഴേക്ക് നിൽക്കുന്ന 5 ത്രികോണങ്ങളുമാണ് ആകെ ശ്രീചക്രത്തിൽ ഒരു സമയിനെ കാണാൻ പറ്റുക. അത് 9 ത്രികോണങ്ങളായിട്ടാണ് പറയുക. ഈ 9 ത്രികോണങ്ങൾ ചേരുമ്പോൾ അതിൽ 43 ത്രികോണങ്ങൾ ഉണ്ടായി വരും. അതിൽ ആ ബിന്ദു നടുക്കുള്ള ആ കൊത്ത് അല്ലേ, ആ കൊത്ത് കൂടി ചേർത്താൽ 44 ത്രികോണമായിട്ടാണ് സൗന്ദര്യ ലഹരിയൊക്കെ അതിനെ എണ്ണിയിരിക്കുന്നത്, 44 ആയിട്ടാണ് പറയുക. കൂടാതെ തന്നെ ശ്രീചക്രം ഈ എല്ലാ വരകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരുന്ന സമയത്ത് ഈ കോണുകൾ ചേരുമ്പോൾ 24 നാഡികളും 28 മർമ്മങ്ങളും അതിൽ ഉണ്ടായി വരും. പിന്നെ അപ്പോൾ അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ചേരുന്ന ഭാഗത്തുള്ളതാണ്. ഇപ്പൊ 2 വരകൾ ചേരുന്ന സമയത്ത് ഉണ്ടാവുമ്പോൾ അതിനാണ് നാഡികൾ എന്ന് പറയാം. പിന്നെ 3 ചേരുമ്പോൾ മർമ്മങ്ങൾ എന്ന് പറയാം. അതൊക്കെ അതിൻ്റെയൊക്കെ ഭാഗമാണ്. അത് വലിയൊരു വിഷയത്തിലേക്ക് എനിക്ക് പോവാത്തതുകൊണ്ടാണ്, സ്ട്രക്ചറിലേക്ക് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഈ പറയുന്ന പോലെ 4ഉം 5ഉം ത്രികോണങ്ങൾ എന്ന് പറയുന്ന നേരത്തിന് 4 ത്രികോണങ്ങൾ ശിവം ഊർധ്വമുഖമായിട്ടുള്ള ശിവത്വത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. അത് മായ, ശുദ്ധവിദ്യ, മഹേശ്വരൻ, സദാശിവൻ തുടങ്ങുന്ന 36 തത്വങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ അവിനാഷ്ജിന്റെ ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇനിയും ദിശയെ സംബന്ധിച്ച ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും വന്നുകൊണ്ടിരിക്കും. കൂടുതൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെയൊക്കെ തത്വപരമായിട്ട് 36 തത്വങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റും. കൂടാതെ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുരീയം എന്ന് തുടങ്ങുന്ന അത്തരം ആ സ്ഥലങ്ങളൊക്കെയാണ് ഈ 4 ത്രികോണങ്ങളെ ഭാഗി ബന്ധപ്പെട്ട്. 5 ത്രികോണം, താഴേക്കുള്ള 5 ത്രികോണം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാത്മകമായിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ പറയുക.
പിന്നെ കൂടാതെ ശ്രീചക്രത്തിൽ ഇപ്പൊ ഈ പറഞ്ഞ 9 ലെയേഴ്സിനും പേരുകളുണ്ട്. അപ്പൊ പുറത്തെ ഭൂപുരത്രയത്തിന് ചതുരത്തിന് നമ്മൾ പറയുന്ന പേര് ത്രൈലോക്യ മോഹന ചക്രം എന്നാണ് പറയുക. ഈ ത്രൈലോക്യ മോഹന ചക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രൈലോക്യ മോഹനം, ത്രിലോകങ്ങളിലും നമ്മളെ മോഹിപ്പിക്കുന്നതാണ്. സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ ആരാധനയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്താ അതുണ്ടാവണേ ഇതുണ്ടാവണേ എന്നൊക്കെ പ്രാർത്ഥിക്കില്ലേ? അതൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ എന്ത് ഉപാസനയും ഏതൊരു സാധന ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ, ബാഹ്യമായിട്ടുള്ള ആഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുക. പക്ഷെ ഈ ശ്രീചക്ര പൂജയിൽ സ്വതവേ പറയുക എങ്ങനെ വെച്ചാൽ എല്ലാ ആരാധനയും എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് ശ്രീചക്ര പൂജ ആരംഭിക്കുന്നത്. അതായത് സിദ്ധികളും എല്ലാ അനുഗ്രഹങ്ങളും ആരംഭത്തിലേ ലഭിക്കുന്ന സാധനയാണ് ശ്രീചക്ര പൂജ. ശ്രീചക്രം പൂജിച്ച മറ്റുള്ളവർക്ക് അവസാനിക്കുന്നിടത്ത് ഇവിടെ ആരംഭിക്കുക പറയുമ്പോൾ അവിടെ കിട്ടണമൊക്കെ ഇവിടെ ആദ്യം തന്നെ കിട്ടും. അവിടെ എത്ര കാലം നിൽക്കണോ അത്രയും കാലം അവിടെ നിൽക്കേണ്ട. ആരംഭത്തിൽ തന്നെ ശ്രീചക്രം പൂജിക്കുമ്പോൾ നമുക്ക് വേണ്ടതൊക്കെ ലഭിക്കും. ത്രൈലോക്യ മോഹന ചക്രത്തിലാണ് ഈ ആരാധന വരുന്നത്. അടുത്താണ് സർവശാ പരിപൂരക ചക്രം. നമുക്ക് എന്ത് ആഗ്രഹം ഉണ്ടോ അവിടെ, നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും, ഇപ്പൊ വീടില്ല, കാറില്ല, ജോലിയില്ല, കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇങ്ങനെ നിങ്ങൾ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ ഈ ആഗ്രഹങ്ങളൊക്കെ ഈ രണ്ടാമത്തെ ആവരണത്തിൽ ഇപ്പൊ 16 തലങ്ങൾ എന്നൊക്കെ നമ്മൾ പറയണ്ടേ, ആ രണ്ടാമത്തെ ആവരണത്തിൽ പൂജിക്കുന്നതോട് കൂടിയിട്ട് എന്താ ഉണ്ടാവുന്നത്, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടെയുള്ള ആ 16 ദേവതകൾ നമ്മളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരും. നമ്മൾ ആഗ്രഹങ്ങൾ നടക്കാൻ രണ്ടാമത്തെ ആവരണത്തിൽ പൂജിച്ചാൽ മതി എന്നാണ് പറയുക. സിദ്ധികൾക്ക് വേണ്ടി, ബാഹ്യസിദ്ധികൾക്ക് വേണ്ടി പ്രഥമാവരണം പറയുകയുണ്ടായി നമ്മൾ. പിന്നെയാണ് സർവ സംക്ഷോഭണ ചക്രം. ആ സർവ്വ സംക്ഷോഭണ ചക്രം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രേരക ശക്തിയായിട്ട്, നമുക്ക് എന്തെങ്കിലും മടി പിടിച്ചിരിക്കുക അല്ലെങ്കിൽ നമുക്കൊരു ഉഷാറില്ലാതിരിക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊന്നൊക്കെ നമ്മൾ എനർജറ്റിക് ആയിട്ട് നീപ്പിക്കാൻ വേണ്ടിയിട്ട്, ഉണർത്താൻ വേണ്ടി മൂന്നാമത്തെ ആവരണത്തിൽ പൂജിക്കുന്നതോടെ അത്തരത്തിലുള്ള ഒരു മാറ്റം നമ്മൾ ഉണ്ടായി വരുന്ന പറയുക ശ്രീചക്രത്തിൽ. അപ്പോൾ അവിടെ മൂന്നാമത്തെ ആവരണം. നാലാമത്തെ ആവരണം സർവ്വ സൗഭാഗ്യദായക ചക്രം. എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് വന്നു ചേരും. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സൗഭാഗ്യങ്ങൾ നമ്മളെ തേടി വരും, നമുക്കറിയാൻ പറ്റും. കൃത്യമായി വിധിപ്രകാരം ഉപാസിച്ച് പോകണം കേട്ടോ, അപ്പോഴാണ് വേണത്. അതാണ് സർവ്വ സൗഭാഗ്യദായക ചക്രം ശ്രീചക്രത്തിലെ നാലാമത്തെ ആവരണം. പിന്നെ കൂടാതെയാണ് സർവാർത്ഥ സാധക ചക്രം. നമുക്ക് സമ്പത്ത്, പരാശക്തി കനിഞ്ഞ് അനുഗ്രഹിക്കാൻ ആ പറയുന്ന ചക്രത്തിൽ നമ്മൾ ഉപാസന നടത്തുന്നു, സാധന നടത്തി അർച്ചന ചെയ്യുന്നതോട് കൂടിയിട്ട് കൃത്യമായിട്ട് നമുക്ക് എല്ലാവിധ സമ്പത്തും നമ്മൾ സർവ്വരക്ഷാകര ചക്രം. നമുക്ക് ഏത് ആപത്തും, നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരി ആളുകൾ നമ്മളെ കാണാൻ വരികയാണല്ലോ, ക്ഷുദ്രദോഷങ്ങളുണ്ട്, ആഭിചാര ദോഷങ്ങളുണ്ട്, ശത്രുദോഷങ്ങളുണ്ട്, ദൃഷ്ടിദോഷങ്ങളുണ്ട്, ജാതക ദോഷങ്ങളുണ്ട്, നക്ഷത്ര ദോഷങ്ങളുണ്ട്, ഇതൊക്കെ ഇങ്ങനെ ദശാസന്ധി ദോഷങ്ങളുടെ പല ദോഷങ്ങൾ പറയും. ഇതിന്നൊക്കെ രക്ഷ നൽകാൻ, അപ്പോൾ ബാഹ്യമായിട്ടുള്ള ശത്രുക്കളാവട്ടെ, ആന്തരികമായ ശത്രുക്കളാവട്ടെ, വിഷയസംബന്ധിയായിട്ടുള്ള ശത്രുക്കളാവട്ടെ, ഇതിനൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ സർവ്വരക്ഷാകര ചക്രത്തിൽ നമ്മൾ സാധന നടത്തി അവിടെ അർച്ചനകൾ ചെയ്യുമ്പോൾ അത് നമുക്ക് അനുഭവപ്പെടും, നമുക്ക് രക്ഷ. മറ്റൊന്നും വേണ്ട, നമ്മൾ ഏലസെന്ന് കിട്ടി കിടക്കേണ്ട ആവശ്യം കൂടി ഇനി ഉണ്ടാവില്ല. ശ്രീചക്രം യഥാവിധി പൂജതൊന്നും വേണ്ട. അമ്മ നമുക്ക് നമ്മുടെ പരിവാരങ്ങളോട് കൂട്ടി, ഇപ്പൊ സ്വതവേ പറയുമ്പോൾ അമ്മയുടെ എന്താ സേനാനായികയായിട്ട് പറയാ, വാർത്താളിയൊക്കെയാ പറയാ. അപ്പൊ ആ വാർത്താളി ദേവിയൊക്കെ നമുക്ക്, വാരാഹി ദേവിയൊക്കെ നമുക്ക് അങ്ങനെ രക്ഷ നൽകിക്കൊണ്ട് നമ്മൾ അടുത്ത് നിൽക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ കൂടാതെ സർവ്വരോഗഹര ചക്രം. ആ സർവ്വരോഗഹര ചക്രത്തിൽ പൂജിക്കുന്നതോടുകൂടി എന്താണ്, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള തീക്ഷ്ണമായിട്ട് രോഗങ്ങളൊക്കെ വരുന്നുണ്ട്, അതിനൊക്കെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ചക്രം നമ്മളെ ചക്രപൂജ, ചക്രാർച്ചന നമ്മളെ സഹായിക്കും. മഹാരോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകും. അപ്പൊ ഈ ചക്രം പൂജിച്ചുകൊണ്ട് രോഗം ഉണ്ടാവില്ല, അല്ലെങ്കിൽ രോഗം മാറുന്നല്ല പറയുന്നത്. അങ്ങനെ ഒരിക്കലും ഹിന്ദു ധർമ്മം പറയുന്നില്ല. വരുന്നതിൽ നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടും, എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള ശക്തി പ്രേരക ശക്തിയായിക്കൊണ്ട് നിലകൊള്ളുന്നതാണ്. ഔഷധയോർ മണേശ്ച സുമന്ത്ര. അസുഖം വന്നാൽ ഔഷധം സേവിക്കണം എന്നാണ് ഈ ധർമ്മം പറഞ്ഞാണ്ട് അതിന് മന്ത്രവാദവും കൂടോത്രം പറഞ്ഞിട്ടില്ല. രണ്ട് മന്ത്രവും മരുന്നും എന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ നമുക്ക് എന്താ ചെയ്യുന്നത്, ലളിതാ പരമേശ്വരി ഉപാസിക്കുന്നതോടെ, ശ്രീചക്രം ഉപാസിക്കുന്നതോടെ നമുക്ക് രക്ഷയെ നൽകും. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിത്തരാൻ ദേവി അനുഗ്രഹിക്കും. ആ ദേവിയുടെ ഔഷധഭാവത്തെ കൂടി നമ്മൾ സ്വീകരിച്ചു പോകണം. ഔഷധം സേവിക്കേണ്ട എന്നൊന്നും നമ്മൾ പറയില്ല, തെറ്റാണ്. അങ്ങനെ അല്ല പറഞ്ഞത്. ഔഷധം സേവിക്കുമ്പോൾ ഈ കാര്യം കൂടി ചെയ്യണം, അതിന്റെ എഫക്റ്റ് വളരെ വലുതായിരിക്കും. അതാണ് അതിന്റെ വിധി എന്നാണ് പറഞ്ഞത്. അടുത്താണ് എട്ടാമത്തെ ആവരണം സർവ്വസിദ്ധിപ്രദ ചക്രം. നമ്മൾ നേരത്തെ ബാഹ്യമായിട്ടുള്ള സിദ്ധികളെ കുറിച്ച് പറഞ്ഞു അല്ലേ, ത്രൈലോക്യ മോഹന ചക്രം. എന്നാൽ ആന്തരികമായിട്ട് സിദ്ധി ഉണ്ടാവേണ്ടതുണ്ട്. ചക്രങ്ങളും മറ്റുള്ളതൊക്കെ ചലിക്കാൻ, വൈബ്രേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അതിലൊക്കെ അനുഭൂതികളുണ്ട്. ചിഞ്ചിണിനാദവും മണിനാദവും ചെണ്ടനാദവും കേൾക്കാന്നൊക്കെ പറയില്ലേ. ഈ പറഞ്ഞ ആ നാദങ്ങൾ കേൾക്കുകയും അതിൻ്റെ ഉള്ളിലുള്ള അനുഭൂതി തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകണം, അനുഭൂതി അനുഭവിക്കണം. അപ്പൊ ആ രീതിയിലുള്ള ആന്തരികമായ സിദ്ധികൾ നമുക്ക് ഉണ്ടായി വരും. ഇപ്പൊ വിശപ്പ് കുറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായി. നമ്മളിങ്ങനെ വിശക്കണ്ട എന്നുള്ളതല്ല, ഒക്കെ നമുക്ക് വേണം. പക്ഷെ മറിച്ച് ഇവിടെ ഓരോ തലത്തിൽ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരും. അടുത്താണ് സർവ ആനന്ദമായ ചക്രം, 9ാമത്തെ തവണ ഹിന്ദുസ്ഥാനം. അവിടെ നമുക്ക് ചിദാനന്ദ രൂപം ശിവോഹം ശിവോഹം.
നമ്മൾ ആ ശിവത്വം, ആ ഒരു പരിപൂർണമായ ആനന്ദത്തെ നമ്മൾ അനുഭവിക്കും. അപ്പൊ ഈ നിത്യം ഒരാഭരണത്തിലല്ല നമ്മൾ പൂജിക്കുന്നേ, 9 ആഭരണങ്ങളും ഇനി നമ്മളെ ഓരോ ദിവസവും നമ്മൾ ആചരിക്കാൻ പോകണം, അർച്ചന ചെയ്യാൻ പോകണം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ പറയപ്പെടുന്ന 9 ആഭരണത്തിലെയും ദേവതകള് 64 ലക്ഷം കോടി ദേവതകളാ, യോഗിനികളാണ് ശ്രീജഗത്തിൽ വസിക്കണേ. അവരുടെയൊക്കെ അനുഗ്രഹത്തോടെയും ഇതെല്ലാം നമുക്ക് ഒരുമിച്ച്, നമ്മളെ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആ സൂപ്പർ മാർക്കറ്റിൽ എല്ലാം ലഭിക്കാന്ന് പറയില്ലേ, ഇത് പറഞ്ഞ പോലെയാണ് നമുക്ക് എന്താണ്, എല്ലാം ദേവിയുടെ പരിവാരങ്ങളുടെ നമുക്ക് അനുഗ്രഹമായിട്ട് നിൽക്കും. പിന്നെ കൂടാതെ ഈ പറഞ്ഞ ഈ ആഭരണങ്ങളുടെ ഒക്കെ ഓരോ ദേവതകൾക്ക് ഓരോ പേരുണ്ട്. ഇപ്പോൾ ത്രൈലോക്യമോഹന ചക്രത്തിലെ ദേവതകൾക്ക് പറയാം പ്രകട യോഗിനികൾ എന്നാ പറയാം. എന്താ കാര്യം, അത് പ്രത്യക്ഷത്തിൽ തന്നെ ഉള്ള ദേവിമാരാണ്, അതുകൊണ്ട് അവരെ പ്രകട യോഗിനികൾ എന്ന് പറയും. അടുത്ത അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഗുപ്ത യോഗിനികൾ എന്ന് പറയും. അപ്പൊ അത്ര പ്രകടല്ല, ഗുപ്താണ്. ഗുപ്തതരം എന്ന് പറയുമ്പോൾ ഒന്നും കൂടി ഉള്ളിലേക്ക് സമ്പ്രദായ യോഗിനികൾ, കുലോത്തീർണ യോഗിനികൾ, നിഗർഭ യോഗിനികൾ, രഹസ്യ യോഗിനികൾ, അതിരഹസ്യ യോഗിനികൾ, പരാപര രഹസ്യ യോഗിനികൾ എന്നിങ്ങനെ പല പേരിലും ഇതിൻ്റെ ഉള്ള ദേവതകളെ പറഞ്ഞ രീതിയിൽ പരാപര രഹസ്യ യോഗിനി എന്നൊക്കെ പറഞ്ഞത് അവസാന ചക്രത്തിലാണ്, ഹിന്ദുസ്ഥാനത്തൊക്കെ വരുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് അത്രയും ഗുപ്തമാണ്, രഹസ്യമാണ്, അങ്ങനെ സീക്രട്ടായിട്ട് ഇരിക്കാം. അവിടേക്ക് എല്ലാവരും വരണ്ടെന്ന് അമ്മ പറഞ്ഞത്. ചിന്താമണി ഗൃഹാന്തസ്ഥാലി, ചിന്താമണി ഗൃഹത്തില് വസിക്കുന്ന പരാശക്തിയെ നേരിട്ടൊന്ന് കാണണമെങ്കിൽ നമ്മൾ അനുഗ്രഹം ഉണ്ടാവണമെങ്കിൽ എന്താണ്, ഇത്രയും ദേവിമാരുടെ അനുഗ്രഹം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റും. ഇപ്പൊ എല്ലാവർക്കും ഉള്ളതാണ് ശ്രീചക്രമെങ്കിലും എല്ലാവർക്കും ഉള്ളതല്ല. അത് നമ്മളല്ല നിശ്ചയിക്കുന്നത്, നിങ്ങളല്ല നിശ്ചയിക്കുന്നത്, സമൂഹമല്ല നിശ്ചയിക്കുന്നത്, പരാശക്തിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആരാണ് എൻ്റെ അടുത്ത് വരേണ്ടത്, ആരാണ് എന്നെ പൂജിക്കേണ്ടത്. അപ്പൊ അവിടെ എന്ത് വേണം, അവിടെ നിഷ്കളങ്ക ഭക്തിയോടുകൂടി അമ്മയോട് ആപത്തി കിങ്കരണീയം കരണീയം തവ പദയുഗളം, ആപത്തിൽ ആരെയാണ് ആശ്രയിക്കേണ്ട, അമ്മയുടെ തൃച്ചരണങ്ങളാണ്. ആ തൃച്ചരണങ്ങളെ വിടാതെ പിടിക്കുക, ഭക്തിയോടുകൂടി പിടിക്കുമ്പോൾ അമ്മ നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ നമുക്ക് പരിപൂർണമായി അമ്മയിലേക്ക് എത്താൻ പറ്റും. ആരുമല്ല, ആരും ഈ ലോകത്തുള്ള ആരുമല്ല നമുക്ക് മാർക്കിടേണ്ടത്. അപ്പൊ അങ്ങനെ നമുക്ക് ഉപാസിച്ചു പോകാം. ആ ഉപാസിച്ചു പോകുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഈ യോഗിനികളൊക്കെ കടന്നു പോകണമെങ്കിൽ, യോഗിനിയുടെ അടുത്തേക്ക് ഒന്ന് കിടക്കണമെങ്കിൽ, ആവരണം പൂജിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു ഗുരുസമ്പ്രദായത്തിന്റെ ഭാഗമാവണം എന്ന് പറഞ്ഞു. ആരും ആവാം. ഈ സമ്പ്രദായത്തിലാകുമ്പോൾ നമ്മളെ ക്ലാസ് എടുക്കിച്ച് നമ്മുടെ പരമ്പരയിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ കടക്കുമ്പോഴാണ് 3 ഗുരു പരമ്പരയെ പൂജിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് കിടക്കാം. അതിന് ഔഘങ്ങൾ എന്ന് പറയും, കൂട്ടം, ഗുരുക്കന്മാരുടെ കൂട്ടം, ഔഘം എന്നാ പറയുക. ശ്രീചക്ര പൂജയെ സംബന്ധിച്ച ഔഘങ്ങൾ, അത് പൂജിച്ചാലേ ഉള്ളൂ നമുക്ക് ഈ ആവരണം പൂജിക്കാൻ പറ്റുക. അവിടെയാണ് മാനൗകം, സിദ്ധൗകം, ദിവ്യൗകം എന്ന് പറഞ്ഞിട്ടുള്ള ഗുരുക്കൻ. മാനൗകം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഗുരുക്കന്മാർ, ഇപ്പൊ നമ്മളൊക്കെ ഉൾപ്പെടുന്ന മനുഷ്യന്മാരുടെ ഗുരുക്കന്മാർ. ഈ ഗുരുക്കന്മാരെന്താണ്, പിന്നീട് പ്രശിഷ്യൊക്കെ ആയിട്ട് വരുമ്പോൾ സമയത്ത് സിദ്ധൗക പരമ്പരയിലേക്ക് വരും. പിന്നെ കൂടാതെ വീണ്ടും ശിഷ്യപരമ്പര കടന്നു പോകുമ്പോൾ ഈ ശിഷ്യന്മാരുടെ സത്പ്രവൃത്തി കൊണ്ട് എന്ത് ചെയ്യും, സ്വന്തം ഗുരുവിനെ ദിവ്യത്വത്തിലേക്ക്, ദേവഭാവത്തിലേക്ക് നയിക്കും. അതാണ് ദിവ്യൗകം. ഇങ്ങനെ 3 ഗുരുക്കന്മാരെയൊക്കെ പൂജിച്ചിട്ടാണ് ആവരണമൊക്കെ പൂജിക്കുക. ഇങ്ങനെ ഇത്രയും ഭാഗം ശ്രീചക്രത്തെ കുറിച്ച് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും അറിഞ്ഞാലും അതിന്റെ ഭാഗമാകുമ്പോഴാണ് ശ്രീചക്രം പൂജിക്കുക. ഒരു ശ്രീചക്ര പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധാരണ രീതിയിൽ നമ്മൾ മറ്റു ദേവതകളെ പൂജിക്കുന്ന പോലെയല്ല, വലിയൊരു ക്രമമുണ്ട്. ശ്രീചക്ര പൂജയ്ക്ക് എന്താ മാറ്റം, നമ്മളിപ്പോൾ ശിവപൂജ, വിഷ്ണു പൂജ, പാർവതി പൂജ, കാളി പൂജയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ, ചാത്തനെ വരെ പൂജിക്കുന്ന പൂജ കേട്ടിട്ടുണ്ടാവും. പക്ഷെ ശ്രീചക്രത്തിന്റെ പൂജ പ്രത്യേകത, ഇതിൽ ഒരുപാട് അംഗങ്ങൾ ഉണ്ട് എന്നാ പറയാ. അപ്പൊ ശ്രീചക്രത്തിൽ സാധാരണഗതിയിൽ ഒരു ശ്രീചക്രം പൂജിക്കണമെങ്കിൽ നമ്മൾ 29 സ്റ്റെപ്സ് ഉണ്ട് ഒരു ശ്രീചക്ര പൂജയ്ക്ക്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഒന്ന് യാഗമന്ദിര പ്രവേശം എന്ന് പറയാം. നമ്മൾ ശ്രീചക്രം പൂജയ്ക്ക്, ശ്രീചക്രം ഇരിക്കുന്ന ശ്രീലകത്തേക്ക് അല്ലെങ്കിൽ പൂജാമുറിക്ക് കയറുന്നതിന് പറയുന്ന പേരാണ് യാഗമന്ദിര പ്രവേശം. അത് പൂജാമുറി കയറുക എന്ന് പറഞ്ഞ ചടങ്ങാണ് കേട്ടോ. ശ്രീചക്ര പരികൽപ്പനം, ശ്രീചക്രം വരയ്ക്കുന്ന രീതിയാണ്. പ്രാണപ്രതിഷ്ഠ ചെയ്യണ യന്ത്രത്തിൽ, മന്ദിരാർച്ചനം, പീഠപൂജ പോലൊരു സംഭവമാണ് മന്ദിരാർച്ചനം, ശ്രീചക്രാർച്ചനം, ഭൂതശുദ്ധി, അത് നമ്മൾ ശ്വാസം കൊണ്ട് നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്താണ്, നമ്മളൊന്ന് ഇല്ലാണ്ടാവുന്നതും ഉണ്ടായി വരുന്നതും ഒക്കെ ആയിട്ടുള്ള സങ്കല്പത്തിലുള്ളതാണ്. ആത്മപ്രാണപ്രതിഷ്ഠ, പ്രത്യോത്സാഹരണം, ന്യാസജാല വിധി, വർദ്ധനീ കലശ സ്ഥാപനം. നമ്മൾ ഈ വിശേഷ അർക്യം നമ്മൾ പൂജയ്ക്ക് ഉപയോഗിക്കുന്നപ്പോൾ നമ്മൾ തീർത്ഥം ഉണ്ടാക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയ തീർത്ഥമൊക്കെ വാങ്ങില്ലേ. ഇത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം വെക്കുന്ന രീതി, അല്ലെങ്കിൽ വിശേഷമായിട്ടുള്ള സാധനങ്ങൾ വെക്കുന്ന പാത്രമൊക്കെ ഉണ്ട്. ഇതിനാണ് വർദ്ധനീ കലശ സ്ഥാപനം എന്ന് പറയുക. ആ കലശം വെക്കുന്ന രീതിക്കും അതിനും ചടങ്ങുണ്ട്. സാമാന്യ അർക്യ വിധി, ക്ഷേത്രത്തിലെ പൂജയ്ക്കൊക്കെ പുണ്യാഹം വാങ്ങുക എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ തീർത്ഥം ഉണ്ടാക്കുന്ന സാമാന്യ അർക്യം. കൂടാതെ അത് മാത്രമല്ലാണ്ട് വിശേഷമായിട്ട് പാലോ പാനകോ, ഇപ്പോ വാമാചാരമൊക്കെ ആണെങ്കിൽ മദ്യമാണ് ഉപയോഗിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളും തന്നെ കേവലം എടുത്തു വെക്കാൻ പറ്റില്ല, വലിയൊരു പൂജയുണ്ട്. ആ പൂജയ്ക്കാണ് പറയാ വിശേഷാർക്യ വിധി എന്ന് പറയാ. അന്തർയാഗം, നമ്മൾ ഉള്ളിൽ ശ്രീചക്രം കണ്ടുകൊണ്ട് പൂജിക്കുന്ന ഒരു സങ്കല്പമുണ്ട്, അതാണ് അന്തർയാഗം. ചതുഷ്ടി ഉപചാര പൂജ, 64 ഉപചാരങ്ങളെ കൊണ്ട്
സാക്ഷാൽ പരാശക്തിയെ ലളിതാ പരമേശ്വരി നമ്മൾ അർച്ചന ചെയ്യുക. അതാണ് ചതുഷ്ഠി ഉപചാര പൂജ. കർപ്പൂര വീടിക സമർപ്പണം, വെറ്റില അടയ്ക്ക തുടങ്ങുന്ന കാര്യങ്ങൾ സമർപ്പിക്കുന്നതാണ് അത്. ഷഡംഗാർച്ചനം, അംഗങ്ങൾക്ക് വീട്ടിലെ അർച്ചനമാണ്. ഗുരുമണ്ഡല അർച്ചനം നേരത്തെ പറഞ്ഞു. മാനവുകം, സിദ്ധവുകം, ദിവ്യയുഗം എന്ന ഗുരു മണ്ഡലമുണ്ട്, ഗുരുക്കന്മാരെ കൂട്ടം, അവരെ പൂജിക്കുന്നതാണ് അത്. ആവരണ പൂജ. പിന്നെയാണ് നവ ആവരണങ്ങളെ അർച്ചന ചെയ്യേണ്ടത്. അത് ത്രൈലോക്യ മോഹന ചക്രം തൊട്ടിട്ട് ബിന്ദു വരെയുള്ള രീതിയിൽ അർച്ചന ചെയ്യുന്ന രീതിയുണ്ട്. അതിന് നമ്മൾ പറയാ സംഹാരക്രമം എന്നാ പറയാ. കൂടാതെ ബിന്ദുന്ന് ത്രൈലോക്യ ചക്രം വരെ പൂജിക്കുന്ന രീതിയുണ്ട്. അതിന് നമ്മൾ സൃഷ്ടിക്രമം എന്നാ പറയാ. ഇതുകൊണ്ട് മിഡില് കൊണ്ടുപോകുന്ന ഇങ്ങനെ എന്താ പറയാ, ബിന്ദുന്ന് നേരെ ത്രൈലോക്യ മോഹനം ബിന്ദു വരെയും വന്ന് പിന്നീട് നടുക്ക് കൊടുക്കുന്ന രീതിയുണ്ട്. ഇതിനാണ് സ്ഥിതി എന്ന് പറഞ്ഞ പൂജാക്രമം ഉണ്ട്. നമ്മൾ സാധാരണ കൗളത്തിലൊക്കെ ആവുമ്പോൾ സംഹാരക്രമമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പുഷ്പാഞ്ജലി, കാമകലാധ്യാനം, അത് ദേവിയുടെ സ്വരൂപത്തിൽ ധ്യാനിക്കുന്നതാണ് കാമകലാധ്യാനം. ബലിദാന വിധി, പൂജയ്ക്ക് ശ്രീചക്രം പൂജിക്കുമ്പോൾ, ലളിതാ പരമേശ്വരിയെ പൂജിക്കുമ്പോൾ അതിൽ ഒരു ബലി ചെയ്യുന്ന രീതിയുണ്ട്. ബലി എന്ന് പറയുമ്പോൾ ദക്ഷിണ മാർഗത്തിൽ നമ്മൾ ഹവിസ്, ചോറൊക്കെയാണ് നിവേദ്യങ്ങളിൽ സമർപ്പിക്കുന്ന രീതിയാണ്. വടുകന്, അമ്മയ്ക്കൊരു എന്തൊരു കുട്ടി ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. നമ്മൾ നാട്ടിൻപുറത്തൊക്കെ പറയും, നമ്മൾ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയില്ലേ. ഇത് ശ്രീചക്ര പൂജ ലളിതാ പരമേശ്വരിയെ സംബന്ധിച്ച് ദേവിക്കൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയാണ് വടുകൻ. ആ വടുകന് ഒരു ബലി കൊടുക്കുന്ന രീതിയുണ്ട്. അത് സാധാരണ ദക്ഷിണാചാരത്തിൽ പഴം മുറിച്ചിട്ടോ കുമ്പളങ്ങ മുറിച്ചിട്ടോ ചോറ് വെച്ചിട്ടോ അങ്ങനെയൊക്കെയാണ് ചെയ്യുക. വാമാചാരത്തിൽ മൃഗപക്ഷി ബലികളാണ് ചെയ്യാറ് സാധകൻ. അപ്പൊ വ്യത്യസ്ത രീതിയിലുണ്ടെന്ന് മനസ്സിലാക്കാനാണ് നമ്മളിത് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഒരു സമ്പ്രദായം അല്ല എന്ന് മനസ്സിലാക്കുക. അടുത്താണ് പ്രദക്ഷിണം. ശ്രീചക്രം പ്രദക്ഷിണം ചെയ്യാം. അടുത്തത് അതിനുശേഷം നമസ്കരിക്കുക, സ്തോത്രങ്ങൾ പാരായണം ചെയ്യുക, ലളിതാസഹസ്രനാമാദി കാര്യങ്ങളൊക്കെ പാരായണം ചെയ്യുക. സുവാസിനി പൂജ, ഒരു ശ്രീചക്രം പൂജിച്ചു കഴിഞ്ഞാൽ ലക്ഷണയുക്തയായിരിക്കുന്ന സ്ത്രീകളെ, ഐശ്വര്യമുള്ള സ്ത്രീകളെ, അത് തൊലിയുടെ നിറം നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ അതിന്റെ കാര്യം. ഏത് നിറത്തിലുള്ള സ്ത്രീകൾ അതൊന്നും അല്ല അതിന്റെ ഭാവം. ഐശ്വര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീത്വം പൂർണ്ണമാവുക എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ അവർക്ക് ദക്ഷിണാദികളും വസ്ത്രം ആഭരണമൊക്കെ കൊടുത്തിട്ട് അവർക്ക് അവരുടെ പാദങ്ങൾ പൂജിച്ച് ദക്ഷിണ സമർപ്പിക്കുന്നതാണ് സുവാസിനി പൂജ എന്ന് മനസ്സിലാക്കുക. അതാണ് തത്വശോധനം, അത് ശുദ്ധിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ദേവതാ ഉദ്വസനം, അതിനുശേഷം ദേവീനെ നമ്മൾ ശ്രീചക്രത്തിന് പറഞ്ഞയക്കും. എപ്പോഴും പിടിച്ചു വെക്കില്ല, നമ്മൾ പറഞ്ഞയക്കും. അതാണ് ദേവതോദ്വാസനം. ശാന്തിസ്തവം, അത് പൂജ കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിനും ഈ രാഷ്ട്രത്തിനും അതുപോലെ തന്നെ കുടുംബത്തിനും വ്യക്തിക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ശാന്തി ഉണ്ടാകാൻ വേണ്ടി, ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. അതാണ് വിശേഷാർക്കി വിസർജനം. അത് നേരത്തെ ഈ മദ്യോ അല്ലെങ്കിൽ പാനകം പാലുകളൊക്കെ ഒരുപാട് പൂജ ചെയ്തിട്ടുണ്ടാവും. അതിനെ നമ്മൾ പരിപൂർണമായിട്ട് അതിനെ പരിപൂർണമാക്കിയിട്ട് പാലൊക്കെ ആണെങ്കിൽ നമ്മളത് കുടിക്കും. അപ്പൊ അതാണ് വിശേഷാർക്കി വിസർജനം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളെ കൊണ്ടാണ് ശ്രീചക്രം പൂജിക്കേണ്ടത്. ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങൾ 29 ഐറ്റത്തിൽ 19 ഐറ്റങ്ങൾ നമ്മൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ശ്രീചക്ര ലളിതാ സഹസ്രനാമം പാരായണം ചെയ്തു വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, സാധകർക്ക് വേണ്ടിയിട്ട് ശ്രീചക്ര പൂജ എന്ന് പറയുന്ന വിധാനം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഡെപ്തിലുള്ള കാര്യങ്ങളാണ്. വലിയ ബീജമന്ത്രങ്ങളോ വലിയ മുദ്രകളോ ഒന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്താണ് അത്? അപ്പോൾ 16 ദിവസം കൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല. പിന്നെ കൂടാതെ അതിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് സാമാന്യ ഒരു ധാരണ ഉണ്ടാവട്ടെ. അപ്പൊ ആ സാമാന്യ ധാരണയിൽ നിന്നുകൊണ്ട് നമുക്ക് പൂർണ്ണതയിലേക്ക് പ്രവേശിക്കാം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ട് അപ്പൊ ആദ്യം നമ്മൾ ക്ലാസ് ആരംഭിക്കുമ്പോൾ, ഫസ്റ്റ് ക്ലാസ് ആരംഭിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഈ 9 ആവരണങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെടുക എന്നുള്ളതാണ്. 9 ആവരണങ്ങൾ എന്താണ്? ത്രൈലോക്യ മോഹന ചക്രം ആണെങ്കിൽ അതിൽ എന്താണ്? ത്രൈലോക്യ മോഹന ചക്രത്തിൽ സ്വാഭാവികമായിട്ടും 28 ദേവതകളാണ് 3 കൂടിയും വരുന്നത്. അപ്പോൾ ആദ്യത്തേൽ 10, പിന്നെ 8, പിന്നെ 10 ഇങ്ങനെ തുടങ്ങുന്ന ദേവത. അപ്പൊ അത് അണിമ ലഘിമ തുടങ്ങുന്ന സിദ്ധി ദേവതകളാണ് ഫസ്റ്റ് ആവരണത്തിൽ വെച്ചാൽ. നേരെ നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ എന്താ പറയുക, ഈ മുദ്രാദേവതകളെ പൂജിക്കുന്നു. അപ്പൊ അങ്ങനെ 28 ദേവതകളെ നമ്മൾ പൂജിക്കും. അപ്പൊ ആ പൂജിക്കുമ്പോൾ അതിന്റെ സ്ഥാനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇന്നോടത്താണ് അത് ഇരിക്കുന്നത് എന്നൊക്കെ. ഇങ്ങനെ ഓരോ ആവരണങ്ങളിൽ എവിടൊക്കെയാണ് ഏത് ദേവതയാണ് ഇരിക്കുന്നത്, അതിന്റെ ചക്രമധ്യത്തിൽ ഏത് ദേവതയാണ് ഇരിക്കുന്നത്, അങ്ങനെ വ്യക്തമായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്ക് ശ്രീചക്രം എന്തേ എന്നുള്ളത് കേവലം ഒരു ചിത്രമല്ല. അല്ലെങ്കിൽ ഇപ്പൊ ദേഹമാണ് ശ്രീചക്രമെങ്കിലും ഈ ശരീരം എന്നുള്ളത് കേവലം മജ്ജയും മാംസവും രക്തവും മലവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന എന്തോ ഒരു സാധനമല്ല. ഇതിൽ ഇത്തരം ദേവതകൾ നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് ബോധ്യപ്പെടും വിധത്തിൽ 9 ആവരണങ്ങളെയും നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ എന്താണ്, ആ 9 ആവരണങ്ങൾ ഇതാ മനസ്സിലാക്കി കഴിഞ്ഞാൽ
ഇനി ഇപ്പോൾ പറഞ്ഞ 29 ഐറ്റത്തിൽ 19 ഐറ്റം എന്ന് പറയുന്നത് എന്താണ് ഓരോ പൂജ വാക്കുകളും ഇതിന്റെ സാങ്കേതിക നാമങ്ങളും കേട്ടാൽ തന്നെ മനസ്സിലാക്കുന്നത്. ഇന്നത് യാഗമന്ദിര പ്രവേശം, അപ്പൊ ഈ പൂജാമുറിയിൽ കയറുകയാണ്. ഈ പൂജാമുറിയിൽ കയറുമ്പോൾ ഭൈരവനും ഭദ്രകാളിക്കും ലംബോദരനൊക്കെ അർച്ചന ചെയ്യണം. അപ്പൊ അത് എവിടെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സാമാന്യ പൂജാക്രമത്തെ വളരെ വ്യക്തമാക്കി തരുന്ന രീതിയാണ് രണ്ടാമത്തെ. മൂന്നാമത്തെയാണ് നമ്മൾ ഒരുമിച്ചിരുന്ന് ഈ മാധ്യമത്തിലൂടെ നമ്മൾ പൂജ അർച്ചന ചെയ്യുകയാണ്. ഒരുമിച്ചിരുന്ന് നമ്മൾ പൂജ ചെയ്യും, ശ്രീചക്രത്തിൽ അർച്ചന ചെയ്യും. ആ അർച്ചന ഓൺലൈനിൽ നമ്മൾ ചെയ്തതിന് ശേഷം പിന്നീട് ഡയറക്റ്റ് ഒരു ക്ലാസ് യതീഷ ഡയറക്റ്റ് ഒരു ക്ലാസ് വെക്കും. അപ്പൊ ആ സമയത്ത് നേരിട്ട് വന്ന് അത് കണ്ട് മനസ്സിലാക്കേണ്ടവർക്ക് അത് വന്ന് കണ്ട് മനസ്സിലാക്കാനും ഒപ്പം നേരിട്ട് ഇതിന് അത്യാവശ്യം വേണ്ട മന്ത്രോപദേശം സ്വീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ഈ ശ്രീചക്ര പൂജയിലൂടെ പൂജാപഠനത്തിലൂടെ ലളിത വിധാനത്തിലൂടെ നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്രയുമാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ആരംഭത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇതിൽ വീണ്ടും പറയാനുള്ളത് ശ്രീചക്രം പൂജിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഒരു ഭയം, എനിക്കിത് പറ്റുമോ എന്നാണെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് പറ്റുമോ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾക്കാണ് ഇതുള്ളത്, മറ്റാർക്കും അല്ല, പട്ടിക്കും പൂച്ചയ്ക്കും ഒന്നുമല്ല ശ്രീചക്ര പൂജ പറഞ്ഞിരിക്കുന്നത്. കാരണം അവർക്ക് ഇതിനാവില്ല. അതുകൊണ്ടാണ് മനുഷ്യന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഉള്ളതാണ്. അയ്യോ നിങ്ങൾക്ക് ദീക്ഷയില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞാൽ അത് തന്നുകൊണ്ടാണ്. നിങ്ങൾക്കൊരു വീട് തന്നൊരു പെട്ടിയും തന്നു നമ്മളെന്ന് കരുതാം. ഒരു താക്കോല് തരാതെ പൂട്ടിട്ടൊരു പെട്ടി തന്നാൽ നിങ്ങൾക്കത് തുറക്കാൻ പറ്റില്ല എന്ന് അറിയുന്ന ഒരാളാണ് നമ്മൾ. കാരണം പൂട്ടും താക്കോലും പെട്ടിയും ഉണ്ടാക്കാനും തുറക്കാനും ഒക്കെ നന്നായി അറിയുന്ന നമുക്ക് നിങ്ങൾക്കൊരു പെട്ടി തന്നാൽ തുറക്കാൻ അറിയണമെന്ന് നമുക്ക് തന്നെ അറിയണ്ടല്ലോ. തുറക്കാൻ പറ്റാത്തൊരു പെട്ടി നിങ്ങൾക്ക് തന്നിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ അതിന്റെ താക്കോൽ നിങ്ങൾക്ക് നൽകിയിട്ടാണ് നമ്മൾ ഈ പെട്ടി നിങ്ങൾക്ക് തരിക. എന്ന് വെച്ചാൽ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് താക്കോല് എന്ന് പറഞ്ഞ പോലെ പഠനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരു ചടങ്ങായിട്ട് തന്നെയാണ് ഇതിന്റെ ആ ക്രമത്തിലേക്ക് നിങ്ങൾ കിടക്കുന്നത്. പിന്നീട് സർവോപരി ഉപരി പഠിക്കാൻ ഒരു ഹയർ സ്റ്റഡിയുടെ ഭാഗമായിട്ട് കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് യതീഷ അതിനുവേണ്ടി ഓരോ ഘട്ടങ്ങൾ നമ്മൾ വെക്കുന്നുണ്ട്. ആ ഘട്ടത്തിലൂടെ കടന്നു പോകുന്നവർക്ക് കൃത്യമായി സഞ്ചരിക്കാൻ പറ്റും. അതല്ല ഇതിൽ തന്നെ മുന്നോട്ട് പോകാനാണെങ്കിൽ ഇങ്ങനെ പോകാം, അല്ല അതിനുശേഷം മറ്റു ഗുരുക്കന്മാരിൽ നിന്നും കൂടുതലായി പഠിക്കണമെങ്കിൽ അതൊക്കെ ഒരു സൗകര്യം. അതൊക്കെ അവനവനാ കണ്ടെത്തേണ്ട ഇവിടെ നിന്ന് ആരെന്താന്നുള്ളതൊക്കെ. ഇവിടുന്ന് യതീഷയ്ക്ക് പറ്റുന്ന എല്ലാം ഒരു പരിപൂർണമായിട്ട് ഈ സമ്പ്രദായത്തിൽ പരിപൂർണമായിട്ട് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് യതീഷ സമയാസമയം നമ്മൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നൽകേണ്ട കാര്യങ്ങളുണ്ട്. ഭയം വേണ്ട. ഭയപ്പെടുന്നത് പൗരോഹിത്യമാണ്. ഞാൻ മാത്രം പൂജിക്കുക, എനിക്ക് മാത്രം ഇതിന്റെ കാര്യങ്ങൾ, ഞാൻ അതിന്റെ ഫൈനൽ അതോറിറ്റി ആകുക, ഇങ്ങനെയൊക്കെ കരുതുന്ന ആളുകളാണ് എന്നും വിദ്യ പൂഴ്ത്തിവെക്കുന്നത്. പിന്നെ കൂടാതെ സ്ത്രീകളാണെങ്കിൽ നമുക്ക് അത്തരം ആളുകളോട് പറയാനുള്ളത് ശ്രീചക്ര പൂജയ്ക്ക് ആർത്തവം ഇത്യാദി കാര്യങ്ങളൊന്നും തന്നെ നമ്മളൊരു വലിയ സംഭവമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. വൃത്തിയിലിരിക്കുക, റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക എന്നല്ലാണ്ട് അശുദ്ധി എന്ന കാഴ്ചപ്പാടൊന്നുമല്ല ശ്രീചക്ര ശ്രീവിദ്യ പൂജാവിധാനത്തിൽ അത്തരം കാഴ്ചപ്പാടല്ല. അവിടെ റെസ്റ്റും മറ്റുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പരാശക്തി ഓരോ രജസേ സാവധവും നമ്മൾ സാധാരണ വൈദിക മന്ത്രത്തിൽ നമ്മൾ പറയാം ഈ ഗായത്രി മന്ത്രത്തിൽ ഭൂർഭുവസ്വ തവിദൂർ വരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോയോന പ്രചോദയാത്. അല്ലയോ സവിതാവേ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ എന്നുള്ളതാണ് ശ്രീചക്ര ഈ പറയുന്ന ഈ ഗായത്രി മന്ത്രത്തിന്റെ സാധാരണ നമ്മൾ അർത്ഥമായിട്ട് പറയാറുള്ളത്. അപ്പോൾ ആ ഗായത്രി മന്ത്രം ജപിക്കുന്നത് എന്തിനു വേണ്ടിട്ടാ? ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണേ എന്ന് പറയണ്ടേ. ബുദ്ധി പ്രകാശിച്ചിട്ട് എന്തിനാണ് എന്നൊരു ചോദ്യമുണ്ട്. താന്ത്രികന്മാരുടെ ഉള്ളിൽ വരുന്ന ചോദ്യമാണ്. ബുദ്ധി പ്രകാശിച്ചിട്ട് എന്തിനാ? കുറെ കാര്യമല്ലേ ഗായത്രി ജപിക്കണം, എന്താ കാര്യം എന്ന് ചോദിച്ചാൽ അവിടെയാണ് എന്തിനാ ബുദ്ധി പ്രകാശിനെ. അപ്പൊ പറയും നല്ലത് ചെയ്യണം. എന്താണ് നല്ലത്? അത് രജസ്സിന് സാക്ഷാൽ പരാശക്തി ഉപാസിക്കലാണ് അത്രയാ നല്ലത്. ആ നല്ലതിനുള്ള മന്ത്രം എന്താണ്? അതാണ് ശ്രീചക്ര പൂജ, അതാണ് ശ്രീവിദ്യ മന്ത്രവും, അല്ലെങ്കിൽ ശ്രീവിദ്യ സാധന, അല്ലെങ്കിൽ ദശമഹാവിദ്യകളുടെ സാധന, കുലദേവതാ സാധന എന്നൊക്കെ പറയുന്നത് ജന്മജന്മാന്തരങ്ങളുടെ സുഹൃതം കൊണ്ട് ലഭിച്ചതാണ് ഈ ജന്മം. അതിൽ തന്നെ ഇത്തരം പാരമ്പര്യത്തിൽ വന്ന് പിറക്കുക, ഇത്തരം അറിവിനെ കുറിച്ച് കേൾക്കുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. എത്രയോ സിദ്ധന്മാരും യോഗീശ്വരനും ഋഷിവര്യന്മാരും മുനീശ്വരന്മാരും തപസ് ചെയ്ത് അവർ ആർജിച്ച അറിവ്, അവര് തന്നെ എത്ര കാലം പ്രാർത്ഥിച്ചിട്ടാണ് ആ പരാശക്തി അനുഗ്രഹം ഉണ്ടായത്. അത് എന്നിട്ടാണ് അമ്മയെ കുറിച്ച് കേൾക്കാൻ പറ്റിയത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ ഒരു എന്താ പറയുക ഓൺലൈനിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കി നമ്മൾ സുഹൃതം ചെയ്തവരാണ്. ഈ സ്വയം ശിവനായി ജനിച്ചവർക്കും അല്ലെങ്കിൽ ശിവൻ തന്നെ മനുഷ്യനായി ജനിച്ചാലോ സ്വയം ശിവത്വത്തിലേക്ക് കടന്നുപോയവർക്കുമാണ് അത്ര ഈ പറയുന്ന ലളിതാ മഹാപരമേശ്വരിയെ കുറിച്ച് കേൾക്കാനും അതുപോലെ തന്നെ ശ്രീചക്രത്തെ കുറിച്ച് കേൾക്കാനും ശ്രീവിദ്യ പാരമ്പര്യത്തെ കുറിച്ച് കേൾക്കാനും ഉപാസിക്കാനും കഴിയുക. അപ്പൊ നിങ്ങളൊക്കെ നിൽക്കുന്ന തലം ഏതാണ്? കേവലമല്ല എന്ന് മനസ്സിലാക്കും. എത്രയോ
പുണ്യം ചെയ്ത ജന്മമാണ്, ഇനിയൊരു ജന്മം കൂടി വേണ്ടി വരില്ല എന്ന് പറയും. അപ്പൊ അതിൽ ഈ മനസ്സിലാക്കിക്കൊണ്ട് ശ്രീചക്രം പൂജിക്കുക എന്ന് പറയുമ്പോൾ ഉത്കൃഷ്ടം. തിരിച്ച് ഈ എന്താ പറയുക, ഉദാഹരണം ഭാരതത്തിൽ വന്നു പിറക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പുണ്യമാണ്. അതിൽ തന്നെ കർമ്മഭൂമിയായിരിക്കുന്ന ഈ മലയാള മണ്ണിൽ വന്ന് പിറക്കുക എന്നാൽ അതിലേറെ പുണ്യമാണ്. അതിൽ തന്നെ ഈ പരാശക്തി ഉപാസിക്കാൻ പറ്റുക, അമ്മയെക്കുറിച്ച് കേൾക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കോടി പുണ്യം. അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മഹാഭാഗ്യം, എത്രയോ ആളുകൾ എത്രയോ കഷ്ടപ്പെട്ട ഈ പറഞ്ഞ ശ്രീചക്രവും ശ്രീവിദ്യ പൂജയൊക്കെ കാണാനും കേൾക്കാനും പറ്റും. അതിലേക്കാണ് നമ്മൾ യതിഷ നമ്മളെ കൈ പിടിച്ചുകൊണ്ട് മെല്ലെ കയറിപ്പോകുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയ അവസരം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്യുക. ഒപ്പം നമുക്ക് പറയാനുള്ളത്, ഇതൊക്കെ ചെയ്യുമ്പോഴും സ്വന്തം കുലദേവതയെ മുറുകെ പിടിക്കണം. കുലദേവതാനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ശ്രീചക്രം പൂജിക്കാനും മറ്റേത് ദേവതയെ പൂജിക്കാനും ഏത് സാധന ചെയ്യാനും. മൂലാധാരസ്ഥിതമാണ് കുലദേവത. കുലദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് പരിപൂർണ ഫലം നമുക്ക് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്നാണ് നമ്മുടെ ഒരു ബോധ്യം. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ അവിനാഷ്ജി ഒന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അത് എന്താ രീതിയിൽ. ബാബാജി, വളരെ നന്ദി. അങ്ങേക്ക് ഒരുപാട് വെളിച്ചം വീശുന്ന ഒരു സെഷൻ ആയിരുന്നു. ഇതില് ഒന്ന് രണ്ട് കാര്യം എന്റെ മനസ്സിൽ ഉയർന്നു വന്നതും പല ആളുകള് എന്നിലേക്ക് ചോദിച്ച ചോദ്യമായിട്ടുള്ളത്, നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഈ ആരാധനാ സമ്പ്രദായത്തിൽ എല്ലാവരുടെയും ഒരു പേടി, ഇപ്പൊ ഒരു വ്യക്തി, എനിക്ക് ഇതിൽ താല്പര്യം ജനിച്ചു, ഞാൻ അങ്ങയുടെ ക്ലാസ്സിലേക്ക് വരികയാണ്, ഞാൻ പഠിക്കുകയാണ് എന്ന് ഉദാഹരിച്ചാല്, ഇനി എന്റെ കാലശേഷം, ഞാനിപ്പോ ശ്രീചക്ര വാങ്ങിച്ചു വെച്ചു, ഞാൻ ഉപാസിച്ചു, എന്റെ കാലശേഷം ഇത് പൂജിച്ചിട്ടില്ലെങ്കിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കും വരുന്ന അതേത് വിദ്യ, ലളിതാ സഹസ്രനാമ ക്ലാസ്സിലായാൽ പോലും ഏറ്റവും അധികം ചോദിച്ച ഒരു സംശയമാണ്. കാരണം ഞാൻ ഇന്ന് ഇത് ആരാധിക്കുന്നു, എന്റെ കാലശേഷം ഇത് ആരാധിക്കാൻ ഇല്ലാത്ത ഇത് വന്നാൽ ഇതുകൊണ്ട് എന്റെ കുലം മുടിഞ്ഞു പോകില്ലേ എന്നാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള വിദ്യ പഠിക്കാൻ സമ്മതിക്കുന്നില്ല. ബഹുഭൂരിഭാഗം വരുന്ന സ്ത്രീകളായ അമ്മമാർക്ക് സത്യം പറഞ്ഞാൽ ഈ ആധ്യാത്മിക മാർഗത്തിൽ അവർക്ക് വളരെയേറെ താല്പര്യമുണ്ട്. പക്ഷെ ഏറ്റവും അധികം അവരെ നിരുത്സാഹപ്പെടുത്തുന്നത് അവരുടെ തന്നെ വീട്ടിലുള്ള ആളുകൾ ഈ ഒരു വാദം പറഞ്ഞിട്ടാണ്. അതൊന്ന് അങ്ങേ ഒന്ന് വിശദീകരിച്ചാൽ ഒരുപാട് ആളുകൾക്ക് വലിയ ഉപകാരമാവും. ഓക്കെ, ഓക്കെ, ഓക്കെ. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു വിഷയമാണ്. പലപ്പോഴും നമ്മളും ഇത് കേട്ടിട്ടുണ്ടെങ്കിലുള്ള കാര്യം, ഇതിപ്പോ നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതൊരു ബാധ്യത എൻ്റെ കുട്ടികളും മക്കളും ഒക്കെ കൊണ്ടുകൊണ്ടിരുന്നു. അവിടെയാണ് നമ്മൾ ഈ രാമായണത്തിന്റെ കാര്യം പറഞ്ഞ പോലെ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ കർമ്മഫലത്തെ കുറിച്ചുണ്ട്. ഇവിടെ ഈശ്വരോപാസന കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ കഴിച്ചോണ്ട് എൻ്റെ കുട്ടികൾക്ക് വല്ല ഗുണമുണ്ടാ? ഒരു ഗുണമില്ല. അവര് കഴിച്ചുകൊണ്ട് നമുക്ക് വല്ല ഗുണമുണ്ടോ? അതും ഇല്ല. അത് പറഞ്ഞ പോലെയാണ് ഈശ്വരോപാസന എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലാണ്, പേഴ്സണലാണ്. നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതിന്റെ ഗുണം അവർക്കൊന്ന് ലഭിക്കുന്നു എന്നല്ലാതെ, പ്രത്യേകിച്ച് ശ്രീവിദ്യ പോലുള്ള പാരമ്പര്യം ഒരു ഹയർ സ്റ്റഡിയാണ്. കുലദൈവം പോലെയല്ല. കുലദേവത ഉപാസനയൊക്കെ നിങ്ങൾ പറഞ്ഞത് ശരിയാ, നമ്മളത് ചെയ്തില്ലെങ്കിൽ മക്കളെ ബാധിക്കില്ല, അത് കുലസംബന്ധിയാണ്. എന്നാൽ ഇതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഡോക്ടറാവാൻ പഠിക്കാൻ പറ്റുള്ള കാര്യം, നമ്മൾ അറിവ് നേടുകയാണ്. ആ അറിവ് നമ്മളുമായി, ആ അറിവിനെ നേടാൻ ഉപയോഗിക്കുന്ന ഉപാധിയാണ് ശ്രീചക്രം എന്നുള്ള കാര്യമാണ് ഈ ശ്രീവിദ്യ എന്നുള്ളത്. അങ്ങനത്തിൽ മറ്റൊന്നും തന്നെ അതിലില്ല. പിന്നെ കൂടാതെ ഇതൊന്നും ദീക്ഷയായിട്ട് വാങ്ങുമ്പോൾ, ഇപ്പൊ കുലദൈവം അല്ലെങ്കിൽ മന്ത്രവാദ മൂർത്തികൾ എന്നൊക്കെ പറയുമ്പോൾ അത്തരം ചില സങ്കല്പങ്ങളിൽ, എല്ലാത്തിലും അല്ല, ചില സങ്കല്പങ്ങളിൽ ചില ഉപാസന എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഞാനും എൻ്റെ തലമുറയും എൻ്റെ തറവാടും ഉള്ളിടത്തോളം കാലം ഞങ്ങൾ ഇതിനെ ആരാധിച്ചു കൊള്ളാം എന്ന് സത്യം ചെയ്ത് ചില ഉപാസനകൾ സ്വീകരിക്കുന്ന സമ്പ്രദായം നമ്മളുടെ ഈ ധർമ്മത്തിലുണ്ട്. അത്തരത്തിലൊരു സത്യം ചെയ്താൽ സംശയമില്ല, ആ തലമുറ മൊത്തത്തിൽ അത് ഏറ്റെടുക്കണം. പക്ഷെ ശ്രീചക്ര പൂജയൊന്നും അങ്ങനെയൊന്നല്ല, ഇത് ഗുരുക്രമമാണ്. ഈ ശ്രീവിദ്യാ പാരമ്പര്യത്തിൽ പറയുന്ന ഗുരുക്രമ സമ്പ്രദായമായിട്ടാണ് പറയുക. അതായത് ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് പകരുന്നു എന്നല്ലാണ്ട് അത് മക്കളിലേക്ക് പകരണം എന്നില്ല എന്ന് മാത്രമല്ല, മക്കൾക്കും ഭാര്യയ്ക്കും ഭർത്താവിനും ഉറ്റവർക്കും ഉടയവർക്കും ഒന്നും ഇതിൽ ബന്ധമില്ല, അങ്ങനെ പറഞ്ഞെടുക്കാനും പാടില്ല. ഇത് അങ്ങനെ എല്ലാവർക്കും പറഞ്ഞെടുക്കാൻ പാടില്ലേ. മക്കൾക്കൊന്നും പറഞ്ഞെടുക്കാനേ പാടില്ല. ഇപ്പൊ നമുക്ക് മക്കളുണ്ടെങ്കിൽ പറഞ്ഞെടുക്കാൻ പാടില്ല എന്നാണ്. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ബോധ്യം വന്നാൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള പാരമ്പര്യം പരിപൂർണമായിട്ടും പറഞ്ഞെടുക്കാൻ പറ്റുള്ളൂ എന്നാ പറയാം. അപ്പൊ അതിനെന്താണ്, അതുകൊണ്ട് അത് എല്ലാവർക്കും ഉള്ളതല്ല. ഇതൊരിക്കലും മക്കളെയും ഭർത്താവിനെയും ആരെയും ബാധിക്കും. ഇതിന്റെ നന്മ ഉണ്ടെങ്കിൽ അവർക്ക് കിട്ടും എന്നല്ലാണ്ട് ഒരിക്കലും അല്ലാണ്ട് എല്ലാവർക്കും ഉള്ളതല്ല. അതുകൊണ്ട് ഒരിക്കലും ശാപം ഉണ്ടാവില്ല, അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, ശാപം ഉണ്ടാവില്ല.
അതുകൊണ്ടാണ് പറഞ്ഞത് അവനാൻ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് അവനാന്റെ വിശപ്പ് കൊണ്ട് അവനാന്റെ ആരോഗ്യത്തിന് എന്ന് പറഞ്ഞ പോലെ ഇതുകൊണ്ടും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് ബാധ്യതയല്ല, ചെയ്യാൻ പാടില്ലാത്തതിന്റെ കാരണം പറഞ്ഞില്ല, ഇത് ഗുരുക്രമമാണ്. ഒരു യോഗ്യത ഇല്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ല. താല്പര്യം ഇല്ലാത്തവർ നീ ഇവിടെ പാടാ, ശ്രീചക്രം പിടിച്ചോ, ഇത് മന്ത്രം പിടിച്ചോ, എന്നാ കൊണ്ടേക്ക് പൂജിച്ചോ, ഇത് പരിപാടി ഇല്ല. ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഈ വെബിനാറിൽ ഒത്തിരി ആളുകൾ പങ്കെടുത്തിട്ടുണ്ടാവും, പല ടൈമിലായിട്ട്. ചിലപ്പോൾ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർ നമ്മളെ ഈ വെബിനാർ കൊണ്ടുപോകുന്ന പങ്കെടുത്ത ശേഷമുണ്ടായിരിക്കും. ഇതിൽ പലർക്കും ഇതിലൊന്നും ക്ലാസ് ചേരാൻ പറ്റില്ല. ഇനി ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വരാതെ ആൾക്കാർ എന്താണ്, അത് ദേവി കൂടി നിശ്ചയിക്കണം. അതുകൊണ്ട് ഇതൊരിക്കലും ബാധ്യതയല്ല. അത് ബാധ്യതയോടുകൂടി മക്കളെ ഏൽപ്പിക്കാനും പറ്റില്ല, ഏൽപ്പിച്ചിട്ട് കാര്യവുമില്ല. അതുകൊണ്ട് അത് ആരെയും ബാധിക്കില്ല. ഇപ്പൊ നമ്മളുള്ളത് നമ്മുടെ മക്കൾക്കുള്ളതല്ല. ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, അപ്പൊ അവിനാഷ്ജി നമ്മുടെ ശിഷ്യനാണ്. അപ്പോൾ ഇത് അവിനാഷ്ജിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റില്ല. അവർക്ക് ഇതിലൊരു ബന്ധമില്ല. കുലദൈവം അവർ കൊണ്ടുനടക്കേണ്ടി വരും. ഇതൊന്നും ബന്ധം, ഇത് ഹയർ സ്റ്റഡിയാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറയാം, മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ പറയാം. അല്ല, ആർക്കെങ്കിലും ഈ വെബിനാറിൽ പങ്കെടുത്ത ആളുകൾക്ക് ബാബാജിയോട് ഇതേക്കുറിച്ച് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ മനസ്സിൽ ഉയർന്ന ഒരുപാട് സംശയം ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട സംശയം എന്റെ അടുത്തേക്ക് വന്നതിൽ ഏറ്റവും കൂടുതൽ, പിന്നെ ആർത്തവ സംബന്ധിയായത് അങ്ങ് പറഞ്ഞത് കൊണ്ട് എനിക്കൊരു സമാധാനം. സെക്കൻഡ് ഏറ്റവും കൂടുതൽ വരുന്നതാണ് ഈ ആർത്തവ സംബന്ധിയായത്. പിന്നെ മൂന്നാമത് ഒരു ചോദ്യം കൂടെ ഉണ്ട്. കാരണം പലരും കേരളത്തിൽ സാമാന്യ ജനം, കാരണം യതീഷയും ബാബാജിയും നമ്മളും ഒക്കെ ലക്ഷ്യം വെക്കുന്നത് സാമാന്യ ജനം ഈ ശ്രീവിദ്യ എന്ന പവിത്രമായ വിദ്യ അവർ മനസ്സിലാക്കണം, അവർ ഉപാസിക്കണം എന്നാണ്. അപ്പൊ പലരും നമുക്കറിയാം, ഭാരതത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വീടുകളിൽ പ്രത്യേകിച്ച് പൂജാമുറിയോ സംവിധാനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അവർ ജീവിക്കുന്ന ഒരു സെൻട്രോളിൽ ഒരു മൂലയ്ക്ക് ആയിരിക്കും അവരുടെ പ്രാർത്ഥനാ സംവിധാനങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട്. കാരണം ശ്രീചക്രം ഞാൻ ഈ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ ഇതൊരു വലിയ ആറ്റം ബോംബാണെന്നൊക്കെ വിചാരിച്ചിട്ട് സമീപിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിട്ട് എനിക്കിത് പൂജിക്കാൻ എന്റെ വീട്ടിൽ അത്ര പരിശുദ്ധിയുള്ള സ്ഥലമില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാനിത് പഠിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ള ധാരാളം ഈ പറയുന്ന സാധാരണ, അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ധരിപ്പിച്ച് വെച്ചത് അങ്ങനെയാണ്. ഇതൊക്കെ ക്ഷേത്രങ്ങളിൽ മാത്രമേ പാടുള്ളൂ, ഇതൊന്നും സാധാരണക്കാരന്റെ എന്താ പറയാ ബെഡ്റൂമിൽ പോലും വെക്കാൻ പാടില്ല, പൂജാമുറിയിൽ മാത്രം വെക്കണം. അപ്പൊ അതേക്കുറിച്ച് അങ്ങ് ഒന്ന് വിശദീകരിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. തീർച്ചയായും. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ശ്രീചക്രം എന്താന്ന് പറഞ്ഞു വെച്ചാ, ഈ പൂർവ്വ കൗളനും ഉത്തര കൗളന്റെയും ശ്രീചക്രത്തിന് വ്യത്യാസം പറഞ്ഞു. പൂർവ്വ കൗളന് സ്വന്തം ദേഹം അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണറുടെ ദേഹം അല്ലെങ്കിൽ മറ്റുള്ള ശരീരം, ഇതാണ് ശ്രീചക്രം എന്ന് പറഞ്ഞു. ഉത്തര കൗളനാണെങ്കിൽ യന്ത്രവും മറ്റുള്ളതൊക്കെയാണെന്ന് ചിത്രമൊക്കെയാണെന്ന് പറയേണ്ടത്. അതായത് നമുക്ക് നമ്മുടെ ശരീരം എവിടെയൊക്കെ വെക്കാം അവിടെയൊക്കെ ശ്രീചക്രം വെക്കാം. അപ്പോ ഒരു സിംഗിൾ റൂമിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ കിടത്ത എവിടെയായിരിക്കും, ഭക്ഷണം എവിടെയായിരിക്കും, ടോയ്ലറ്റ് തൊട്ടായിരിക്കും. നമ്മുടെ ശരീരം അവിടെയല്ലേ ഇരിക്കണേ, നമ്മുടെ ശരീരത്തിലല്ലേ സാക്ഷാ ഭഗവാൻ സർവഭൂതേഷു കൂടെ നമ്മുടെ ഉള്ളിലാണ് ഈശ്വരൻ വർത്തിക്കുന്നത്. പരാശക്തി നമ്മുടെ ഉള്ളിലാണ്, പരമേശ്വരൻ നമ്മുടെ ഉള്ളിലാണ്. അപ്പൊ നമ്മുടെ ശരീരം എവിടെ വെക്കാൻ പറ്റുമോ അവിടെയൊക്കെ വെക്കാം. ഈ യന്ത്രത്തിലാണ് ഈശ്വരൻ എന്ന് കരുതുന്നത് നമ്മളുടെ പരിമിതമായ കാര്യമാണ്. ഈശ്വരൻ അതുകൊണ്ടാണ് ദേഹോ ദേവാലയ, ദേഹോ നവരന്ത്ര രൂപ. ഇതൊക്കെ നമ്മൾ ഇപ്പൊ ഭാവനവിഷത്തൊക്കെ പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് സ്വന്തം ശരീരമാണ് ശ്രീചക്രം. ശ്രീചക്രം ശിവയോർ വഭു, അത് പരാശക്തിയുടെ ശരീരവുമാണ്. അപ്പൊ നമ്മുടെ ശരീരവും പരാശക്തിയുടെ രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഒരു ഇല്ലായ്മയിൽ പോലും അമ്മയിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധാരണ എന്ന് വെച്ചാൽ, ഒരിക്കലും അത് സാധാരണക്കാരുടെ ഉള്ളിൽ പൊട്ടിമുളച്ചതല്ല, അത് പൗരോഹിത്യം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അത് ഏതെങ്കിലും ഒരു സമുദായമൊന്നുമല്ല പൗരോഹിത്യം. എപ്പോഴും പൗരോഹിത്യം ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ഒതുങ്ങിയതല്ല, അത് പൗരോഹിത്യത്തിൽ ഒതുങ്ങിയതാണ്. അവരിൽ മാത്രം അത് ഉണ്ടാകണമെന്ന്, മറ്റുള്ളവരിൽ നിന്ന് ഭയന്ന് മാറി നിൽക്കണം എന്നുള്ളത് അവരുടെ കാഴ്ചപ്പാട്. അത് അറിവുകേടാണ്. അറിവാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വീണ്ടും പറയുന്നു, ശ്വാസോച്ഛ്വാസം നടക്കുന്ന ശരീരം, ആ ശരീരം പോലെ തന്നെയാണ് നിത്യം ആരാധിക്കപ്പെടുന്ന ശ്രീചക്രം അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ. അത് നമ്മുടെ പരിമിതമായ സ്ഥലത്ത് അവിടെ ചെറിയ രീതിയിൽ ഒരു പൂജാമണ്ഡലം, പക്ഷെ ഒരു പലകയുടെ മുകളിൽ ഒരു പട്ടി വിരിച്ചിട്ടോ അങ്ങനെയൊക്കെ വെക്കുക. അതിനുശേഷം പൂജ കഴിഞ്ഞാൽ ശ്രീചക്രം മൂടി വെക്കുക. ഇത്തരം കാര്യം മൂടി വയ്ക്കുന്ന പാത്രം എടുത്ത് ഒരു പട്ടന്റെ കഷ്ണം വെച്ചിട്ട് ഒരു തുണിയുടെ കഷ്ണം വെച്ച് മൂടി വെക്കുക. വൃത്തി ഉണ്ടാക്കി അല്പ സ്ഥലമാണെങ്കിൽ അവിടെ പരിമിതമായ വൃത്തി, സിംഗിൾ റൂം ആണെങ്കിൽ അതിന് പരിമിതി ഉണ്ടായിരിക്കാം. ആ പരിമിതമായ സ്ഥലത്ത് പരിമിതമായ രീതിയിൽ അവനാൽ കഴിയുന്ന രീതിയിൽ കൊണ്ടു നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരിക്കലും മറ്റുള്ള ദോഷങ്ങളൊന്നുമില്ല. അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് പറഞ്ഞ സ്വന്തം ശരീരം, നിങ്ങളുടെ ശരീരം റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ശ്രീചക്രം ഇരിക്കും. കാരണം രണ്ടും ഒന്ന് തന്നെയാണ്, വേറെയല്ല. രണ്ടും ഒന്ന് തന്നെയാണ്. ആ രണ്ടും ഒന്നാന്നുള്ള ബോധ്യത്തിനാണ് നമ്മൾ ഈ പൂജയൊക്കെ ചെയ്യണത്. ശിവോഹം
നമ്മൾ തന്നെയാണ് ശിവം, അഹം ബ്രഹ്മാസ്മി, സോഹം എന്നൊക്കെ ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഉപാധിയാണ് തന്ത്രശാസ്ത്രത്തിന്റെ ട്രിക്ക്. തന്ത്രം എന്ന് പറഞ്ഞ ട്രിക്ക്, ആ ട്രിക്കാണ്. പരാശക്തി ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലാണെന്ന് ബോധ്യപ്പെടാനുള്ള ഉപാധി. അതുകൊണ്ടാണ് പശുത്വത്തിൽ നിന്ന് വീരത്വത്തിലേക്കും വീരത്വത്തിൽ നിന്ന് ദിവ്യത്വത്തിലേക്കും പ്രവേശിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. പശുത്വ ഭാവമാണ് നീ പറയുന്ന ഇവിടെ വെക്കാൻ പറ്റുമോ, അവിടെ വെക്കാൻ പറ്റുമോ, ഇത് പാപല്ലേ, ഇത് പുണ്യല്ലേ, ഇത് മോശമല്ലേ, ദേവി കോപിക്കില്ലേ എന്നുള്ളതൊക്കെ പശുത്വമാണ്. അത് മാറണമെങ്കിൽ എന്ത് വേണം? ആചാര്യനോട് മന്ത്രം കേട്ട് സാധരാൽ ആരാധിക്കാമടോ, ആചാരപൂർവ്വം ആരാധിക്കാമടോ എന്ന് നമ്മുടെ എഴുത്തച്ഛനൊക്കെ പറഞ്ഞ പോലെ ഒരു സാമ്പ്രദായിക ഗുരുവിൽ നിന്ന് ഈ സമ്പ്രദായം നിത്യേന നീ എന്തോ ഒരാളെന്തോ എഴുതിയിരുന്നു, നമ്മൾ കണ്ടില്ല അത്. അപ്പൊ അല്ല, അത് നിത്യേന നിയമേനയാണോ പൂജ വേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. നിത്യേന നിയമേനയാണോ പൂജ നിത്യേന വേണ്ടത്? നിയമേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യേന എന്നുള്ളത് ചിലപ്പോൾ എല്ലാവർക്കും സാധ്യമായിക്കൊള്ളുന്നില്ല. അപ്പൊ പൗർണമിക്കും അമാവാസിക്കും ഒക്കെയാണ് സാധാരണ നമ്മൾ പൂജിക്കുക, തിഥികൾക്കൊക്കെയാണ് പൂജിക്കുക. അല്ലെങ്കിൽ വിശേഷമായിട്ട് ആഴ്ചയിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ പൂജിക്കാം, മാസത്തിൽ ഒരിക്കൽ പൂജിക്കുക. അതൊക്കെ അവനവന്റെ സൗകര്യത്തിന് എടുക്കുക. അല്ലാണ്ട് ഇപ്പോൾ വർഷത്തിൽ ഒരിക്കൽ പൂജിച്ചാലും അങ്ങനെ പറ്റില്ല വെച്ചാൽ അങ്ങനെ. പക്ഷെ ഒന്നും പറ്റില്ല. നമ്മൾ എന്തിനാ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത് വരുന്നവർക്ക് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കും, നിത്യേന ലളിതാ പാരായണം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവർക്ക് ആ പരാശക്തിയെ പരിപൂർണമായി അമ്മയുടെ യന്ത്രത്തിൽ പൂജിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് നടക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് പുഷ്പം കിട്ടിയില്ലെങ്കിലും തൊട്ടിട്ടെങ്കിലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോണ്ട് എന്നും പറ്റുകയാണെങ്കിൽ എന്നും ചെയ്യാം. പിന്നെ നിയമേന, നിത്യം എന്നുള്ള നിയമേന എന്ന് പറഞ്ഞാൽ അതിലൊരു മാറ്റവും ഇല്ല. അതാത് പൂജയ്ക്ക് പറഞ്ഞിരിക്കുന്ന നിയമങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ പൂജിക്കേണ്ടത്. നിയമം ഇല്ലാണ്ട് ഒന്നുമില്ല. നിയമം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതന്നെയാണ് അതിന്റെ ശക്തി, അതാണ് അതിന്റെ ജീവൻ. നിത്യം എന്നുള്ളത് മാറ്റിയാലും നിയമം എന്നുള്ളതിന് അനിത്യകർമ്മ ലോപ എന്ന പ്രമാണമുണ്ട്. ശരിക്കും നിത്യകർമ്മത്തിൽ ലോപം വരുത്താൻ പറ്റില്ല. പക്ഷെ നിത്യകർമ്മം എന്നുള്ളത് ഓരോരുത്തർ സൗകര്യാനുസരണമാണ് പരിഗണിക്കേണ്ടത്. രാത്രിയോ പകലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ പറഞ്ഞ തിഥികളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശേഷങ്ങളിലോ ഒക്കെയാണ് സാധാരണ മാസത്തിൽ 1-ാം തീയതി ഇങ്ങനെയൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ പൂജിച്ചു ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണക്കാരാണ്. അപ്പൊ അതിനൊന്നും കുഴപ്പമില്ല, അത് സൗകര്യത്തിന് പരിഗണിക്കാം. എന്നും പിന്നെ ചെയ്യാണെങ്കിൽ ഗുണമായിരിക്കും. പറയാൻ വേറെ വേറെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ആള് ചോദിച്ച ഒരു ചോദ്യം തന്നെയാണ്. ഇപ്പോഴും കുറച്ച് നേരത്തെ ഒരു അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. കാരണം ഈ ശ്രീചക്രം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ആളുകൾ വിപണന ചരക്കാക്കി മാറ്റിക്കഴിഞ്ഞ ഒരു ഒരു സാമഗ്രി ആയിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു തനിമയാർന്ന ഒരു ശ്രീചക്രം നമ്മൾക്ക് എവിടെ നിന്ന് വാങ്ങിക്കാം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് ഇപ്പം ശ്രീചക്രം പൂജിക്കുന്ന ഞാൻ ഒരു ഒരു എന്താ പറയാ, ഒരു ഡിഫക്റ്റ് ഒന്നും ഇല്ലാത്ത, ഒരു വൈകല്യം ഒന്നും ഇല്ലാത്ത ശ്രീചക്രം എനിക്ക് എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ഒരു മാനദണ്ഡം എന്താണ് ഒരു ശ്രീചക്രത്തെ ഐഡന്റിഫൈ ചെയ്യാനുള്ളത്? തീർച്ചയായും. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ശ്രീചക്രം, അതായത് സമ്പ്രദായത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഹയഗ്രീവ സമ്പ്രദായം, അഗസ്ത്യ സമ്പ്രദായം എന്നൊക്കെ നമ്മളിപ്പോൾ കാമ്യ സമ്പ്രദായമൊക്കെ നമ്മൾ പറയണ്ടേ. ഈ സമ്പ്രദായത്തിനനുസരിച്ചാണ് ശ്രീചക്രം വാങ്ങേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ശ്രീചക്രം നന്നായി നോക്കിയിട്ട് ഇപ്പൊ ഇന്നിടത്തുനിന്ന് വാങ്ങാം, ഇന്നാളുണ്ടാക്കിയത് വാങ്ങാമെന്ന് ഒരിക്കലും ശ്രീചക്രം പറയാൻ കഴിയില്ല. എന്താ വെച്ചാൽ അത് ഒരു ശ്രീചക്രം നമുക്കറിയാം, ഇപ്പൊ മോൾഡിൽ വെച്ചിട്ടായാലും ശരിയല്ല, നമ്മൾ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കും ഒക്കെ ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അത് നന്നായി നമ്മൾ നോക്കിയിട്ട് തന്നെ വാങ്ങണം. അതിന്റെ ബിന്ദു ആയാലും ശരി, അതിന്റെ ഓരോ കോണുകളായാലും ശരി, അതിങ്ങനെ ശരിക്കും ഇങ്ങനെ 1 by 1 ആയിട്ട് അതിന് നേർരേഖയിൽ വരണം എന്നൊക്കെ ഉണ്ട്. ഇതിനെ പിടിക്കുന്ന ശ്രീചക്രം നോക്കുമ്പോൾ എല്ലാ കോണുകളും ഒരുമിച്ച് വരണം എന്നൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൃത്യമായി നോക്കിയിട്ട് വാങ്ങുക എന്നുള്ളതിനാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ഈ ദിശകളായാലും നമ്മളും പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് കൃത്യമായി അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് വാങ്ങാൻ, നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൃത്യമായി അതിന് ഇന്ന സ്ഥലത്ത് നമ്മൾ പറഞ്ഞു നമ്മളുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ശ്രീചക്രം ലഭ്യമാകുന്ന ഒരു 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 കൃത്യമായ പദ്ധതി എന്താ വെച്ചാൽ അതൊന്ന് കൈകാര്യം ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും കടയിൽ നിന്നോ അല്ലെങ്കിൽ പരസ്യം കണ്ടോ ശ്രീചക്രം വാങ്ങരുത്. നമ്മൾ പോലും ആർക്കും വാങ്ങി കൊടുക്കാറില്ല. കാരണം വെച്ചാൽ അത്ര ബിസിനസ് ചെയ്യാൻ കഴിയില്ല. അത് നോക്കിയിട്ടാണ് വാങ്ങേണ്ടത്. അപ്പൊ അതുകൊണ്ട് അത് എല്ലായിടത്തും അല്ല, എവിടുന്ന് വാങ്ങണം നോക്കി വാങ്ങാം. അറിവുള്ള ചക്ര ഒന്ന് പറയട്ടെ, ശ്രീചക്രം പൂജയും ശ്രീചക്ര വിധാനവും ശ്രീചക്രവും നന്നായി അറിയുന്ന ആചാര്യന്മാരോ ഗുരുക്കന്മാരോ അത്തരം ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടി സഹായത്തോടു കൂടി പരമാവധി വാങ്ങാൻ ശ്രമിച്ചാൽ അത് കുറച്ചും കൂടി നോക്കി വാങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ നന്നായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ശ്രീചക്രം വാങ്ങുക. വെറും ശ്രീചക്രമല്ല, പ്രാണപ്രതിഷ്ഠ ചെയ്തിട്ട് സാധാരണക്കാർ പൂജിക്കുകയും ചെയ്യാം. അതെന്തായാലും ബാബാജി പറഞ്ഞതിനനുസരിച്ചിട്ട് യതീശയിലും നമ്മൾ ആ കാര്യങ്ങൾ ഗൗരവമായി ആലോചിച്ചിട്ടുണ്ട്. ഇത് സാധകർക്ക് ഈ പറയുന്ന പോലെ ഗുരുനാഥന്റെ സാന്നിധ്യത്തിൽ പരിശോധിച്ച ശ്രീയന്ത്രം
ദീക്ഷയ്ക്ക് വരുന്ന സമയത്ത് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രം, ഇതൊരു കച്ചവടമാക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ല. യഥാർത്ഥത്തിൽ ഈ വിദ്യ കൃത്യമായും ഉപാസിക്കാൻ വേണ്ടിയിട്ട് അതില് ഈ പറയുന്ന തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്ത പരിശോധിച്ച് ശ്രീചക്രം പറ്റുമെങ്കിൽ, അത് പ്രേംജി ഗൗരവമായിട്ട് അത് ആലോചിക്കുന്നുണ്ട്, എന്താണ് പോംവഴി, എങ്ങനെ അതിന് നമുക്ക് എത്തിക്കാൻ സാധകർക്ക് സഹായമായി അത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. അപ്പൊ അത് വഴിയെ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് അറിയിക്കാം. വേറൊരു ചോദ്യമുള്ളത്, 2 ചോദ്യമുണ്ട്. ഒന്ന്, നമ്മുടെ ഈ ക്ലാസ്സിൽ ഒരുപാട് വിദേശികളായ ആളുകൾ ഇത് പഠിക്കാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിന്റെ ദീക്ഷാ സമ്പ്രദായത്തില് അവർക്ക് ഇപ്പൊ നേരിട്ട് വന്ന് മന്ത്രോപദേശം സ്വീകരിക്കാനുള്ള ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി, ദേശകാല സംബന്ധിയായ വെല്ലുവിളിയുണ്ട്. അപ്പൊ അതിനെ എങ്ങനെ അവര് തരണം ചെയ്യും എന്ന ഒരു ചോദ്യം. രണ്ടാമതൊരു ചോദ്യം, ഈ ശ്രീചക്രത്തിന്റെ കാര്യം നമ്മൾ പറയുമ്പോൾ പലരും പേടിച്ചിട്ട് ഉടനെ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ പറയുന്ന ശ്രീചക്രം ഇല്ലാതെ, ഭാഗ്യപൂജ ഇല്ലാതെ എനിക്ക് മാനസികമായി ആരാധിക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യമാണ്. അപ്പൊ ഇതില് ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ സാധാരണ ഗുരുനാഥൻ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ പശുക്കളായ അവസ്ഥയിൽ ഇരിക്കുന്ന നമ്മള് നേരെ നമ്മൾ മാനസിക അല്ലെങ്കിൽ സമയാചാരം എന്ന് പറഞ്ഞ ശരിക്കും ദിവ്യമായ ആചാരമാണ്. അപ്പൊ ഓൾവേസ് ശാസ്ത്രത്തിന്റെ ഭാഷയിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, നമ്മുടെയൊക്കെ മനസ്സ് മങ്കി മൈൻഡാണ് ശരിക്കും. നമ്മൾ മാനസികമായ ഒരു ധ്യാനാവസ്ഥയിലേക്ക് ഇരിക്കുമ്പോൾ തന്നെ മനസ്സ് അവിടുന്ന് വിട്ട് വേറെ പല സ്ഥലങ്ങളും സഞ്ചരിക്കും. ഇത് മനസ്സിലാക്കിയിട്ടായിരിക്കും നമ്മുടെ ഋഷീശ്വരന്മാര് ഈ ബാഹ്യ പൂജാക്രമം, അതായത് നിശ്ചിതമായ ഒരു സമയത്ത് നമ്മുടെ മനസ്സിനെ നിശ്ചിതമായ ഈ ദ്രവ്യങ്ങളില് കുരുക്കി വെച്ചുകൊണ്ട് നിതാന്തമായി നമ്മളത് പ്രയത്നം ചെയ്യുമ്പോൾ സ്വാഭാവികമായും മനസ്സിനൊരു ഇരുത്തം വരികയും അപ്പൊ നമുക്ക് ദിവ്യമായ ആചാരങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ 2 ചോദ്യങ്ങൾ ഒന്ന് ഗുരുനാഥനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ നന്നായിരുന്നു. ഓക്കെ, ആദ്യത്തെയാണ് നമ്മൾ വിദേശത്തുള്ളവരൊക്കെ ആണെങ്കിൽ മന്ത്രദീക്ഷയും മറ്റുള്ളതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നുള്ളത്. ഒന്ന്, നമ്മളൊക്കെ കുറെ കാലം മുമ്പ് തന്നെ വേണമെന്ന് വെച്ചാൽ കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇത്തരം മാധ്യമങ്ങളുടെ സഹായത്തോട് കൂടിയിട്ട് പരമാവധി മന്ത്രോപദേശവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ തന്നെ കൊടുക്കാനുള്ള കാര്യം. സ്പർശനം, ഗുരുസ്പർശനം, തന്ത്രത്തിൽ സ്പർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഗുരുവിന്റെ കൈ ഒന്ന് സ്പർശിക്കുക എന്നുള്ളതൊക്കെ ഉണ്ട് തന്ത്രത്തിൽ വലിയ ഇമ്പോർട്ടൻ്റ്. അതിന് സാധ്യമാവില്ല എന്തിനാ പോലും കണ്ടിട്ടോ കേട്ടിട്ടോ ഒക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇത്തരം മാധ്യമങ്ങളിലൂടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. കൂടാതെ നമുക്കുള്ള വിദേശത്ത് കുറെ ആളുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ യതീഷനോട് കോൺടാക്ട് ചെയ്തിട്ട് അവിടെ സൗകര്യം ഒരുക്കിയിട്ട് നമ്മളെ പോലുള്ളവരൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുക, അതാണ് പിന്നെ ഒരു മാർഗം. അപ്പോ അല്ലാണ്ട് മാർഗമില്ലാണ്, അല്ലാണ്ട് നമുക്ക് മാറി വരാനൊന്നും പറ്റില്ല. അപ്പം ഒന്ന് ഈ മാധ്യമം ഉപയോഗിക്കാം, മറ്റൊന്ന് സൗകര്യങ്ങൾ അതാത് പ്രദേശത്ത് വെച്ചുകൊണ്ട് വലിയൊരു ഒരു എന്താ പറയാ, അതിനായിട്ടൊരു ഫംഗ്ഷൻ ആയിക്കൊണ്ട് അത് നടത്തുകയാണെങ്കിൽ അവിടെ നേരിട്ട് ശ്രീചക്രം പൂജിച്ച ശ്രീചക്രം വാങ്ങാനും ശ്രീചക്ര പൂജയിൽ ഡയറക്റ്റ് പങ്കെടുക്കാനും ദീക്ഷ സ്വീകരിക്കാനുള്ള സൗകര്യം അങ്ങനെ ഉണ്ടാക്കുക. മറ്റത് ഓൺലൈൻ പദ്ധതിയിലൂടെ നമുക്ക് കാര്യങ്ങൾ ഒത്തിരി ചെയ്യാൻ പറ്റും. പിന്നെ നേരിട്ട് വരുന്ന കാലഘട്ടത്തിൽ എന്നാണ് നാട്ടിലൊക്കെ വരുന്നത് വെച്ചാൽ അത്ര, അല്ലെങ്കിൽ പിന്നീട് എപ്പോഴും അവിടെ ക്യാമ്പ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അതിൽ നേരിട്ട് വന്നിട്ട് ഡയറക്റ്റും അത് സ്വീകരിക്കുക. അതാണ് അതിനുള്ളൊരു മാർഗം. അതുകൊണ്ട് പോംവഴി ഇല്ലാത്തില്ല നിലയിൽ ഇപ്പോൾ ഓൾറെഡി ഓൾറെഡി നമ്മളൊക്കെ അത്തരം മന്ത്രോപദേശങ്ങൾ കൊടുത്തു വരുന്നുണ്ട് വിദേശത്തൊക്കെ ഉള്ള ആളുകൾക്ക്. അല്ലാണ്ട് പഴയ രീതിയൊന്നും അല്ല, ഒക്കെ മാറ്റങ്ങൾ. പക്ഷെ ശബ്ദം കേൾക്കുമല്ലോ, കാണുമല്ലോ, ഡയറക്റ്റ് സ്പർശനവും ദർശനമൊക്കെ കിട്ടുന്ന സമയത്ത് അത് ചെയ്യുകയും വേണം. അത് നിർബന്ധമാണ്, അപ്പോഴേ പരിപൂർണ്ണ ആവുള്ളൂ. അതുകൊണ്ട് അതിനൊരു പ്രശ്നമില്ല, ആർക്കും ചെയ്യാം. അടുത്തൊരു ചോദ്യം എന്തായിരുന്നു അത്? അത് മാനസികമായ സമയാചാര ക്രമത്തിൽ. അപ്പൊ അടുത്തതാണ് നമ്മൾ ബാഹ്യപൂജ വലിയ പ്രശ്നമാകുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ മാനസികമായിട്ട് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മളുടെ ശ്രീചക്ര പൂജ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ 9 ആവരണങ്ങളെ പറയുന്ന നേരത്ത് ഓരോ ആവരണങ്ങളും ശരീരത്തിൽ ഏത് ആധാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ആവരണങ്ങളെ വിശദീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ആന്തരികമായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമില്ല. പക്ഷെ ഇവിടെയാണ് അവിനാഷ് ജി പറഞ്ഞ പോലെ ബാഹ്യപൂജ ഉറപ്പിച്ചാൽ മാത്രമേ ഉള്ളൂ ആന്തരികമായ പൂജയുടെ ആ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എപ്പോഴെങ്കിലും, എന്നും ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് അല്ലെങ്കിൽ ശ്രീചക്രം കയ്യിൽ വെച്ചിട്ട് പൂജിച്ചില്ലെങ്കിലും ശ്രീചക്രം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ തൊട്ടുകൊണ്ട്, നമുക്ക് അർച്ചന വേണ്ട, പൂ വേണ്ട, ഒന്നുകൊണ്ട് അവിടെ തൊട്ടുകൊണ്ട് ഞാനിത് ഇവിടെ അർച്ചന ചെയ്തിരിക്കുന്നു, ഇന്ന ദേവത ഇന്നെ പൂജയാമി തർപ്പയാമി എന്നൊക്കെ നമ്മളിങ്ങനെ തൊട്ടുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഈ നിത്യം സ്പർശിച്ചിട്ട് കൊണ്ട് ചെയ്യണതും അല്ലാണ്ട് കേവലം ആദ്യം തന്നെ ആന്തരികമായിട്ട് ചെയ്യണത് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ദോഷമല്ല അതിന്റെ വിഷയം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജ്ഞാനത്തെ ആർജിക്കുക, അനുഭവത്തിൽ കൊണ്ടുവരും, തന്ത്രത്തിന്റെ പരിപാടി അനുഭവത്തിൽ കൊണ്ടുവരണമെങ്കിൽ ആ ശ്രീചക്രം തൊട്ടിട്ടെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ
അത് നമുക്ക് ഒന്നുകൂടി അതിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് പറ്റും. അല്ലാണ്ട് ആന്തരികമായിട്ട് ചെയ്തുകൂടെ വെച്ച് ചെയ്യാൻ പാടില്ലാത്ത കേടില്ല. പക്ഷെ നമ്മൾ ആദ്യമേ പറയാം, അത് നമുക്ക് പരിപൂർണതയിൽ നൽകണമെങ്കിൽ നമ്മൾ നിത്യേന ഒന്ന് സ്പർശിച്ചിട്ടെങ്കിലും ഇതൊന്ന് പറയാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ അത് പരിപൂർണ്ണമാവും. അവിടെ പറ്റില്ല എന്നൊന്നുമില്ല. പിന്നെ നമ്മളെ എന്ത് കാര്യം പറ്റില്ല എന്ന് കരുതാൻ വീട്ടിൽ ഒട്ടും സൗകര്യമില്ല എന്ന് കരുതാം, നമ്മൾ ഇതിന്റെ ഇടയിൽ നമ്മൾ ഊണ് കഴിക്കണില്ലേ, കുളിക്കണില്ലേ, സിനിമ കാണണില്ലേ, ഇതൊക്കെ സംസാരിക്കുന്നില്ലേ, ഇതൊക്കെ ചെയ്യുന്ന നേരത്ത് ഇതിനൊക്കെ പറ്റുന്നു. കാരണം ഇത് ലളിത വിധാന പറഞ്ഞിരിക്കുന്നേ, ഇത് പിന്നീട് ഡെവലപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പൊ നമുക്കിതൊക്കെ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നു പറഞ്ഞ പോലെ വേണമെങ്കിൽ ഇതൊക്കെ ആവും. ആ വേണമെന്ന് ചിന്തിച്ചാൽ മാത്രം പോരാ, നമുക്ക് അമ്മയോട് പരാശക്തിയുള്ള പ്രണയം പരിപൂർണ്ണമാണെങ്കിൽ നമുക്ക് പ്രണയിക്കുന്ന കാമുകനെ, കാമുകിയെ, ഭർത്താവിനെ, ഭാര്യയെ, മക്കളെയൊന്നും നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ലെങ്കിലും ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ എന്നൊക്കെ പാടുന്ന പോലെ നമുക്ക് അമ്മയെ ഒരു അർച്ചന ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അത് കോപം കൊണ്ടും അല്ല, പാപം കൊണ്ടും അല്ല, നമുക്കല്ലാണ്ട് പറ്റില്ല. ആ പ്രണയിനിയെ കാണാതെ എങ്ങനെ കണ്ണുകൊണ്ട്, ഈ കണ്ണ് എന്തിനാണ് പരാശക്തിയെ കാണാതെ, ഈ നാവ് എന്തിനാണ് അവളെ തുതിക്കാതെ, ഈ കൈകൾ എന്തിനാണ് അവൾക്ക് അർച്ചന ചെയ്യാൻ കഴിയാതെ എന്നാ ചിന്ത നമ്മൾ വന്നു കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ ചെയ്തോളും. അങ്ങനെ ചെയ്യപ്പെടുമ്പോഴോ അമ്മ നമ്മളെ വിടില്ല, നമ്മളെ അനുഗ്രഹിച്ച് മുത്തട്ട് കൂടെ ഉണ്ടായി. ഇതിന്റെ അപ്പുറം എന്താ പറയാ? അത് ഗുരുനാഥ, സാധ്യം. വേറെ ഒരു ചോദ്യം. അത് ഈ പറഞ്ഞ പോലെ തന്നെ ദീക്ഷയില്ലാതെ ഒരിക്കലും നിങ്ങൾ ശ്രീചക്ര പൂജ ചെയ്യാൻ ശ്രമിക്കരുത്, പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ഈ പറയുന്ന പോലെ തന്നെ ബാബാജിയെ സത്യം പറഞ്ഞാല് അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മള് ദീർഘമായ യാത്രക്കിടയിൽ നമ്മൾ ഈ സംസാരിച്ച് നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വിധാനം. സാധാരണഗതിയിൽ നിങ്ങൾ കേരളത്തിൽ പരിശോധിച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ യതീശ ചെയ്യുന്നത് വിപ്ലവാത്മകമായ ഒരു കാര്യമാണ്. കാരണം അതിന് തന്നെ യതീശ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ധാരാളം ഭാഗത്ത് നിന്ന് ഈ പറയുന്ന പോലെ ഇതിന് കേവലം ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തതിന് തന്നെ എനിക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ശ്രീചക്രം ഇങ്ങനെ വിറ്റ് തുലയ്ക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. വാസ്തവത്തില് ഇതൊക്കെ സാധാരണക്കാരന് എത്രയോ തലമുറകളായിട്ട് നിഷേധിച്ച പരമമായ വിദ്യയാണ്. സാധാരണക്കാരന് ഈ വിദ്യ എത്തിക്കാൻ ഇന്ന് നമ്മുടെ സംവിധാനങ്ങളിൽ മാർഗമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ബാബാജിയെ പോലെയുള്ള ആചാര്യന്മാരെ നമ്മൾ സമീപിച്ചതും. ഇതിന് എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ, വിധിയുണ്ടോ, ക്രമമുണ്ടോ, ആചാര്യന്മാരെ ഇതിന് നിഷ്കർഷിച്ചിട്ടുണ്ടോ എന്ന് ഒരുപാട് തവണ വളരെ നീണ്ട ചർച്ചകൾ നടത്തി അദ്ദേഹം ഇതിന്റെ വിധികളൊക്കെ പറഞ്ഞ് ഇതിന് വിധിയുണ്ട്. പക്ഷെ അപ്പൊ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് ഇത്രയും സ്ട്രെയിഞ്ച് എടുത്ത് ഇത്രയും ചാലഞ്ചസ് ഫേസ് ചെയ്യാൻ റെഡി ആയിട്ടാണ് യതീഷ ഈ ഒരു പ്രോഗ്രാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതിനെ ലൈറ്റായി കണ്ടുകൂടാ. ഖത്തറിലോ ബഹ്റിനിലോ ഇനി ഈവൺ ഞാൻ പറയും ആർട്ടിക്കിലോ അന്റാർട്ടിക്കയിലോ ആയാൽ പോലും നിങ്ങൾ ഈ വിദ്യ സ്വായത്തമാക്കുക. പക്ഷേ നിങ്ങൾ ഈ വിദ്യ പ്രയോഗിക്കുന്നതിന് മുമ്പേ ഗുരുനാഥന്റെ അടുത്ത് ദീക്ഷ വാങ്ങിയിട്ട് തന്നെ ഇത് ചെയ്യണം. കാരണം ഇത് അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദിനാഥനിൽ തുടങ്ങി ഇങ്ങറ്റം വരെ എത്തി നിൽക്കുന്ന ഒരു വലിയ ഗുരു പരമ്പരയുടെ പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അതൊന്നും നമ്മൾ വളരെ ലഘുവായി കാണരുത്. അതിനൊക്കെ പ്രാപഞ്ചികമായ വലിയ ശക്തി തത്വങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെയൊന്നും ധിക്കരിച്ച് നമ്മൾക്ക് വളരെ ലാഘവത്തോടെ ഇതിനെ സമീപിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ പരമേശ്വരി ആയിരിക്കും, ശരിക്കും ലളിതാ പരമേശ്വരി ആയിരിക്കും നമ്മളെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിച്ചത് തന്നെ. കാരണം നമ്മുടെ ക്ലാസ്സുകളിലുള്ള എത്രയോ അമ്മമാരിപ്പം ലളിതാ ഷോഡശോപചാരം വരെ പഠിച്ചു. ആ ഷോഡശോപചാരം വരെ പഠിച്ച് അവർക്ക് ഇനി അടുത്ത ശ്രീചക്ര പൂജ എന്നുള്ള വലിയൊരു സ്റ്റെപ്പിലേക്കാണ് ബാബാജി നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ, ഖത്തർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർഷത്തിൽ നാട്ടിൽ വന്നു പോകുന്നവരാണെന്ന് എനിക്കറിയാം, ലാഘവത്തിൽ എടുക്കരുത്. എന്ത് തന്നെയായാലും നിങ്ങൾ എപ്പോഴാണോ വരുന്നത് ഗുരുനാഥന്റെ അടുത്ത് വന്ന് ദീക്ഷ വാങ്ങിയതിനു ശേഷം മാത്രം നിങ്ങൾ പ്രയോഗിക്കുക. പക്ഷെ പഠിച്ചു വെക്കാം. പ്രയോഗത്തിൽ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ദീക്ഷയോട് കൂടി മാത്രം ചെയ്യാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഗുരുനാഥന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. ഗുരുനാഥൻ എന്തെങ്കിലും അതിനോട് ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള നിങ്ങളുടെ സമയം ഇപ്പൊ 9:45 ഇനിയും നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട വേറെ എന്തെങ്കിലും പരാമർശിക്കാൻ വിട്ടുപോയ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിന്റെ അനൗൺസ്മെന്റ് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 1-2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇവിടെ എന്തൊക്കെയോ കമന്റ് ഒക്കെ ആയിട്ട് ചോദ്യം വരുന്നുണ്ട്, എനിക്കത് മുഴുവൻ വായിക്കാൻ പറ്റില്ല. അല്ല, ഞാനത് വായിക്കുന്നുണ്ട്. ഞാനത് വായിച്ചിട്ടാണ് അങ്ങയോട് പറയുന്നത്. ഞാനത് വായിക്കുന്നു.
ശ്രീ അപ്പൊ എങ്ങനെ കുറിച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തൊക്കെയോ ആളുകൾ എഴുതുന്നുണ്ടെന്നും മനസ്സിലാവണില്ല. അപ്പോ ഉം. എന്തായാലും ശരി. അപ്പൊ അത് നമുക്കിത് ഈ അല്ല, ഒരു ചോദ്യം വന്നത് ഒരു ചോദ്യം വന്നത്, ഞാൻ ലളിതാ സഹസ്രനാമ ഉപാസന ക്ലാസിന്റെ ഭാഗമായിരുന്നില്ല, അതുകൊണ്ട് ശ്രീചക്ര പൂജ ക്ലാസ് ചേരാം. കാരണം ശ്രീചക്ര പൂജ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഫലവത്തായി ഇതിനെ പ്രയോഗത്തിലേക്ക് വരുത്താൻ ലളിതാ സഹസ്രനാമം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ പറയും. കാരണം അവിടെ ശിവശക്തി ഐക്യവും ബിന്ദുവിനെ കുറിച്ച് ഇപ്പം ഏറ്റവും ശക്തി ത്രികോണത്തിന്റെ അകത്തുള്ള ആ ബിന്ദുവിനെ കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോൾ നമുക്ക് ലളിതാ സഹസ്രനാമം എങ്കിലും അറിയാത്ത ഒരാൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമം ക്ലാസ്സിൽ നിങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇത് പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് ഉപകാരം. ഇത് ഒരൊറ്റ ക്ലാസ് ആയിരിക്കില്ല. നമ്മളിപ്പോ തീരുമാനിച്ചത് ബാബാജിയുമായിട്ട് നമ്മൾ ഇന്നും ഇന്നലെയൊക്കെ സംസാരിച്ചു. അപ്പം പരമാവധി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നോക്കി സമയക്രമം അനുസരിച്ച്, ഇപ്പൊ ഈ ഒരു ബാച്ചിൽ ചേരാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ അങ്ങനെയുള്ള ആളുകളുടെ ബാഹുല്യം കണക്കിലെടുത്ത് നമ്മൾ നിങ്ങളിലേക്ക് വീണ്ടും ഇതേപോലെയുള്ള ബാച്ചുമായിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താ പറയാ, ഏറ്റവും നല്ല ഉപദേശം ലളിതാ സഹസ്രനാമം പഠിച്ചുകൊണ്ട് തന്നെ ശ്രീചക്ര പൂജ പഠനവും ചെയ്യാന്നുള്ളതാണ്. പിന്നെ ബാബാജി വേറൊരു ചോദ്യം വന്നത്, തറവാട്ടില് അദ്ദേഹത്തിന്റെ ശാക്തേയ പൂജാ സമ്പ്രദായം ഉണ്ട്, ബാലാപരമേശ്വരി രൂപത്തിലാണ്, അത് തന്നെയാണോ ഗുരുജി പഠിക്കുന്നത് എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പഠിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്, പഠിപ്പിക്കുന്നത് എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പം ഇത് ഏത് വിധാനം എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഒന്ന് സാധിക്കുമോ? തീർച്ചയായും. ഒന്ന് എന്താ വെച്ചാൽ ലളിതാ സഹസ്രനാമം നിങ്ങൾ അതിന്റെ ഒരു ഭാഗമാവുക, ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അതിന്റെ ഭാഗമാവുക, പഠിക്കുക, മുന്നോട്ട് പോവുക. അതാണ് ആ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്. ഞാൻ പഠിച്ചിട്ടില്ല, ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ല. അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതപ്പോഴാണ് ഇത് പരിപൂർണ്ണമാവുക കേട്ടോ. പരിപൂർണ്ണമാക്കിയെടുക്കുക. ഇനി അടുത്തത് എന്താ വെച്ചാൽ ഇത് ബാലാവിധാനത്തിലാണ് അദ്ദേഹത്തിന്. അപ്പൊ ഈ ഭുവനേശ്വരി സമ്പ്രദായം ബാലാവിധാനത്തിൽ ചെയ്യുന്ന പല തറവാടും ഉണ്ട്. അപ്പൊ ആ വിധാനത്തിലായിരിക്കും അദ്ദേഹത്തിന്റെ തറവാട്ടിൽ വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളെന്ന് പറയുന്നത് ഇത്തരത്തിൽ അവിടെ മഹാലളിതാ പരമേശ്വരി എന്ന ഭാവത്തിൽ പൂജിക്കാൻ പറഞ്ഞു തരിക എന്നല്ലാണ്ട് മറ്റൊരു ഒന്നിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് പിന്നീട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അത് ദിശ അതിനുള്ളൊരു അവസരം ഒരുക്കുക. അപ്പൊ അത്തരം നമ്മുടെ തറവാടുമായി ബന്ധപ്പെട്ട ആ ക്രമത്തിലേക്ക് കൊണ്ടുവരാനുള്ള മാർഗം, അല്ലെങ്കിൽ ഉപരി നമുക്കിപ്പോൾ ബാലയായാലും ശരി, അതിന്റെ വിധാനമൊക്കെ അടുത്ത ഘട്ടത്തിലോടുകൂടി നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുന്നുണ്ട്. അപ്പോ അത് അപ്പോഴാണ് നമ്മൾ സത്യത്തിൽ പരിപൂർണമായിട്ട് ബാലയായാലും അല്ലെങ്കിൽ ശ്രീവിദ്യയായാലും അതിലേക്കൊക്കെ കണക്ട് ചെയ്യുന്നത് ഇതിന്റെ തുടർച്ചയായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വിധിയുണ്ട്, ബാലയായിട്ടും മറ്റുള്ളൊക്കെ വിധിയുണ്ട്. ഇനിയിപ്പോ ഭുവനേശ്വരി സമ്പ്രദായത്തിലാണെങ്കിലും അത് ബാലാവിധാനത്തിൽ ഭുവനേശ്വരിയെ പൂജിക്കുന്ന ഒരു വലിയ പദ്ധതി തന്നെയുണ്ട്. അതൊക്കെ ഈ ദിശ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് ഇനിയിപ്പോ ഇത് ഓരോന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇപ്പോൾ ഉള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ സാമാന്യ വിധാനമാണ്. അവിടെ നമ്മൾ ഇന്ന വിധാനത്തിൽ നിന്നല്ല, ലളിതാ പരമേശ്വരിയെ നമുക്ക് ശ്രീചക്രത്തിൽ പൂജിക്കാനുള്ള ഒരു കോമൺ വിധിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ എനിക്ക് ഇവിടുന്ന് ഒരു മന്ത്രോപദേശം ലഭിക്കും. അത് ഒരു സാമാന്യ മന്ത്രോപദേശവും പിന്നെ സമ്പ്രദായത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആരംഭം, ഒരു ഗുരുപാതുക മന്ത്രം, അതുപോലെ തന്നെ ഇതിലേക്ക് കയറാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഇവിടുന്ന് കിട്ടുക. പിന്നെ ഒരാളുടെ ഒരു ചോദ്യം നമ്മുടെ ശ്രദ്ധയിൽ പെട്ടുപോയതാണ്, ഈ ദീക്ഷ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് വെച്ചാൽ, ദീക്ഷ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഗുരുവിന്റെ നോട്ടം പതിക്കുക എന്നുള്ളതിനാണ് ദീക്ഷ. പക്ഷെ മന്ത്രദീക്ഷ എന്ന് പറഞ്ഞാൽ മന്ത്രോപദേശം ലഭിക്കുക എന്നാണല്ലോ. അപ്പൊ എന്താ അതിന് ക്രമം? എന്താ? ഉപദേശം കിട്ടിയ എന്താ ചെയ്യുക? ആ മന്ത്രം ജപിക്കുക. അത് ദേഹശുദ്ധിയോട് കൂടിയിട്ട്, മാനസിക ശുദ്ധിയോട് കൂടിയിട്ട്, ആന്തരിക ശുദ്ധിയോട് കൂടിയിട്ട് നമ്മൾ മന്ത്രം ജപിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ വിധി. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ശ്വാസോച്ഛ്വാസം പോലെ ഒരു യഥാശക്തി കുറച്ച് മന്ത്രമൊക്കെ ജപിച്ച് മുന്നോട്ട് പോവുക. ഇതൊക്കെയാണ് സാമാന്യ ക്രമം. കുറെ കഴിയുമ്പോൾ മന്ത്രത്തിന്റെ ഡെപ്തും അതിന്റെ രീതികളും മാറുന്നതനുസരിച്ചിട്ട് നിയമങ്ങളൊക്കെ മാറി വരും. അത്ര തന്നെയുള്ളൂ ആ കാര്യങ്ങൾ പറയാനുള്ളത്. ഇതില് ഒരു 2-3 ചോദ്യം സാമാന്യനെ വന്നിട്ടുണ്ട്. അതിങ്ങനെയാണ്. ഒന്ന്, ശ്രീചക്രം ഇല്ലാതെ എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുമോ, പഠിക്കാൻ പറ്റുമോ എന്നാണ്. തീർച്ചയായും അങ്ങേക്ക് പഠിക്കാം. പഠിച്ചതിന് ശേഷം ദീക്ഷ കാലയളവിലേക്ക് ആ സമയമാകുമ്പോഴാണ്, അതായത് പ്രയോഗിക്കാൻ ഗുരുവിന്റെ ദീക്ഷ വേണം. അപ്പൊ ദീക്ഷ ആകുമ്പോഴേക്കും നമ്മൾ ശ്രീചക്രം വാങ്ങിച്ചാലും മതിയാവും. പഠിക്കാൻ വേണ്ടി ശ്രീചക്രം കയ്യിലുണ്ടാവണം എന്നുള്ളത് നിർബന്ധമില്ല. പിന്നെ രണ്ടാമത്, ഇതുപോലെ ഇപ്പം ഗുരുജി പറഞ്ഞത് തന്നെയാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത്. കാരണം ഇതൊക്കെ ശ്രീവിദ്യയൊക്കെ ഉയർന്ന വിധാനമല്ലേ? ശരിയാണ്. യതീശ അവതരിപ്പിക്കുന്ന ഈ ലളിത അല്ലെങ്കിൽ ശ്രീചക്ര നവാവരണ പൂജാ വിധി എന്നുള്ളത് സാമാന്യമായ ഒരു സാധാരണക്കാരന് കയ്യിൽ ശ്രീചക്രം ഉണ്ടെങ്കിൽ, ലളിതാ സഹസ്രനാമം അറിയുമെങ്കിൽ
അത് ഉപയോഗിച്ച് എങ്ങനെ ശ്രീചക്രത്തിൽ ലളിതാ പരമേശ്വരിയെ പൂജിക്കാം എന്നാണ്. ഇത് ശ്രീവിദ്യാ വിധാനത്തിലുള്ള നവാവരണ പൂജയുമായിട്ട് ബന്ധിപ്പിക്കരുത്. കാരണം അത് ഉയർന്ന വിധിയാണ്. അത് യതീശ അതിനു വഴി ഒരുക്കിയിട്ടുണ്ട്. ക്രമേണ നിങ്ങളൊക്കെ ഇതിൽ താല്പര്യം ജനിക്കുന്ന ആളുകള് യഥാർത്ഥത്തില് നിങ്ങളെ ശ്രീവിദ്യാ സമ്പ്രദായത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും യതീശ ചെയ്തിട്ടുണ്ട്. ബാബാജി പറഞ്ഞ പോലെ നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ആധ്യാത്മികതയുടെ ബാലപാഠം മുതല് ആത്യന്തികമായ തലം വരെയുള്ള കോഴ്സുകള് യതീശയില് ഓൾറെഡി ഡിസൈൻ ചെയ്ത് സിലബസ് റെഡിയായി സമയാസമയം അവതരിപ്പിക്കാൻ വേണ്ടി റെഡിയാണ്. അതുകൊണ്ട് യാതൊന്നും കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് ഏത് അവസ്ഥയില് ഏത് വിദ്യയും ആധ്യാത്മികതയിൽ ആധികാരികമായി ഈ പറയണ പോലെ പുസ്തകം വായിച്ചിട്ടോ യൂട്യൂബില് കണ്ടിട്ട് അത് കോപ്പി ചെയ്തിട്ടോ ക്ലാസ്സുകളെല്ലാം ഇവിടെ നമ്മള് ഡിസൈൻ ചെയ്യുന്നതും ആധികാരികമായ ആളുകള് ആധികാരികതയോടുകൂടി ഓരോ വിദ്യയും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാ വിദ്യയും നിങ്ങൾക്ക് ആധികാരികമായി തന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ യതീശ ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് വിഴുങ്ങിയാല് നമുക്ക് ദഹനക്കേട് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് തന്നെ സമയാസമയം ഓരോ ആവരണങ്ങള് അഴിക്കുന്നത് പോലെ നിങ്ങൾക്ക് സമയം ഇപ്പം ഈ പറയുന്നത് ആദ്യം നവദുർഗയില് നമ്മുടെ ചൈതന്യത്തെ ദേവി ചൈതന്യത്തെ ഉയർത്തി യതീശ ഒരു കോഴ്സ് കൊണ്ടുവന്നു. രണ്ടാമത് സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ വിദ്യ. മൂന്നാമത് ഇപ്പൊ ദേവി മഹാത്മ്യം ഉണ്ട്. പക്ഷെ ലളിതാ പരമേശ്വരിയെ പഠിച്ച ആളുകൾക്ക് സാമാന്യേന ശ്രീചക്ര പൂജ, ശ്രീചക്രത്തെ പരിചയപ്പെടുത്തുകയാണ്. അങ്ങനെ നമ്മൾ അതിനെ അനുഭവിക്കുമ്പോൾ ഗുരുനാഥൻ പറഞ്ഞ പോലെ അനുഭവിച്ചറിയുമ്പോഴാണ് കൂടുതൽ ആഴത്തില് ഇനിയും പഠിക്കണം എന്നുള്ള ആഗ്രഹം വരിക. അപ്പോഴാണ് നിങ്ങൾ ഏകദേശ ശ്രീവിദ്യയിലേക്ക് കൈപിടിച്ച് നടത്തുക. അതിന് ഉള്ള മാർഗങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. മറുവശത്ത് കേരളത്തിന്റെ തന്നെ ഭുവനേശ്വരി സമ്പ്രദായം, ഇങ്ങനെ നിരവധി കോഴ്സുകൾ ഓൾറെഡി ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ എന്താ പറയാ അതിലേക്ക് സ്വാഗതം ചെയ്യാണ്. വഴി പോലെ നിങ്ങളുടെ മുമ്പിൽ യതീശ ഈ കോഴ്സുകളുമായിട്ട് വരും. ഇനി എനിക്ക് തോന്നുന്നു പരമാവധിയുള്ള സംശയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ ചോദ്യവും ബാബാജി നമ്മൾ ഓൾമോസ്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട്. പുതിയ ചോദ്യങ്ങളൊന്നും വന്ന് കാണുന്നില്ല. പിന്നെ കൗളമാർഗത്തിൽ പഠിക്കാനാണ് ആഗ്രഹം. ഗണപതിയും ബാലയും ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊരു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൗളമാർഗത്തിൽ പഠിക്കാനാണ് ആഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗുരുനാഥിന് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഈ വിധാനത്തിലൊക്കെയുള്ള കോഴ്സുകള് ഇവിടെ റെഡിയാണ്. പഠിപ്പിക്കേണ്ട ആളുകളും തയ്യാറാണ്. അതുകൊണ്ട് യാതൊരുവിധ സങ്കോചവും വേണ്ട. പക്ഷെ ഈ കോഴ്സ് നമ്മൾ ഈ പറയുന്നത് സാമാന്യമായി ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പരമാവധി ആളുകളിലേക്ക് ഇത് നിങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ വെബിനാർ എത്താത്തതോ കേൾക്കാത്തതോ ക്ലാസ്സിൽ പങ്കെടുക്കാനോ കഴിയാത്ത ആളുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതൊക്കെ സാധാരണക്കാരനിലേക്ക് എത്തണം, എൻ്റെ കുടുംബത്തിൽ എത്തണം, എൻ്റെ തറവാട്ടിൽ എത്തണം, എൻ്റെ ബന്ധുമിത്രാദികൾ ഇത് പഠിക്കണം, അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യതീശയുടെ ലക്ഷ്യം അതാണ്. സാമാന്യ ജനം യഥാർത്ഥത്തില് ക്ഷേത്രങ്ങളുടെ മുമ്പില് വഴിപാട് കൗണ്ടറുകളിൽ പോയി ഒരു വില്ലേജ് ഓഫീസിലോ എന്താ പറയാ നമ്മള് ഒരു ഗവൺമെന്റ് ഓഫീസിലോ അപേക്ഷ കൊടുത്ത് കാത്തു നിൽക്കുന്നത് പോലെ ദേവിയുടെ മുമ്പിൽ കാത്തു നിൽക്കേണ്ടതല്ല നമ്മള്. ദേവിയും ഞാനും രണ്ടല്ല, അത് ഒന്നാണ്. അത് ഈ പറയുന്ന പോലെ എൻ്റെ ശരീരത്തിലെ ദൈവികതയെ അനുഭവിക്കാനുള്ള യഥാർത്ഥ ആധ്യാത്മികത, അതിലേക്ക് ജനങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് യതീശയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ ഭാഗം നിങ്ങളും ആവണം. നമ്മുടെ ഒപ്പം തോളോട് തോൾ ചേർന്ന് ഈ വിദ്യകളൊക്കെ പരമാവധി സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോഴാണ് പരമേശ്വരി എല്ലാവരിലേക്കും എത്തുക. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു വിഭാഗത്തിന്റെ കൈകളിൽ മാത്രം ഒതുങ്ങി ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് ഈ വിദ്യ നിഷേധിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ബാബാജിയെ തീർച്ചയായും നേരിട്ട് കാണാൻ സാധിക്കുന്നതാണ്. യതീശയായിട്ട് ബന്ധപ്പെട്ടാൽ യതീശ അതിന് ഒരുക്കി സൗകര്യങ്ങൾ ചെയ്തു തരും. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ബാബാജിയോട് നിങ്ങൾക്ക് ചോദിക്കാം. പേഴ്സണൽ ആയിട്ടുള്ള സംവാദങ്ങളോ അല്ലെങ്കിൽ ഇതോ എന്ത് വേണമെങ്കിലും നമുക്ക് ആവാം. പരമാവധി നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. പരമാവധി ഉപയോഗപ്പെടുത്തുക. അടുത്ത തലമുറയ്ക്ക് അത് പകരാനുള്ള ശ്രമം നടത്തുക. കുടുംബത്തിലും നമ്മുടെ കുലത്തിലും തറവാട്ടിലും നമ്മുടെ നാട്ടിലും ദേശത്തിലും ഒക്കെ നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇതൊക്കെ പകരാനുള്ള ഉദ്യമത്തിൽ നിങ്ങളും പങ്കെടുക്കുക, പങ്കാളികളാകുക. നമുക്ക് എല്ലാവർക്കും അവളുടെ ആ ഉദ്യമത്തില്, അവളുടെ യഥാർത്ഥത്തില് കദംബ വനവാസിനിയായ അവളെ
യഥാർത്ഥത്തിൽ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ഭാഗമാവാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം സമയത്തിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളോടൊത്ത് ഇനിയും സംസാരിച്ചിരിക്കണം എന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ജൂൺ 10-നാണ് ക്ലാസ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ചോദിക്കാം. യതീഷ എല്ലാ സമയവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. അതുകൊണ്ട് തൽക്കാലം ഈ രാത്രിയിൽ നിങ്ങൾ നിർത്തുകയാണ്. ബാബാജിക്ക് ഒരുപാട് നന്ദി. കാരണം ഇത്രയും മഹത്തായ ഒരു വിദ്യയും അത് പകർന്നു കൊടുക്കാനുള്ള ഒരു വലിയ മനസ്സും കാണിച്ചതിന് എല്ലാ ആളുകളുടെ ഭാഗത്തു നിന്നും വ്യക്തിപരമായി എന്റെ ഭാഗത്തു നിന്നും യതീശയ്ക്കും വേണ്ടിയിട്ടും ഒരുപാട് നന്ദി പറയാണ്. ഇനിയും അങ്ങയുടെ ശ്രമങ്ങൾ ഒരുപാട് ആളുകളിലേക്ക് വിദ്യ പകരുവാൻ വേണ്ടിയിട്ട് സഹായിക്കട്ടെ എന്ന് പരാശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ബാബാജിക്ക് പ്രത്യേകിച്ചും നന്ദി, നമസ്കാരം, ശുഭരാത്രി.